നമസ്കാരം. ഏജിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോഴഞ്ചേരിയിലാണ്. വേറൊന്നുമല്ല, നമ്മുടെ പമ്പയാറിൻ്റെ തീരത്ത് നമ്മുടെ മാമ്പി ആനക്കുട്ടിയായിട്ട് ഇവിടെ ഉണ്ട്. മൂക്കന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിനടുത്താണ്. ഞങ്ങളിങ്ങനെ ചുമ്മാ കറങ്ങി കളിക്ക് ഒരാളെ കിട്ടി, ഒരു മുതലിനെ, ഒരു അടിപ്പം മുതലിനെ കിട്ടി. മുതലെന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുത്, വേറെ ആരുമല്ല. ഏകദേശം ഒരു 40 വർഷത്തോളം നമ്മുടെ ആനപ്പണിയിലെ എക്സ്പീരിയൻസ് ഉള്ള കുട്ടമാമൻ എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം മാമൻ. മാമൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കുട്ടമാമൻ എന്ന് ഞങ്ങൾ വിളിക്കാറില്ല, മാമ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും പ്രായഭേദമന്യേ ഒരുപാട് കഥകൾ പറയുകയും പഴയ കാര്യങ്ങൾ പറയുകയും ചിരിക്കുകയും കളിക്കുകയും തമാശകൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ നമ്മൾ മാമാന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതെന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ ഒരു 40 വർഷത്തോളമുള്ള എക്സ്പീരിയൻസ്, ആന ജീവിതം പറയുമ്പോൾ ഈ 40 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ വിചാരിക്കും പുള്ളി ഏകദേശം ഒരു 30 ആനകൾ ചുമതല കയറിയിട്ടുണ്ടെന്ന്. പക്ഷേ ഇല്ല, ഏകദേശം ഈ 40 വർഷത്തിനിടയ്ക്ക് 5 ആനകളാണ് ചുമതല കയറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പിടിയാനകളാണ്. ബാക്കിയെല്ലാം പണി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുകളിലിരുന്നുള്ള പണി, കൂപ്പിലെ പണി, അതിനോടാണ് താല്പര്യം. ഒരുപാട് നാടനാനകൾ, ഇപ്പോൾ വന്ന ആനകൾ, നമ്മൾ കുംബി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വീരനായകനായിട്ടുള്ള മാണിക്യത്തെ കെട്ടിപ്പഴക്കിയ ആനക്കാരൻ, അങ്ങനെയുള്ള കഥകൾ മാത്രമേ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. കൂടുതൽ ചിക്കമംഗളൂരു, കർണാടക, അച്ചൻകോവിൽ, അങ്ങനെയുള്ള കൂപ്പുകളിൽ പണിത കുറേ കഥകൾ, കാട്ടാന ആക്രമണം നടത്തിയ കഥകൾ, കരടിയെ കണ്ട് പേടിച്ചോടിയ കഥകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഒരുപാട് മാസമായിട്ടുള്ള കാര്യങ്ങളില്ല, തികച്ചും ക്ലാസ് ആയിട്ടൊരു എപ്പിസോഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി AGKയുടെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് കുട്ടമാമൻ്റെ ആന ജീവിതത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കുട്ടമാമൻ്റെ ഒരു പുതിയ ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ കുട്ടമാമൻ്റെ ആനജീവിതം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമസ്കാരം. പുതിയ അദ്ദേഹത്തിലേക്ക് മാമന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ എത്ര വർഷമായി കാണും ആനപ്പണിയിൽ? ഞാൻ എൻ്റെ 16 വയസ്സുള്ളപ്പോൾ. ഇപ്പം എങ്ങനെ ഒരു 40 വർഷത്തിന് മുകളിലായിട്ടുണ്ട്? 16 വയസ്സിൽ പോയി. ഇപ്പം 76 വയസ്സുണ്ട്. 77 വയസ്സുണ്ട്. ഇപ്പോഴും ഈ 76ാമത്തെ വയസ്സിലും ആനയുടെ മോളിൽ ഇരിക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ആനയുടെ മോളിൽ ഇരുന്ന് പണി ചെയ്യുന്നതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോഴും നമ്മൾ തീ പോലെ ഇരിക്കും. ഇപ്പോഴത്തെ പിള്ളേരോട് നമ്മൾ ചാറിരിക്കും. ഒരുപാടുപ്പെട്ട ആനകളൊക്കെ പുറത്ത് വെച്ചിട്ട് പണിയും. അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇല്ല. ആദ്യം പണിക്കിറങ്ങുന്നത് ഏതാനയുടെ കൂടെയാണ്? ഞാൻ പണ്ട് വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്ക് കുളത്തൂപ്പുഴ കളകുന്നം പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കരിമ്പും കൂപ്പും ഈ തടിക്കൂപ്പ്. ഇന്ന് ആർക്കവിക്ക് ഒരു അവർക്ക് കൂപ്പുണ്ട്. 5-6 ആനയുണ്ട്. ഈ ആന പിടിയാന ജയന്തി എന്ന് പറയും. ആനയും കൊണ്ടവിടെ അവർ ഇങ്ങനെ കഴിക്കൊണ്ടിരുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇപ്പം അരിപ്പാട്ടുള്ളൊരു പ്രായമുള്ള ഒരാൾ അതിൻ്റെ പ്രമാണി. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അതൊരു കൈലി ഒരു ഷർട്ടുള്ളൂ. അത് ചോദിച്ച് എവിടെ വീടെന്ന് ഞാൻ പറഞ്ഞു, ഇന്നടുത്താന്ന് പറഞ്ഞു. ചോറ് വയ്ക്കാനൊക്കെ അറിയുമെന്ന് ഞാൻ പറഞ്ഞു. അറിയാമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, അത് അർത്ഥം. അപ്പോൾ എൻ്റെ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നമ്മുടെ കൂടെ നെല്ല് ചോറൊക്കെ വയ്ക്കണോ, ആനയ്ക്കാണ് ചോറൊക്കെ വയ്ക്കണമെന്നാണ് പറഞ്ഞു. അതിന് ചോറും വയ്ക്കുക എന്തെങ്കിലും കറി വെച്ചാൽ മതി. എനിക്കറിയാവോ, ഞാൻ പിന്നെ അവർ കാണിച്ചെന്ന് പിന്നെ വെച്ചു. ഈ ആനയ്ക്ക് ചോറ് വയ്ക്കുന്നത് അന്ന് തരുവില്ല, പാട്ടയ്ക്കകത്ത് ചോറ് വയ്ക്കുന്നു. പാട്ടയ്ക്കകത്ത് ചോറ് വെച്ച് ഇങ്ങനെ ഇന്നിപ്പോൾ ഇവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ വിളിച്ച് ആന കഴുകാൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് ഈ തൊണ്ട് കണ്ടിക്കാറിയത്തില്ലല്ലോ. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് തൊണ്ട് കണ്ടിച്ചെന്നിട്ട് അപ്പം ഇവിടെ പിച്ച തൊണ്ട് പിടിച്ച് കഴിയുന്നു. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ പിടിച്ചപ്പോൾ അയാൾ തിരിച്ച് കാണിച്ചിരുന്നു. അങ്ങനെ 5-6 ദിവസമൊക്കെ ഇങ്ങനെ പുള്ളി കാണിച്ചതെന്ന് അങ്ങനെ കണ്ടെല്ലാം പഠിച്ച് ഏതാണ്ടൊരു 2 മാസത്തോളം പുള്ളിയുടെ കൂടെ നിന്നു. അന്ന് അരി വയ്ക്കുന്നതിന് 1 രൂപ അരി വെക്കുന്നതിന് മൊത്തം അന്ന് ഒരു ദിവസത്തെ കൂലി 1 രൂപ. 1 രൂപ നമ്മൾ കഴിക്കുക. അന്ന് 2 രൂപ 5 രൂപ കുറവ് വലിയ വിലയാണ്. അന്ന് 1 രൂപ മതി. അങ്ങനെ നിന്ന് കുറച്ചാൾ നിന്നപ്പോഴത്തേക്കാണ് പുള്ളിക്ക് വയറ്റ് വേദന.
വൈറ്റ് തന്നെ വന്ന് ഇയാൾ പിന്നെ പോവുമായിരുന്നു. അപ്പം പിന്നെ വേറെ 2 ആനക്കാർ വന്നു. ആനക്കാർ വന്നപ്പോഴത്തേക്ക് അവന്മാർ ഭയങ്കര ഭരണവും നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് ചോറ് വയ്ക്കുന്നത് ശരിയാവുന്നില്ല, കറി ശരിയാവുന്നില്ല. ഞാൻ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകത്തില്ല. അവന്മാർ 10 പൈസ ഒന്നുമില്ല. ഞാൻ അപ്പോഴേ അവിടെ മാറി. പൈസ തരാത്തതുകൊണ്ടും പൈസ തന്നുമില്ല ഇത് പറയും അഭിപ്രായം. ഞാൻ അവിടെ നിന്ന് നേരെ അങ്ങനെ ഈ മുള്ളുവര അറ്റക്കുരുമ റൂട്ട് അവിടെ കൂപ്പ് കിടക്കുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഈ നാരങ്ങാനത്തുള്ളൊരു ദാമോദരൻ പിള്ള എന്ന് പറയും. അയാൾ കണ്ട ഒരു 10-26 വയസ്സുണ്ട്. അന്ന് എനിക്കൊരു 10-18 വയസ്സായി. അപ്പോഴത്തേക്കാണ് എൻ്റെ ചോദിച്ചത്, നമ്മുടെ കൂടെ നിൽക്കാവും. ഞാൻ പറഞ്ഞ് നിൽക്കാൻ വെച്ചിട്ടാണ് പക്ക കെട്ടാൻ പോകും, ആനയ്ക്ക് ചോറ് വയ്ക്കും, ഇതെല്ലാം ചെയ്യാതെ കൂടെ. ലാസ്റ്റ് ഇവർ ആനയെ കഴി തന്നിട്ട് കൊണ്ടുപോകാൻ പറയും. അടിച്ചു കൊണ്ടുവരും. ഇവർ പോകുന്നവണൊക്കെ കൊണ്ടുപോകും. അത് വലിയ വഴക്കില്ല. 2 കൊമ്പ് ഊരിപ്പോൾ ആനയെ മോഴയാനെന്ന് പറഞ്ഞ് നാരങ്ങത്തുള്ള അതിൻ്റെ പേര് രാജനെന്ന ആന ഒരു കുഴപ്പമില്ല. ഞാൻ കൂനേക്കാരൻ ഒരു ആനക്കാരൻ അതിൻ്റെ പണിയിക്കുന്നത് സോമൻ എന്ന് പറയും. ഇവറ്റേ പ്രമാണി. ഞാൻ വക്ക കെട്ടാൻ പോകും. ഞാൻ നിന്ന് അരിവെപ്പുംകാരനും വക്ക കെട്ടാൻ അരിവെപ്പം വേറെ ആളായി. അപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് വക്കട്ടെ ശരി പോയി. വക്ക കെട്ടുമ്പോഴത്തേക്ക് ഇയാൾ പുറത്തിരിക്കുമ്പം ഈ കാലണക്കുന്നൊക്കെ നോക്കുന്നു, എങ്ങോട്ട് കാണിച്ച് എങ്ങനെ പോകുന്നത്. അപ്പോൾ എല്ലാം കണ്ടുപിടിച്ചിട്ട് ഞാൻ കുറച്ച് ഒരു 5-6 മാസം അവരുടെ കൂടെ നിന്നു. ഇന്നലെ ഒരു ദിവസം ആന അവർ കാട്ടിൽ വിട്ടിട്ട് എന്നെ കൊണ്ടുവിടാൻ പറഞ്ഞു. വിട്ടിട്ട് ഇവരെല്ലാം ഇതൊക്കെ അടിക്കാൻ പോകും. ഞായറാഴ്ച ദിവസം ഞാൻ ഈ വക്കം ചുവന്ന് അവിടെ കൊണ്ടിട്ടിട്ട്, വക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വക്കയല്ലത്, ഈ നാരുകൊണ്ടുള്ള വക്ക. അത് 3 പിരിയിട്ടാ വക്ക ഉണ്ടാക്കുന്നത്. വളച്ച് 2 വളയും വളച്ചിട്ട് അതിനകത്തോട് കിട്ടിയ ഇല്ല. അത് നാരെന്ന് പറഞ്ഞാൽ അന്ന് ഇവർ കാണിച്ചു തരും, അതുപോലെ പിരിച്ച് കെട്ടാൻ. അങ്ങനെ അവരോട് ഏത് മരത്തിന്റെ നമ്മൾ നാര് ഉപയോഗിക്കുന്നത്? ഈ മരത്തൊരു മരം ഉണ്ട്, മുറിച്ചോന്ന് പറയും. അത് നെരിച്ചെടുക്കുന്നത്. അത് വേറെ ആദിവാസികളാണ് കൊണ്ടുവരുന്നത്. അവർക്ക് പൈസ കൊടുക്കും, മേടിക്കും. അങ്ങനെ പുള്ളികളോടെ ഇങ്ങനെ നടന്ന് ഈ അവിടെ തടിയാണ്. ഈ വക്ക എടുത്ത് അവിടെ കൊണ്ടു ചെന്നിട്ട് ഞാൻ വക്ക കെട്ടിയിട്ടാണ് പുറത്ത് കയറിയിട്ട് അപ്പം ഇവർ വരുന്ന വഴി അവർ വന്നപ്പോൾ കണ്ട് ഞാൻ ആനയുടെ മുകളിൽ ഇരിക്കുന്നു. ഞാൻ ഈ തടി പിടിച്ച് അവിടെ വെച്ചിട്ട് ആനയെ കാട്ടിലോട്ട് വിട്ടു. ഇടവിട്ട് അന്ന് ഈ ഇട മാത്രമേ ഉള്ളൂ. ഈ വാറും കയറും മറ്റേ മുട്ടങ്ങലൊന്നും വലിയ അങ്ങനെ ഒരു ഇടയേ ഉള്ളൂ. അങ്ങോട്ട് വിട്ട് ഈ ചങ്ങല പൊളിച്ച് വിട്ട് അതിപ്പോൾ പിടിക്കാമല്ലോ. ഇവരിങ്ങനെ നോക്കി കണ്ടിട്ടാണ് ഷെട്ടി വന്നിട്ട് നീ അവിടെ പോയി, നമ്മുടെ പോയില്ല അവിടെ. ഞാൻ ഈ അടയാളമൊക്കെ മായ്ച്ചു. അപ്പോൾ അവർ ചിരിച്ചിട്ട് കൊള്ളാടാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആനയെ പണിക്കാൻ കൂലിയുണ്ടോ? ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ബാന്ന് പറഞ്ഞു. ഈ ഉച്ച സമയത്ത് ചോറ് കഴിച്ചിട്ട് ഞാൻ കയറാന്ന് പറയും. കയറി പറഞ്ഞു തരും. അങ്ങനെ അതിൻ്റെ കൂടെ 5-6 വർഷം നിന്ന്. 6 വർഷത്തോളം നിന്ന്. പിന്നെ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ പല വട്ടമായി. മരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത്. ഏത് സാഹചര്യത്തിലാണ് വീട് വിട്ട് ഇറങ്ങാൻ തോന്നുന്നതും ആനയുടെ കൂടെ പോകാൻ തോന്നുന്നു? അത് നമ്മുടെ അച്ഛൻ സ്ഥലം കുഴപ്പമായിരുന്നു. വീട്ടിൽ ഭയങ്കര അന്ന് വലിയ ദാരിദ്ര്യമൊക്കെ വീട്ടിൽ. അന്നേ ഭയങ്കര ഇതൊക്കെയായി. പിന്നെ അങ്ങനെയൊക്കെ ആയി. എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനെ പോയതാ. അങ്ങനെ പിന്നെ ഇയാളുടെ കൂടെ 5-6 വർഷം നിന്ന് കഴിഞ്ഞാൽ അയാൾ മരിച്ചപ്പം ആന ഏതായിരുന്നത്? അന്ന് നമ്മൾ ആദ്യമായിട്ട് മുകളിൽ കയറി പണി നാരങ്ങൻ രായനാനെന്ന് പറയും. കൊമ്പ് 2 ഊരിപ്പോയതാ. ഇവിടെ അക്കരയാ ഇവിടെ നാരങ്ങാന. ഇവിടുത്തെ ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്? 8 കിലോമീറ്റർ. അവിടെ അയാളുടെ കൂടെ നിന്ന് അയാളുടെ വീട്ടിലാവരും എല്ലാം നമുക്ക് കണ്ടിരുന്നായിരുന്നു. രാശി പിന്നെ അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വിട്ടു. പിന്നെ പല ആനകൾ ഓരോരുത്തരെയൊന്ന് വിളിക്കും. നമ്മുടെ ആനയെ പണിക്കാവുന്ന പണിക്കുക. അപ്പോൾ അന്ന് കിട്ടുന്ന എത്ര 50 രൂപ ഒരു ആനയെ പണിക്കുന്നതിന്. 50 രൂപ.
അതിൻ്റെ പുറത്ത് കയറ്റി വിടും. അപ്പം നമുക്ക് ഒതുക്കം കാണത്തില്ല. അവർ കയറ്റി വിടും, നമ്മൾ പണി ചെയ്യും. ചില അലക്കും, ചില തടിക്കിട്ടിട്ട് കുത്തും, എന്നിട്ട് അതിൻ്റെയൊക്കെ പുറത്ത് ധാരണം ചെയ്യും. വല്ലപ്പോഴും അടിയും കൊടുക്കും. അങ്ങനെ കുറച്ചാൾ അങ്ങനെ ഒരുത്തൻ്റെ കൂടെ ചെയ്യുമ്പോൾ അവന് പിന്നെ ഇല്ല പൈസ തരാൻ പറ്റും. പിന്നെ അവൻ്റെ കൂടെ മറിഞ്ഞ് അങ്ങനെ പല ആനയ്ക്ക് ഓരോ വിളിച്ച് അങ്ങനെ പോകും. പണിഞ്ഞ് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഗുണശേഖരൻ എന്ന് പറയുന്ന ആനയുണ്ട് തൃശ്ശൂർക്കാരുടെ, അത് 6 പേരെ കൊന്നതാണ്. 6 പേരെ കൊന്ന അന്ന് ഞാൻ സംബന്ധമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഒരു ഉണ്ണിന്ന് പറഞ്ഞ അവരുടെ തൃശ്ശൂർ പനന്തരപ്പള്ളി ഉണ്ണി നമ്മുടെ കൂടെ വാ, ഇതിനെ പണി ചെയ്യും. ഞാൻ പുറത്ത് കയറ്റി പോയപ്പം തടിക്കിട്ട് കുത്തി കഴിഞ്ഞ് എൻ്റെ പറഞ്ഞ് നാളെ ഇതിന് ചട്ടമാക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ശരിയെന്ന് പറഞ്ഞു. അയാൾ കെട്ടിയിട്ട് മാറിപ്പോയി. മാറുന്നില്ലെന്നും ഒറ്റ മരം, വലിയ മരം കൂപ്പിൽ. വേറെ 5-6 സിംഗിളിക്കാരുണ്ട്. അവന്മാരെ കൊണ്ട് അടിയും എറിയും ഒക്കെ നടന്നു കറങ്ങി വരും. കരിനൊക്കെ എറിഞ്ഞ് ലാസ്റ്റ് ആനയും വല്ലാതെ കായപ്പോഴത്തേക്ക് ഞാനും കൂടി തട്ടി എനിക്ക് പാസിങ്ങായി. അവർ പിന്നെ പറയുന്നില്ല, അവരടി മാത്രമേ ഉള്ളൂ, ഞാൻ പറയും. അങ്ങനെ ആയിക്കഴിഞ്ഞ് കുറച്ചാൾ അതിൻ്റെ കൂടെ നിന്നപ്പോൾ ഇവനങ്ങ് പോയി. അങ്ങനെ ഓച്ചറക്കാരൊക്കെ ആയിരുന്നു. അവർ പിന്നെ ഞാൻ അവിടെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞ് ഞാനും വേറെ തങ്കപ്പൻ പറയാൻ അവിടെ കൊണ്ടുപോയി. അപ്പോഴവിടെ നമുക്ക് പാരയായി വേറെ ആനക്കാർ നമ്മൾ കളഞ്ഞിട്ട് പോയി. പിന്നെ അങ്ങനെ നിന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കാണാം പിന്നെ ഇനി എങ്ങോട്ട് പോകാനാ അങ്ങനെ നേരെ കോതമംഗലം ചാടി. നമ്മുടെ ഈ മോഴയാനയ്ക്ക് ശേഷം നമ്മൾ ആദ്യമായിട്ടൊരു ആന മോളിരുന്ന് പണിയാം. രാജനാനയ്ക്ക് ശേഷം പിന്നീട് വരുന്ന അടുത്ത ആന ഏതാ? അടുത്ത ആന എന്ന് പറഞ്ഞാൽ ഈ പിടിയാനെന്ന് പറയും. കോതമംഗലത്ത് പിടിയാന ലക്ഷ്മി എന്ന് പറയും. അതിനെ പണിയിപ്പായി. അതിൻ്റെ കൂടെ 5-6 മാസം. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ആ തൃശ്ശൂരിൽ നിന്ന് ആനെ കുണശന് അത് കഴിഞ്ഞ പിടിയാന കയറി കഴിഞ്ഞാണ് ഇത് ലാസ്റ്റ് കാണാം. പിടിയാനെ കുറേ ആൾ പണി ചെയ്യുന്ന അവർ കൂപ്പ് ഈ മലയാളി നിറയെ വിറ്റു. അവർ പാലക്കാർക്ക് വിറ്റ്. പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ അവിടുന്ന് ഈ ഗുണശേഖരൻ്റെ കൂടെ വരും. ഇതിൻ്റെ കൂടെ നിന്ന് ഇതിന് പണിയിപ്പൊക്കെ പോകുന്നത്. അങ്ങനെ ലാസ്റ്റ് കാണാൻ അവിടുന്ന് തെറിച്ച് കഴിയുമ്പോഴേ പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എങ്ങോട്ട് പോകണം. ഇങ്ങനെ നിന്ന് ലാസ്റ്റ് കാണാം വേറൊരു ആനക്കാരൻ അതെന്നറിയുള്ള പാലോടുള്ള അവൻ പറഞ്ഞു ഒരു ആനയ്ക്ക് ചാൻസ് ഉണ്ട് പോന്നെന്ന് ചോദിച്ചു. അത് ഇന്നുപോലെ ഉളിയനാട് ഒരു മുരുകനാനയുണ്ട്. അപ്പം ഈ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രമാണി എന്ന് പറയാൻ 3 ആനയ്ക്ക് ഒരാൾ. അപ്പോൾ സൂതരൻ മറക്കലക്കാരൻ സൂതരൻ എന്ന് പറയും. എന്നെ കണ്ടിട്ടുണ്ട്, അറിയാം. നമ്മുടെ അച്ഛൻ്റെ നാട്ട പറക്കല്ലേ. അപ്പം നീ ഇന്നടുത്ത് അപ്പം നമ്മുടെ ആന അവിടെ നില്ലെന്ന് പറയും പുലിനാട്. ശരി, അയാളോട് കൂടി വർഷങ്ങൾ നിന്ന് ആ മുരുകനാണെങ്കിൽ നിന്ന് കഴിഞ്ഞിട്ട് അവർ ആന മേടിച്ച് അവരെല്ലാം ആന ഞാൻ പണിയിച്ചിട്ടുണ്ട്. എനിക്ക് മാണിക്യം എന്ന് പറയുന്ന ആന കൊണ്ടുവന്ന് ഞാൻ കെട്ടിപ്പഴക്കി പണി പഠിപ്പിച്ച് അതിനു മുമ്പേ സുന്ദർ സിംഗിനെ മേടിച്ച് അതിനെ ഞാൻ കെട്ടിയഴിച്ച് കടമ്പാറായിട്ട് എനിക്ക് പാസിങ്ങായിരുന്നു. അങ്ങനെ അതിനൊക്കെ പണി ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആന കച്ചവടമാക്കി. അതൊരു മലയാളി പുളി പ്രായമായപ്പോൾ മരുവമ്പറ കച്ചവടമാക്കി. അങ്ങനെ കച്ചവടമാക്കി അവിടുന്ന് പിന്നെ ഒരു ഇതില്ലാതെ കറങ്ങി നടന്നു. പിന്നെ ഓരോരുത്തരത്തേക്ക് പോകുമ്പോൾ 10 ദിവസം നിൽക്കുമ്പോൾ ഒരു കാശ് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് ഉളിയനാടാണ്. ഉളിയനാട്. പിന്നെ അവിടെ നിന്ന് തെറിച്ചങ്ങ് പോകും. തെറിച്ച് പോയി ഇങ്ങനെ കുറച്ചാൾ നിന്നപ്പം ഈ കൂട്ടൂർ വേക്കൻസി ഉണ്ടെന്നാണ്. കൂട്ടൂർ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ അറിയാവുന്നൊരു ചാപ്പാനക്കാരനുണ്ട്, തങ്കച്ചൻ കോഴിനുള്ള. അപ്പോൾ അവിടുത്തെ സാറന്മാർ പറഞ്ഞ് ഏക്ക് പരിപാടി പണിയൊക്കെ അറിയാം, നല്ല ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാറ് വിളിച്ചിട്ട് ചോദിച്ചു, ശരി ഇന്നാനയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞു. ആ ഒരു പിടിയാനയ്ക്കാക്കി അതിൽ വെച്ച് കെട്ടി സഫാരി അത് അവരൊക്കെ വെച്ച് കിട്ടുമ്പോഴത്തേക്ക് അത് ഉരുട്ടുക ആളിനെ കയറുമ്പോൾ
ഞാൻ വെച്ചിട്ട് ഇപ്പം മുറിച്ചില്ല പറയുന്ന സാറന്മാരെ എല്ലാം കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വേറെ അഗസ്റ്റ്യൻ പറയാനുണ്ട്. അതിനെ അഴിച്ച് ഇത്തിരി കൊച്ചാണ്, ഇത്തിരി വഴക്കുള്ള. അതിപ്പം വടക്കുണ്ട്, കല്ലെന്ന വിളിക്കുന്നത്. അത് അഗസ്റ്റാർ കൂടത്തെ പിടിച്ചാണ് കൊച്ചിൽ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അവിടുന്ന് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ കൊല്ലക്കാരൻ കുട്ടൻ കുട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി പോരെ നമ്മുടെ പിടിയാനയ്ക്ക് ആളില്ല, ജാനകി എന്ന് പറയും. ഞാൻ വന്ന് അപ്പം 2 മാസം കാശ് കിട്ടുന്നുണ്ട് അവിടെ. അത് ബാങ്കിൽ കിട്ടും. അത് വെള്ളം നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കാണോ കാശ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണോ എൻ്റെ തുറ കാശ് വന്നിട്ട് പോയി വന്ന് കുട്ടൻ്റെ കൂടെ അങ്ങനെ 5-6 വർഷം നിന്ന്. 6 വർഷമല്ല 5 വർഷത്തെ മാറി നിന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ എനിക്ക് തോന്നി ഇപ്പം നമ്മുടെ ശാസ്താംകോട്ടെ ഒരാന ഇപ്പം ഉണ്ട്. ഈ സൂര്യൻ എന്ന് പറയുന്ന ആനയുണ്ട്. ഇപ്പം വിവേകിക്കുന്ന ആന സൂര്യൻ. അപ്പോൾ അതിനവിടെ കിട്ടിയിരിക്കുന്നില്ല. അവിടെ ചന്തു എന്നൊരു പയ്യനുണ്ട്, അപ്പോൾ വയനാട്ടിലുണ്ട്. അപ്പോൾ ആ കുട്ടമ്മാമ അവിടെ നിന്ന് ശരി അവിടെ നിന്ന് ഞാനും ചോറ് വയ്ക്കും, നമുക്ക് കഞ്ഞി വയ്ക്കും, മറ്റു പട്ടവട്ട അമ്മമ്മ കൊടുക്കും, വലിച്ചു വയ്ക്കും, എല്ലാ സഹായം ചെയ്യും. അങ്ങനെ ഇപ്പം വിവേക് ഈ ശ്രീകണ്ഠാനയും കൊണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ ചെന്ന് ഞാൻ വിവേകൻ്റെ തരുന്നു. കോഴഞ്ചേരിയിലുണ്ട്. അത് അതിനുമുമ്പ് വേറൊരു ആനയെ പണിയിച്ച് ഈ അക്കരെ ഇയാൾക്കുള്ളതാണ് നമ്മുടെ ഇത് മില്ല്. ഇവിടെ മില്ലുണ്ട് പറക്കുഞ്ഞൻ്റെ. ആന കുറേ സംബന്ധം പണി നീരിലിവിടെ അവിടെ കെട്ടിയിട്ട് അവരെല്ലാം ഓടിച്ച് എന്നെ പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഞാൻ അവിടെ കിടന്നു. പിറ്റേന്ന് ഈ അയാൾ വന്നപ്പം തിരിച്ച് ഞാൻ ചാടി മണ്ടയ്ക്ക് കയറി പോയി പണിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം നിന്നു. എന്ന് കഴിഞ്ഞപ്പോഴും അയാളും കാശ് തരാൻ വലിയ പാട് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരുന്നത് വിവേകൻ്റെ അടുത്ത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കുട്ടമ്മ വന്നു. പിന്നെ വിവേകൻ്റെ കൂടെ കൂടും. അങ്ങനെ ഞാനെ പണിക്കാനെ കൊണ്ട് കയറുവാൻ വന്നത് ഞാൻ കയറും, പണിയിക്കും. ചിലപ്പം വിവേകേ കയറും, ചിലപ്പോൾ ഞാൻ കയറും. അങ്ങനെ കുറേ ഇന്ന് മാറി തിരിഞ്ഞു. ഇന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ലാസ്റ്റ് കാണാം അവിടുന്ന് ഈ ആനയും കൊണ്ട് പണിക്ക് പോയിട്ട് മാവേലിക്കര വന്നു. മാവേലിക്കര വന്നപ്പോഴത്തേക്കാണ് ഈ ആനയെ കെട്ടാൻ പറഞ്ഞു. ആര്? ഇതിൻ്റെ മുതലാളി. അപ്പം ഞാനുണ്ട്, വിവേകമുണ്ട്, ഇപ്പം ഈ രാജേഷുണ്ട്, വേറെ കുറേ പേരുണ്ട്. മാമ്പിയെടുത്ത് ഒന്നും പറഞ്ഞുകൊണ്ട് പിന്നെ പിണക്കമായിപ്പോയി അവർക്ക്, ഈ മുതലാളിക്ക്. ആന കെട്ടിക്കൊടുത്തിട്ട് അവിടെ നിന്ന് കയറിയിരുന്നു. ഞാൻ ചെങ്ങന്നൂർ വന്ന് നേരെ വേറൊരു ആനയ്ക്ക് പോകാനെ കൊണ്ട് വന്നു. അപ്പോഴേ വേറൊരു പാർട്ടി ഒരു പയ്യൻ വിളിച്ച് കുട്ടം വാങ്ങിയിട്ട് അവിടെ ചെന്നു. ഒരാഴ്ച അവൻ്റെ കൂടെ ഇരുന്നു. അപ്പം വിവേക് വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടമാമ നമുക്ക് ഒരു ഒറ്റക്കൊമ്പനാനയുണ്ട്, ഊക്കുകുഞ്ഞ്. അവിടെ ചെന്ന ഞാൻ വിവേകം കൂടെ അവിടെ 1 മാസം മുമ്പ് അവന്മാർ ശരിയല്ല എൻ്റെ പാട്ടക്കാരന്മാർ. അവിടെ നിന്ന് കളഞ്ഞിട്ട് ഈ ആനെടുത്തു, സൂര്യൻ്റെ അടുത്ത്. അപ്പം അതിനെ കെട്ടിയിരിക്കുന്നില്ല. അപ്പം വിവേകം ശരി കുട്ടമാമ പോകാമെന്ന്. ഞാൻ നേരെ തോട്ടപ്പള്ളിയിൽ ഇറങ്ങി വിവേക് നേരെ കൊല്ലത്തും പോയി. അങ്ങോട്ട് വീട്ടിലവൻ്റെ വീട്ടിൽ. അങ്ങനെ എപ്പോഴത്തേക്കാണ് വിവേകൻ്റെ മാമ്പെടുത്ത് പറഞ്ഞു, കുട്ടമ്മ വിളിക്കാൻ പറഞ്ഞു. വിളിക്കാൻ. അങ്ങനെ വിളിച്ച് മാമ്പേരോടെ വന്നു. മാമ്പേരോടെ കഴിഞ്ഞ കൊല്ലം കുറേ പരിപാടിക്കുണ്ടായിരുന്നു, ഈ കൊല്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് പിന്നെയും വിവേകൻ്റെ കൂടെ പോയി. വിവേകന് ആളില്ലെന്ന് പറഞ്ഞാൽ ഒറ്റക്കൊമ്പനാണെങ്കിൽ ഊട്ടിന് ആരുമില്ല. ഇല്ല, ഊട്ടിന് പോകുമ്പോൾ പുറത്താൾ വേണം. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാനും വിവേകം കൂടെ 8 ഊട്ടെടുത്ത് പോയി. ഊട്ടെടുത്ത് വന്ന് ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം ഈ കുട്ടൻ്റെ ഒരു കന്തനാന ഇവിടെ വിറ്റിട്ടുണ്ട്. ഇവിടെ ഈ ചുറ്റുമില്ല കൊല്ലംകോട് പാലക്കാട് ഇത്. അപ്പം അതിനെ നീര് കെട്ടിയിരിക്കുക. അപ്പം അതിൻ്റെ കൂടെ ഇവിടെ വിഷ്ണു എന്ന് പറയും, കലക്കോടൻ വിഷ്ണു. അവൻ അതിൻ്റെ 5-6 ദിവസം കണ്ടത് അവൻ പറയും, കുട്ടമ്മ നമ്മൾ ആനയെ വിറ്റിങ്ങി വന്നെന്ന് പറയും. ഞാനവിടെ ചെന്നു, എനിക്ക് പൈസ അത് ഇതൊക്കെ തന്ന് ഞാൻ അവിടെ കയറി വിവേകൻ്റെ അടുത്ത് പോയി. വിവേകൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ ആന കെട്ടി അഴിക്കാറായി നീല്. വിളിച്ച് ഞാനും കൂടെ ചെന്ന് അതെല്ലാം കഴിഞ്ഞ് അവിടെ ഒരു 2 മാസത്തോളം നിന്നു വിവേകൻ്റെ കൂടെ.
ഈ കലക്കൊണ്ടൂടെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കഴിഞ്ഞു പിന്നെ മാമ്പിയെടുത്ത് പിന്നെ വന്നു പിന്നെയും വന്ന് ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഞാനങ്ങ് പോകും. പിന്നെ ഇപ്പം സ്ഥിരമായിട്ട് മാമ്പിയോടൊപ്പം ഇപ്പം കുറച്ചാൾ സ്ഥിരമായിട്ട് മാമ്പി പോകണം. വേറെ 2 പേരൊക്കെ വിളിച്ചാൽ പോയില്ല. ഇങ്ങനെ പോകുന്ന പ്രായമായില്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഇവരോടൊക്കെ ഒന്ന് തട്ടിയും മുട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഉള്ള ഒരു തള്ളയുണ്ട്. തള്ളയ്ക്ക് ഗുളിക മേടിക്കാനും അത് പൈസ കൊടുക്കണം. അങ്ങനെ തരും, കൊണ്ട് കൊടുക്കും, ഇങ്ങനെ തരും, ഇങ്ങനെ നയിക്കുക. അങ്ങനെ പിന്നെ പലരും വിളിച്ച് വേറെ പിടിയാനുണ്ട് അവിടെ ഇവിടെ ഞാൻ പറയുകയില്ല വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൂപ്പിൽ പണിക്ക് ചെല്ലുമ്പോൾ മാമൻ 2 കാലഘട്ടത്തിലും ഇപ്പോഴത്തെ ജനറേഷൻ്റെ കൂടെയും പഴയ ആൾക്കാരുടെ കൂടെയും ജോലി ചെയ്തിട്ടുണ്ട്. പഴയ ഒരുപാട് നല്ല ഈ റാന്നിക്കാർ നല്ല ആനക്കാരും നല്ല ആനക്കാരും നല്ലോണം പണി ചെയ്തിട്ടുണ്ട്. വെടികെട്ടി ആനക്കാരും അവരോട് പണിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്തെ പണിയും ആ ഒരു കൂപ്പിലെ പണിയും ആനകളുടെ ആ ഒരു നമ്മൾ ആനകളോട് അടുത്ത് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന പഴയ ആനകൾ എല്ലാം മിക്കവാറും നാടൻ ആനകളാണ്. അപ്പം ആ ആനകളും പിന്നീട് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ജനറേഷൻ ഇപ്പം മാമ്പി അല്ലെങ്കിൽ വിവേക് അങ്ങനെ ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ ആ ഒരു 2 പണിത്തരത്തിലുള്ള വ്യത്യാസം എങ്ങനെയായിരുന്നു? പണിതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്തത്രയും അവർക്ക് തൊഴിലറിയാം, എന്നാലും സർവീസ് കുറവാണ്. എന്നാലും നമുക്ക് സർവീസ് ഉണ്ടല്ലോ, എന്നാലും നമ്മളറിയാത്തൊക്കെ പറഞ്ഞു കൊടുക്കും. ഇന്ന പോലെ എന്ന് പറയും. അത് ഞാൻ പണ്ട് അവർ ഈ പഴയ ആനക്കാർ കൊണ്ടുമ്പോൾ അവരെന്നെ പറഞ്ഞു ഓരോ മരുന്നായാലും മന്ത്രമായാലും കൂപ്പിൽ തടി പിടിക്കുന്നൊരു ഏലിപ്പോൾ ഇന്ന റൂട്ടിൽ കൂടെ പിടി ഇന്ന റൂട്ടിൽ കൂടെ പിടിയും പറഞ്ഞു തരുത് തറയുന്നത്. അത് കണക്കാക്കി നമ്മൾ ചെയ്യും. അങ്ങനെ പോപ്സൻ്റെ ആനകളെ നല്ല പഴക്കമുള്ള ആനകൾ അത് ഒറ്റച്ചട്ടമാണ്. അത് രാവിലെ കയറ്റി വിട്ടാൽ ഉച്ചയ്ക്ക് ഇറക്കാൻ വരും. ഉച്ചയ്ക്ക് അതിൻ്റെ പ്രമാണി വരും. പ്രമാണി വരുമ്പോഴത്തേക്ക് അടുത്ത് നിന്നിട്ട് പുറകെ കൂടെ ഇറങ്ങുക, അനങ്ങാതെ മാറിപ്പോവുക. രാജീവനാണെന്ന് പറയും. ഒറ്റച്ചട്ടമാണ്. വൈകിട്ട് നേരെ കാലണക്ക് പണി കഴിഞ്ഞ് അവരുടെ സ്വന്തം കൂപ്പിൽ പണി കഴിഞ്ഞ് അവിടെ വരും. അവിടെ വരുമ്പോഴത്തേക്ക് ചട്ടക്കാരൻ വരും. നമ്മൾ പുറകെ കൂടെ പൊക്കി ഇറങ്ങും. അയാളെ തൊഴിലോട്ട് കഴുകാനൊന്നും കൂടണ്ട, വേണ്ട. കഴുക ഒറ്റച്ചട്ട നേരത്തെ ഇറങ്ങിയാൽ ശരിയാവില്ല, അവയെ കൂടെ കിട്ടും. അതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കീച്ചൻ എന്ന് പറയുന്ന ഒരാനുണ്ട്, പ്രസാദ് കീച്ചൻ. അതിനെ പണിയിക്കാൻ അതിനെ പോയി. അത് സൈഡിലൊക്കെ വരുമ്പോൾ തടിയൊക്കെ ചാടി കുത്തിയേ പോകും. പിന്നെ അതിനിടയ്ക്ക് വേറെ ഒരാനെ കുറേ ആൾ പണിയിച്ച്. എന്നുവെച്ചാൽ ഈ കറ്റാനം ഗാനം തീർച്ചാല് പൊന്നാലൻ രാമേന്ദ്രൻ എന്ന് പറയും. അതിന് സ്ഥിരമായിട്ട് കുറേ ആൾ പണിയായിരുന്നു. അതിന് പുറത്തും പണി. മെയിനായിട്ടും നമ്മൾ ഈ 1-ാം പാപ്പാനാകുക എന്നുള്ളൊരു എനിക്ക് തോന്നുന്നു മാമൻ പറഞ്ഞതിനകത്ത് പണിയുന്നൊരു ചിന്തയിൽ നിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള പരിപാടി ആന മണ്ടയ്ക്ക് പണി കൂടുതലും പണിയിപ്പായിരുന്നു എനിക്ക് ഇപ്പോഴും. ഈ കൊല്ലം ജില്ലയിൽ ഒരുമാതിരിപ്പെട്ട പുള്ളരി സെറ്റിൽ ഞാൻ നല്ല ആനകളൊക്കെ പണിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാതെ നല്ല പഴക്കമുള്ള ആന പണിയുന്നു. കയറ്റി വിട്ടാൽ ഞാൻ പോയി പണിയും. ചട്ടമില്ലെങ്കിൽ ശരി അവർ കയറ്റി വിട്ട് ഇവിടെയൊക്കെ നിൽക്കും. അവർ പറയും എല്ലാം പണിയിട്ടുണ്ട്. അതുപോലെ പൊന്നാലാനെന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ അതും തടിക്കിട്ടൊക്കെ ചാടി കുത്തും. കുത്തിക്കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിയുമ്പം നമുക്ക് അതിൻ്റെ ചുമതലക്കാരന്മാരെ അടിച്ചുവിടാൻ പറഞ്ഞാൽ കൂടെ നിന്ന് അടിച്ചുവിട്ടാൽ കെട്ടിയെഴുപ്പില്ലേ ഇല്ല, ചട്ടമൊക്കെ പണിയിക്കുക. ഇന്നത്തെ ഈ ഒരു കാലത്താണ് ഏറ്റവും കൂടുതൽ കെട്ടിയെഴുപ്പ് എന്നൊരു സംവിധാനം വന്നിട്ടുള്ളത്. അല്ല, അന്നും കെട്ടിയെഴുക്കും, ഒറ്റമൃത്ത കെട്ടിയെഴുപ്പ്. പിന്നെ ചില ആനകളെ കെട്ടിയെഴുക്കണ്ട, കൂടെ ഒന്ന് ഒതുക്കും. കൂടെ പണി കയറിപ്പോവും. അതിൻ്റെ ചട്ടമുള്ളവരെ കൂടെ കാണും. അങ്ങനെ ഒരു 10 മണി 5 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങി തറയിൽ നിന്ന് അടിച്ചു വിടാൻ പറയും. തറയിൽ നിന്ന് അടിച്ചു വിടുമ്പോഴത്തേക്കേ ആ നമുക്ക് വഴി പിന്നെ വെള്ളത്തിൽ കൊണ്ട് ചെന്ന് അവർ കൊണ്ട് ഇരുത്താൻ പറയും, ഇരുത്തും. അങ്ങനെ ഒരു 5-6 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ പോയി സ്വന്തമായിട്ടെല്ലാം ചെയ്യും. ഇത്രയും കൊല്ലത്തെ സർവീസിനിടയ്ക്ക് നമുക്ക് മുകളിലിരുന്ന് പണിയിക്കാനും കുറച്ച് കടുപ്പം എന്ന് തോന്നിയിട്ടുള്ള ആന ഞാൻ തോറ്റുവിടുന്നുണ്ട്. പോപ്സിൻ്റെ ഒരു മോഴയാന ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പുറത്ത് കാലിൽ കുറച്ചു നേരം കൂടിയിട്ടത് പിന്നെ കാലഴിച്ച് പോകും. കാലി കൂടത്തില്ല. കാട്ടുവപ്പാനെന്ന് പറയും. അത് വടക്ക് ഈ കഴിഞ്ഞിടയ്ക്കകത്ത് ഒരു അമ്പലത്തിൽ വിറ്റ് അവിടെ ഉണ്ടായിരുന്നത് കാട്ടുവപ്പം ആണ്. അത് ഒരു ബില്ലിലും അമ്പലും ഇല്ല. തറയുന്ന ചട്ടക്കാരന് പോലും ഒന്നിക്കാകത്തില്ല. അവനെ ചാടിക്കുക. അലക്കില്ല പുറത്ത്.
പുറത്ത് കുലുക്കൊന്നുമില്ല. ഇല്ല. പിന്നെ ഇരിക്കാൻ പ്രഥമാണത്. ഒരടിയൊന്നും കൊടുത്ത പ്രശ്നമില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ആനയ്ക്ക് പോയി ഒരു ദിവസം തീറ്റ എടുക്കാൻ പോകാൻ നേരത്തെ കയറി എന്നെയും കൊണ്ട് കിലോമീറ്റർ ഓടിക്കളഞ്ഞു. ഏതാ ശക്തികുളങ്ങര ഒരാനയുണ്ട്. അത് എല്ലാവരും പറഞ്ഞ് അവിടെ ഉടക്കും ഇവിടെ ഉടക്കിയാൽ കിട്ടും. എവിടെ ഞാൻ എല്ലായിടവും ഉടക്കി. അത് ഓടുന്നതല്ലാതെ ഉടക്കൊന്നും പ്രശ്നമില്ല. ആ ചിലർ കണ്ണിൻ്റെ ഇവിടെ ഉടക്കും. അവിടെ നിന്ന് ഉടക്കിയാൽ കിട്ടില്ല, കണ്ണു പോകും. ചാടി പോകുന്നാണെങ്കിൽ എവിടെ ഉടക്കും. ഞാൻ എല്ലായിടവും ഉടക്കി നോക്കി, ഒരു രക്ഷയില്ല. ഞാൻ കാല് കണിഞ്ഞിട്ട് കാലി കൂടത്തില്ല. അത് പോകുന്ന വഴിക്ക് കടലിലെ കായലിലെ പോപ്സിന്റെ മോഴാൻ എത്ര നാൾ കയറി? അത് 2-3 മാസം പണിയിച്ചു. ഈ കൊമ്പനാനേക്കാളും കുറച്ചുകൂടെ വേഗതയും ശൗര്യവും ഈ മോഴയാനകൾക്കാന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ. ചില മോഴയാനയ്ക്ക് ഭയങ്കര അരിശം, ഭയങ്കര വാശിയാണ്. അതുപോലെ ചില കൊമ്പനാനയ്ക്കും ഭയങ്കര വാശിയാണ്. ചില പിടിയാനയ്ക്കും വാശിയുണ്ട്. കൊമ്പനാനേക്കാളും മോഴയാനേക്കാളും വാശിയുണ്ട്. ചില തല കടിക്കുന്ന പിടിയാനുണ്ട്. തല കടിച്ചെടുക്കുന്ന പിടിയാൻ എത്ര ആനയുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഞാൻ ഇവരുടെ ആന തോട്ടയ്ക്കാട് ബാബുസാറിൻ്റെ ആനകളെ കർണാടകത്തിൽ പണിക്ക്, ചിക്കോങ്കുളൂർ ആ ഏരിയ മൊത്തം അവരുടെ 3-4 ആനയെ പണിക്കായിരുന്നു. പിന്നൊരു ഒറ്റക്കൊമ്പനുണ്ടായിരുന്നു, രാമേന്ദ്രനാണ്. അത് കഴിഞ്ഞാൽ കിടിയൊട്ടി ചത്ത്. അതിവിടെ ഒരു മോഹനുണ്ടായിരുന്നു, മോഹനെ മോദി. അതിനെ കുറേ പണി പണിച്ചിട്ടുണ്ട്. അതിലും മരം കൊടുത്താലും പിന്നെ നീരിൽ ഉള്ളാകുമ്പോൾ തകർക്കും. അങ്ങനെ അയാളുടെ ആനയെ കുറേ ആൾ പണി വെച്ചു. ഈ കൂപ്പിലുണ്ടായിട്ടുള്ള മാമൻ പണിക്കുന്ന സമയത്തായാലും ശരി, അത് ഈ കൂപ്പിലുണ്ടായിട്ടുള്ള അപകടങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആനകൾ കൈയിട്ട് പോവുക, അല്ലെങ്കിൽ എപ്പോഴും കൂപ്പിലെ പണി പറഞ്ഞാൽ ഒരാനയല്ലല്ലോ, ഒത്തിരി ആനകൾ. ഒരു കൂപ്പിൽ ചിലപ്പം ഒരു സപ്ലൈ കൂപ്പാണെങ്കിൽ 10-12 ആന കാണും. പോപ്സിൻ്റെ കൂപ്പിൽ അത് താവരപ്പള്ളിക്കാരുടെ കൂപ്പ്, അവർക്കും കാണും 10-12 ആന. അവർക്കും ആനയുള്ളതാണ്, പാട്ടവാനാണ് അവരുടെ ആന കാണും. അവിടെ എന്ന് വെച്ചാൽ അന്നൊക്കെ തീറ്റയില്ല, തീറ്റയെ കൊണ്ടുവരത്തില്ല, കാട്ടി വിടുക, കാട്ടി ചങ്ങലേ ഇടവേങ്ങനെ വെച്ച് വിടുക, എവിടെയും കൂട്ടി വിടും. വൈകിട്ട് പണി കഴിഞ്ഞാൽ വെള്ളത്തിൽ കൊണ്ടുവന്ന് അതൊക്കെ കഴുകി ചോറും കൊടുത്ത് അങ്ങ് വിട്ടേക്കുക. രാവിലെ പോവുക, 2 പേര് പോവുക അടിച്ചുകൊണ്ട്, ഈ ഇഴ നോക്കി പോവും. ചിലപ്പോൾ ഇങ്ങനെ മലമുറിഞ്ഞൊക്കെ പൊക്കളയത് രാവിലെ 7 മണിക്ക് പണിക്ക് പോകണം, വെളുപ്പിന് പോകണം. തീർച്ചയായിട്ടും. എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്? ഈ മറ്റുള്ള മൃഗങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആനകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാട്ടാനെ കണ്ട് ഓടിയിട്ടുണ്ട്. കരടിയെ കണ്ട് ഓടിയിട്ടുണ്ട്. കരടിയും കാട്ടാനെ കൂടുതൽ കണ്ടിട്ടുള്ളത്. എപ്പോഴെങ്കിലും നമുക്ക് നേരെ വന്നിട്ടുണ്ടോ? കണ്ടു പേടിച്ചുകൊണ്ടുള്ളത് നമുക്ക് നേരെ എപ്പോഴെങ്കിലും ഒരു കൊമ്പനാന വന്ന് അറ്റം കുരിച്ച് കൂടെ പറ്റി. കൂടപ്പനാൻ ഭയങ്കര ഓട്ടം ഓടി, ഒരു കലുങ്ങിനെ ഇരിക്കരുത്. റോഡിനവിടെ ഒരു കലുകൊണ്ട് നേരെ വരുമ്പോഴേ ഒരു കലുകൊണ്ട് ആനയ്ക്ക് ഇറങ്ങാൻ വെക്കൂല. ഞാനാ അവിടെ നിന്ന് നേരെ ചാടി കലുങ്ങിലൂടെ അതിനെ കീഴിൽ കയറി ഇങ്ങനെ ഇറങ്ങാൻ വെക്കൂല. സംഭവിച്ച സത്യം പറഞ്ഞാൽ നമ്മൾ ആനയെ നോക്കി പോകുന്ന വഴിക്ക് പറ്റിയതാണോ? അല്ലല്ല, കടയിൽ പോയിട്ട് വന്ന വഴിക്ക് പറ്റി. കടയിൽ പോയിട്ട് വന്നു. അപ്പോഴത്തെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സന്ധ്യയായി. നീ സന്ധ്യയാകുമ്പോൾ ആനകൾ ഇറങ്ങുവാണ്. ഞാൻ അതിൻ്റെ അടി ഇറങ്ങിയപ്പോഴത്തേക്ക് ആനയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആന അവിടെ കിടന്ന് അടിച്ച് വാരി നാട്ടയ്ക്കൊക്കെ തട്ടി ഒരു ബഹളമൊക്കെ വെച്ച് ആന അങ്ങ് പോയി. ഞാൻ കുറച്ച് നേരം 2 കഴിഞ്ഞ് ഞാൻ കയറി കരയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആന ഇങ്ങനെ പോരിക്കുക. അവിടുന്ന് വിട്ട് ചെടി വന്നിട്ടാണ് ജീവൻ വീണത്. അങ്ങനെ കൂപ്പളിൽ കാട്ടാനെ, ഈ നാട്ടാനെ പിടിക്കാൻ പോകുമ്പോൾ കാട്ടാനെ കാണും. അവിടുന്ന് ഓടിത്തിരിഞ്ഞ് കറങ്ങി വരും. പക്ഷെ അന്നും നമുക്ക് ഈ ആക്രമണം വന്നിട്ടുള്ള ഈ ഒരൊറ്റ കൊമ്പനാന മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ നമ്മൾ ഈ ആൾക്കാരോട് ജീവിക്കുന്നതിനേക്കാളും ഉപരി മാമനെ സംബന്ധിച്ച് മാമൻ ഏറ്റവും കൂടുതൽ കാട്ടിലാണ്. അവിടുത്തെ ഒരു നീതിന്യായം അതെന്താണ്? പണി അല്ലെങ്കിൽ കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ല, പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എപ്പോഴും അറിയാൻ പറ്റും. കാടെന്ന് പറഞ്ഞാൽ നമുക്കവിടെ കൂപ്പൊക്കെ പണിക്ക് പോവുക, കളിച്ച് രസിച്ച് എല്ലാം കൂടെ കമ്പനി ഓടി കറങ്ങി നടക്കും. പിന്നെ അന്ന് കൂപ്പിൽ ചായക്കട ഉണ്ട്, ഓരോ കട കിട്ടും. അവിടെ ചായ കുടിക്കും, വൈകിട്ട് ഓരോ ചീട്ട് കളിക്കും. പിന്നെ വെള്ളം അടിക്കാൻ പോകും. അങ്ങനെ പലരും ഉണ്ട്. ചിലർ പോകത്തില്ല, ചിലർ ഈ പക്കയുടെ പണി നോക്കി അവിടെ
ഒരു ദിവസം നമ്മുടെ കൂപ്പിലെ പണിക്ക് ഇപ്പം രാവിലെ തുടങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം എങ്ങനെയായിരിക്കും തുടങ്ങുന്നത്? രാവിലെ 7 മണിക്ക് പോവും. രാവിലെ 7 മണിക്ക് ചെന്ന് പണിയാവും. പണിയിട്ട് 10 മണിക്ക് കഞ്ഞി കുടിക്കാൻ ഇറങ്ങും. അത് വഴക്കുള്ളതാണെങ്കിൽ രാവിലെ കഴിച്ചിട്ടേ പോകും. 10 മണിക്ക് ഇറക്കത്തില്ല. വഴക്കില്ലാത്തൊക്കെ 10 മണിക്ക് ഇറങ്ങി കഞ്ഞി കുടിക്കാം. ഉച്ചയ്ക്ക് ഇറങ്ങാം. ഉച്ചയ്ക്ക് പിന്നെ ഇതിൻ്റെ ചുമതലക്കാരൻ അടുത്തേക്കുമ്പോൾ നമുക്ക് ഇറങ്ങാം. അവിടെ നിർത്തേക്ക് ചോറുണ്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കയറും. പിന്നെ ചിലയിടത്തൊക്കെ 4-5 മണി വരെ പണിഞ്ഞേ വെക്കും. 5 മണി വരെ പണിയാണ്. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് രാത്രി 7-8 മണിയാകും കുളിപ്പിച്ച് കയറ്റുമ്പോൾ. കുളിപ്പിച്ച് കയറ്റി കാട്ടിൽ കൊണ്ടുവിടുക. ഇത് തന്നെ വരിക. ഈ രാവിലെ പോയി അടിച്ചുകൊണ്ട് വരും. ഇത് തന്നെ. പിന്നെ ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു പ്രക്രിയ ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ നമ്മുടെ ഉത്സവ സീസൺ കഴിയുന്ന ആ ഒരു സമയത്ത് കുളത്തൂപ്പുഴ വിഷുപ്പൂരമാണ് നമ്മുടെ ലാസ്റ്റ്. അത് കഴിയുമ്പോഴത്തെ നേരെ അങ്ങോട്ട് പോവാണ്, കൂപ്പിലോട്ട് പോവാണ്. ഇത്ര ഒരു 6 മാസക്കാലം അന്ന് ഇത്രയും പരിപാടിയില്ല. എങ്ങനെ അമ്പലങ്ങളിലേ ഇത്രയും പരിപാടിയില്ല. പിന്നെ ഒരു ആനയ്ക്ക് കാണും 10-15 എവിടെയെങ്കിലുമൊക്കെ പൊട്ടിത്തെറിച്ച് കാട്ടും. അത് കഴിഞ്ഞാൽ പിന്നെയും കൂപ്പില്ല. പിന്നെ ചിലപ്പം 2-3 പരിപാടി കാണും. അവർ പിന്നെ നമ്മൾ ഇറങ്ങി വരണം. ആ പരിപാടി അയച്ചിട്ട് പിന്നെയും കൂപ്പിലോട്ടാണ് പോകുന്നത്. പിന്നെ 10 ദിവസം കഴിയും പിന്നെയും വരും. അങ്ങനെ പരിപാടി. ഇപ്പോഴത്തെ കൂട്ടം ആനകളെ അന്ന് നീരി കെട്ടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, നീരി കെട്ടുന്ന പറഞ്ഞാൽ ചില ഉടസന്മാർ വർഷങ്ങളാകുമ്പം കൊണ്ട് വീട്ടിൽ എടുത്തിട്ട് ശീർഷയുണ്ട്. ആട്, താറാവ് ഒക്കെ ഇടിച്ച് അങ്ങാടി മരുന്നിൽ അതിൻ്റെ എല്ലൊക്കെ സൂപ്പിട്ട് അത് ചോറ് വെച്ച് കൊടുക്കുക. ലേഖയുണ്ട്, ലേഖ ഉണ്ടാക്കും. അത് കൊടുക്കുക. പത്തിയുണ്ട്. അതിന് പത്തിയുണ്ട്. അല്ലാതെ അവിടെ നിന്നിട്ട് പിന്നെ തടി പിടിക്കാനൊന്നും അന്നേരം കൊണ്ടുവന്നില്ല. പത്യം കഴിയാതെ ഒന്നും പോകാൻ പറ്റില്ല. എങ്ങനെയാണ് നമ്മുടെ ഈ മാവനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് പച്ചമരുന്ന് അല്ലെങ്കിൽ ആയുർവേദം എന്ന് പറയുന്നൊരു സംവിധാനത്തിലാണ് കൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആനകളുടെ ഈ ചികിത്സാ രീതികൾ, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലാണെങ്കിൽ 2 വർഷം കൂടി ഇരിക്കുമ്പോഴായിക്കോട്ടെ, എങ്ങനെയായാലും ഈ പത്യം നോക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ തുടക്കം? പത്യത്തിൻ്റെ തുടക്കം എന്താണ്? അല്ലെങ്കിൽ ചികിത്സയുടെ തുടക്കം എങ്ങനെയാണ്? ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ അങ്ങാടി മരുന്നെല്ലാം ചേർന്നില്ലേ? അങ്ങാടി മരുന്ന് ചേരുമ്പോഴേ കട്ടിയായിട്ടൊന്നും ജയിക്കാക്കൂല. കട്ടിയായിട്ട് ചെയ്താൽ അത് പാഴായിപ്പോവും. പാഴെല്ലാം ആനയ്ക്ക് കേടാണ്. പിന്നെ പച്ചമരുന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പച്ചമരുന്നുണ്ടല്ലോ. അതെല്ലാം കൂടെ ഇടിച്ച് പൊടിച്ച് എല്ലാം കൂടെ റെഡിയാക്കിയ എല്ലാം കൂടെ ചെയ്യുന്നു. എത്ര നാൾ നീണ്ടു നിൽക്കുന്നൊരു ചികിത്സയായിരിക്കും? അതൊരു 2 മാസം നിൽക്കും. 2 മാസം. അപ്പം നമ്മൾ ഓലയൊന്നും എടുപ്പിക്കത്തില്ല, കൊമ്പലൊന്നും എടുപ്പിക്കത്തില്ല. അടുത്തൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കെട്ടും. കെട്ടിയിട്ടേ വലിച്ചവിടെ കെട്ടുക. അന്ന് ഒരു തറിയില്ല, പല അറിയിലായിട്ടാണ് പോകുന്നത്. പലയിടത്തോട്ടും കൊണ്ട് കെട്ടും. ഇച്ചിരി നടക്കണം. അവിടെ കൊണ്ട് കെട്ടുക, ഈ പോരുക. ഈ ഒരു 2 മാസക്കാലം ആനകൾക്ക് ചെയ്യാൻ പറ്റുന്നവരുടെ നടക്കാന്നൊരൊറ്റ പരിപാടി. കുറച്ച് നടന്ന് അവിടെ കൊണ്ട് കെട്ടും. ഓവറായിട്ട് പോകത്തില്ല, കുറച്ച് ദൂരം പോകും. അവിടെ നിർത്തുക, കെട്ടുക, നമ്മളീ പോരും. ഇനി രാവിലെ അയച്ചിട്ട് വെള്ളത്തിൽ കൊണ്ട് ചെന്ന് ഒന്ന് കഴുകും. അല്ല കുത്തിപ്പിടിച്ച് കഴിയും. അമര നടയൊക്കെ കല്ലിന് വെച്ചു വിടും. മറ്റെല്ലാം തുണ്ടിന്. ഇപ്പോഴേ ബ്രഷൊക്കെ ആയിരുന്നു. അന്ന് ചൈരക്കുള്ള കഴുകുള്ളൂ. കല്ലിന് അമരം നടയും ചെരുപ്പടി. അന്ന് ഈ ആനയ്ക്ക് പാതരോഗമൊന്നുമില്ല. അന്ന് ഒരാനയ്ക്കും പാതരോഗമില്ല. ഇപ്പോഴത്തെ പാതരോഗം കണ്ണ്. അന്ന് കണ്ണൊന്നും എല്ലാ ആനയ്ക്കും കണ്ണുണ്ട്. ഇപ്പോൾ ഉള്ള ആനക്കാരെന്ന് പറഞ്ഞാൽ ചാടി കയറി ഇങ്ങോട്ട് എന്തെങ്കിലും കാണിച്ചാൽ അടിക്കുന്ന അറിഞ്ഞുകൊണ്ട് അടിക്കുന്നില്ല. അടിക്കുമ്പോൾ ആന വെട്ടി തരുമ്പോൾ കണ്ണിൽ പോകും. അങ്ങനെ കണ്ണ് പോകും. അങ്ങനെ എത്രയോ ആനയ്ക്ക് പോയിരിക്കുന്നു. അതുപോലെ ചില ആനക്കാർക്ക്, നല്ല ആനക്കാർ പിള്ളേരുണ്ട്, തൊഴിലറിയാതെ പിള്ളേർ പലരുടെ കൂടെ പഠിച്ച പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. വിവേകൊക്കെ ഇപ്പം ഒരുവിധം പഠിച്ച്, അത് കലക്കോടെ ഈ വിഷ്ണു അവനെ, പിന്നെ ഈ മറ്റേ മുത്തങ്ങയൊക്കെ അവരുടെ പേരും പറഞ്ഞു, ഒറ്റക്കൊമ്പനാണ് ചന്തു, അവനൊക്കെ ഇപ്പം തൊഴിൽ ഒരു പറയാം. അത് പുത്തൻകുളത്ത് കുറേ ആനക്കാരുണ്ട്. കുറച്ചൊക്കെ അറിയാവുന്നവരുണ്ട്, കുറച്ചൊക്കെ വെറും ഇതാ. പിന്നെ അതുപോലെ വേറൊരു ആനക്കാരുണ്ട്, ഈ അഭിലാഷം എന്ന് പറയും. അവൻ നല്ല തൊഴിലറിയാവൻ. തൊഴിലറിയാം, കൊച്ചിലെ നമുക്കറിയാം, ഇത്ര ഉള്ളപ്പോഴേ അറിയാം. ഉള്ളിനാട്ടിൽ നിന്ന് അവനെല്ലാം തൊഴിലും അറിയാം. ആന എല്ലാ വകുപ്പ് പറയും. ഒരുപാട് ആന അഴിക്കുകയും ചെയ്യും. നമ്മളൊക്കെ അന്നും
ഇന്ന് അന്നൊരു ആശാൻ്റെ കൂടെ നിന്നിട്ട് അവരെ ചിപ്പെന്ന് പറയത്തില്ല, അവരുടെ കൂടെ നിന്ന് എല്ലാ തൊഴിലും പഠിച്ച് ഈ റാന്നിക്കാർ ഉണ്ട് ഇഷ്ടംപോലെ. ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് പറഞ്ഞു തരും. പറഞ്ഞില്ലെങ്കിൽ അവർ ഇനി മേലെ എൻ്റെ അടുത്ത് പറയത്തില്ല, നോക്കിക്കൊണ്ട് ചെയ്തോളൂ. അല്ല, അവർ ഈ തൊഴിലൊന്നുമില്ല. ഇല്ല. ചിലർ അടിക്കുകയും ചെയ്യും. ചില പിള്ളേരെ അടിക്കുകയും ചെയ്യും. നമ്മളേറെ അടിക്കത്തില്ല. അങ്ങനെ ഇതുപോലെ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ചില ആനക്കാർ പൈസ തരത്തില്ല. കിലോമീറ്റർ നടന്നിട്ടുണ്ട് പൈസ തരാതെ. ഈ നമ്മളിപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ മരുന്ന് നമ്മൾ പഥ്യം തുടങ്ങാൻ അല്ലെങ്കിൽ ആനയ്ക്ക് മരുന്ന് കൊടുക്കാൻ ഒരു 2 മാസമുണ്ട്. പക്ഷെ ഇത് തയ്യാറാക്കാനുള്ളൊരു സമയമുണ്ടല്ലോ, അതിൻ്റെ ഒരു ദൈർഘ്യം എന്താണ്? അല്ലെങ്കിൽ ആ ഒരു മരുന്ന് തയ്യാറാക്കുന്ന ആ ഒരു രീതി അതിന് എത്രത്തോളം ആളുകളുടെ ശ്രമഫലമാണ്? അത് 2-3 പേര് വേണം. 3 പേര് ചിലപ്പോൾ 4 പേരും. അങ്ങാടിയൊക്കെ ഇടിക്കണം. ഇടിച്ച് പൊടിച്ച് അത് വലിയ ഉരുളിക്കകത്തിട്ട് ജയൊക്കെ ഉണ്ടാക്കണം. അതിപ്പം അതിൻ്റെ പ്രമാണികർ കൂടെ കാണും. അവർ പറഞ്ഞു തരും നമുക്ക് ഇന്ന പോലെ ചെയ്യാൻ. അതുപോലെ വലിയ ചട്ടത്തിൽ ഇളക്കുക, വലിയ ഉരുളിക്കകത്ത് ഇളക്കുക. അവർ എല്ലാം ഭാഗം പറഞ്ഞു തരും. അതൊക്കെ കണ്ടുപിടിക്കുന്നു. ഈ അങ്ങാടി മരുന്നിൻ്റെ കുറിപ്പൊക്കെ ഉണ്ട്. അവരെല്ലാം കുറിപ്പ് മേടിച്ചുകൊണ്ട് വരും. കുറിപ്പ് നമുക്ക് കുറച്ചൊക്കെ കാണിച്ചു തരും. കുറച്ചൊന്നും കാണിക്കില്ല അവർ. അത് എല്ലാം പറഞ്ഞു തരത്തില്ല ഈ മരുന്നിൻ്റെ ഭാഗം. പിന്നെ കുട്ടികളെല്ലാം കണ്ട് പഠിച്ചോളുമില്ല. അങ്ങനെയൊക്കെ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാം പഠിച്ചില്ല, കുറച്ചൊക്കെ അറിയാം. ഈ പാരത്തിന് മരുന്ന് നോവ് വന്നാൽ ഇതൊക്കെ അറിയാം. പിന്നെ ഒരു നീര മഴയൊക്കെ വന്നാൽ അതിൻ്റെ മരുന്നൊക്കെ നമുക്കറിയാം. അറിയാം. ഇപ്പം ഒരാനയ്ക്ക് ഇപ്പം അത്യാവശ്യം ഒരു 10-40 വയസ്സുള്ള ഒരാന, അത്യാവശ്യം ആരോഗ്യമുള്ള ആനയാണ്, കൊമ്പനാനാണ്. ആ ആനയ്ക്ക് ഇതുകൂട്ട് ചികിത്സയ്ക്ക് കയറ്റുവാണെങ്കിൽ ആടോ അല്ലെങ്കിൽ താറാവോ അത് എത്രത്തോളം വേണ്ടി വരും? അത് ആനയ്ക്ക് അനുസരിച്ചെന്ന് പറയുക, ആനയ്ക്കിപ്പം നല്ല ആരോഗ്യമുള്ള ആനയ്ക്കാണെങ്കിൽ ഓവറായിട്ട് കൊടുക്കത്തില്ല. ഓവറായിട്ട് കൊടുത്താലേ ഒന്നുകൂടി ഇത് ഇതാവും. പിന്നെ ഈ മലപ്പാടെ 2 പ്രാവശ്യം ഒഴിച്ചാൽ 2 പ്രാവശ്യം ഒഴിക്കും. ഇച്ചിരി വലിയ ഇതല്ലാത്ത ആനയ്ക്കാണെങ്കിൽ ശരീരത്തെ കൂടുതൽ കൊടുക്കും. അപ്പം എന്താ പറയുക, ശരീരം കയറി വരും, ആന നല്ല ക്ലിയറായിട്ട് വരും. ഒരാട് ഒരു താറാവ് എന്ന കണക്കിലാണോ അല്ലെങ്കിൽ ഒരാടിനെ ഒരാനയ്ക്ക് കൊടുക്കും? ഇപ്പം താറാവ് എന്ന് പറയാം, അത് വേറെ അസുഖത്തിനൊക്കെ ഈ താറാവിനെ ഇടിച്ച് കൊടുക്കുന്നത്. അത് 10-50 താറാവിനൊക്കെ കൊടുക്കും. ഇടിച്ച് പൊടിച്ച് പച്ചക്ക് തന്നെയാണ് ഇടിക്കുന്നത്. പച്ചക്കടിച്ച് അങ്ങാടി വരുന്നതും കൂടെ ചെറുത് കരിപ്പൊട്ടിയും ചേർക്കും കൊടുക്കുക. അതിനകത്ത് നമുക്ക് വേറെ ദോഷങ്ങളും കാര്യങ്ങളും ഒരു ദോഷമില്ല. ഇപ്പോഴുള്ള ആനയ്ക്കൊന്നും അന്ന് കൊടുത്തിട്ടില്ല. എവിടെ കൊടുക്കാൻ? ഇപ്പം ഇവിടെ നിറയെ കുറേ ഈത്തപ്പഴവും കുറേ ഇതും ലേഹ്യങ്ങളും ഓരോരുത്തരും നമ്മൾ ഉണ്ടാക്കണം. ആ ലേഹ്യം കൊള്ളാവും. ഇപ്പം വെളിയിൽ നിന്ന് ഓരോരുത്തർ ലേഹ്യം മേടിച്ച് കൊടുത്താലും ഫലപ്രദമല്ല. പോകാം. സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കണം. അതായത് ഇതിൻ്റെ കുറിപ്പൊക്കെ നമ്മൾ വെച്ചേക്കണം. അതിനുശേഷം ഈ ചിക്കമംഗ്ലൂരു നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ അച്ചൻകോയിലാറ് കൂപ്പ്, ബോട്ട്സന്റെ കൂപ്പ് കഴിഞ്ഞിട്ട് അവിടുന്ന് ചിക്കമംഗ്ലൂരിലേക്കൊരു കൂപ്പിലേക്കൊരു സ്ഥലമാറ്റം അല്ലെങ്കിൽ നമ്മൾ പണിക്കായിട്ട് അങ്ങോട്ട് പോകുന്നു. ഇവിടുത്തേനേക്കാളും വ്യത്യസ്തമായിരുന്നു അവിടുത്തെ പണി? അവിടുത്തെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ കാപ്പിത്തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഈ സിൽവർ എന്ന് പറഞ്ഞ ശവക്കെന്ന് പറയുന്ന സിൽവറുണ്ട്. അത് കാപ്പിത്തോട്ടത്തിന് അത് മുറിച്ചിട്ട ഇതൊരു കാപ്പി അവർ കയറി വെട്ടി ലെവലിന് മുറിച്ചിടും. അത് പിടിച്ചുകൊണ്ടിരുമ്പോൾ ഒരു ചെടി പോലും പോകാത്തില്ല. നൂല് വെച്ച് കണക്ക് പിടിച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു ചെടി പോകില്ല. അപ്പോഴവിടെ അങ്ങനെയൊക്കെ കാലിൽ പണിയുന്ന ആനകൾ നമ്മൾ കാല് പിടിച്ചായിട്ട് കാണിച്ചേ പണി ആനക്കര വെക്കും. അല്ലാതെ ഉള്ളവർ കാണിച്ചാൽ ഇടം വലം പോകും കാപ്പിച്ചെടിയും അങ്ങനെയുള്ള പണി കയറ്റി വിടത്തില്ല. അങ്ങനെ തോട്ടക്കാട് വാസാറിൻ്റെ 4 പണി ചെയ്യാറ്. എത്ര നാളുണ്ടായിരുന്നു ചിക്കമംഗ്ലൂർ കൂപ്പിൽ? ഞാൻ വേണ്ട ഒരു 5-6 വർഷം ഉണ്ടായിരുന്നു. 5-6 വർഷം. ഈ 6 വർഷത്തെ അവിടുത്തെ ആ ഒരു സാഹചര്യം എന്തായിരുന്നു? കുറേ അതെന്ന് വെച്ചാൽ എപ്പോഴും ഇതാ ഈ സീസണാകുമ്പോൾ മഴ ഇതുപോലെ മഴയാ. പിന്നെ വെയിലാകുമ്പോൾ ഭയങ്കര വെയിൽ. ഈ സമയത്തൊക്കെ ഇതുപോലെ ഇരിക്കും, പണിക്ക് പോയി വെക്കത്തുള്ളൂ. ചാത്തുമഴ ഇങ്ങനെ നിൽക്കും. അവിടെ ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ആനകൾ തെറ്റി അങ്ങനെ എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ആനകൾ തെറ്റില്ല. ഒരു ആന എൻ്റെ കൈവിട്ടു. അത്
ഒരാന പണി കഴിഞ്ഞുകൊണ്ടെന്ന് ഒരു കുളമുണ്ട്, കുളത്തിൻ്റെ അവിടെ കിടത്തി കഴുകിക്കണമ്പോൾ ഒരു അപ്പോൾ റോപ്പ് അമർത്തുള്ളൂ, ചങ്ങലയില്ല. അപ്പോൾ ഒരു പശു ഓടി വന്നു, ഈ ആന എണ്ണിച്ചൊരു റോപ്പം കൂടി കാപ്പിത്തുറത്തേക്ക് കൂടെ പോയി റോപ്പിൻ്റെ അറ്റം കിട്ടിയ ആ കാപ്പിയിൽ കെട്ടി. അങ്ങനെ പിന്നെ അവിടെ കൂട്ടി പിടിച്ചോണ്ട് വന്നു, അങ്ങനെ അല്ലാതെ പോയിട്ടില്ല. പിന്നെ ഒരാന എന്നെ തള്ളിയിട്ട് അത് ചെറുനാട്ട് ഗിരീഷ് എന്ന് പറയും. അതാണ് നമ്മുടെ കരുവാറ്റക്കാരൻ വിജയനെ 26-28 കുത്ത ഷർട്ടൊക്കെ ഊരിയ മൊത്തം കുത്ത്. ആന എനിക്കൊരു പണിയുണ്ട്. കൊടൈക്കനാലിൽ നിന്ന് വണ്ടി കയറത്തില്ല, നടത്തി വരണം. കൊടൈക്കനാൽ വെച്ചിട്ട് അവർ നടത്തി വരണം. നടത്തി വന്ന് തിരുവല്ല പുളിക്കക്കട വന്നപ്പോഴത്തേക്ക് അവിടെ ഒന്ന് കഴുകാൻ ചോദിച്ചു. അന്നേരം അതിൻ്റെ ചോരക്കാരൻ ഞാൻ വേർത്തന മുരളിപ്പിള്ളേതാണ്, പുല്ലുകുളങ്ങര ആനയാണ്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവിടോട്ടിട്ട് കഴുകാന്ന് പറയും. വേറെ ചെറുക്കനുണ്ട്, അവനെ വലിയ അറിവിലുള്ള. അവിടെ കിടച്ചപ്പോൾ മണ്ണ് വാരുന്നവർ വന്നിട്ടാണ് ഇവിടെ ചേട്ടാ ഇവിടെ കിടന്നത്, അങ്ങോട്ട് മാറ്റാൻ പറയും. ഞാൻ മാറ്റാൻ എണ്ണിച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഈ ചെറുക്കൻ തുറന്ന് പുറകെ കൂടെ കെട്ടാൻ മുമ്പിൽ കൂടെ കയറി ഒരടി അടിച്ചതേ കൊമ്പിൻ്റെ അറ്റം വന്ന് ഇവിടെ കൊണ്ട് തുണിയെ കൊണ്ടുപോയി. ഞാൻ തെറിച്ചങ്ങോട്ട് ചെറുക്ക കൂടി കളഞ്ഞു, കിട്ടാത്തണ്ട് വിറയ്ക്കുവാനാ എന്നാണ്. വിറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചങ്ങലാറകടം ഇഴവുണ്ട്, അവിടെ മില്ല്. ഞാൻ ചങ്ങലെടുത്ത് ആ തടിയിലും കൊടുത്തിട്ട് മെല്ലെ നെറ്റിലുണ്ടായിരുന്നു, എറിഞ്ഞവിടെ എഴുതി. അപ്പോൾ അതിൻ്റെ പഴയൊരു ആനക്കാരൻ അവിടെ വന്നു. എന്നിട്ട് ആ കുട്ട ആന സൂക്ഷിച്ചോണം ആന കൊല്ലുമെന്ന് പറഞ്ഞു. എന്തായാലും ശരി. പിന്നെ ആന രോഗ്യത്തിൽ കൂടി ചങ്ങലയൊക്കെ പാലിട്ട് ചെറുക്കനെ കയറ്റി പ്രായക്കര മില്ലിൽ കൊണ്ട് കെട്ടി. അവിടെ കെട്ടിട്ട് ഞാൻ മറ്റേ വിളിച്ചിറങ്ങി. ഫോറോസനൊക്കെ ഒന്ന് വരുന്ന വെച്ചാൽ കാശൊക്കെ തന്നു. പിന്നെ അതിൻ്റെ കൂടെ പോയിട്ടില്ല. പിന്നെ അങ്ങനെ ഒരുപാട് ആനകൾ. പിന്നെ ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ ഉളിയനാട്ടേക്ക് വരുന്നത്. അവിടെ മുരുകനാനയ്ക്കാണ് വരുന്നത്. മുരുകനാനയ്ക്ക് എല്ലാ ആനകളും എന്നുള്ള ബാധിക്കാറുണ്ട്. ഈ മുരുകനാനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു മുരുകൻ? അല്ലെങ്കിൽ മുരുകനാന്ന് പറഞ്ഞാൽ ആരും ശല്യമില്ല, ആർക്കും. ഇപ്പം നിങ്ങളിരുന്നാലും പഴം കൊടുക്കുകയോ അടുത്തേക്ക്, പിന്നെ പുറകെ കൂടെ വന്നാൽ ഈ അമരത്തിന് തൊഴിയേ ഉള്ളൂ, അല്ല ആർക്കും ചെല്ല ഒരു കുഴപ്പമില്ല. നീലും ഒരു കുഴപ്പമില്ല, ആർക്കും ശല്യമില്ല. പിന്നെ മരം പിടിക്കണമെങ്കിൽ പുറത്ത് ചുമ്മാട്ട് ഓവർ വെയിറ്റിംഗ് ചെയ്താൽ പിടിക്കത്തില്ല. തറയിൽ നിന്ന് പുറത്തിരുന്ന് 1-2 പറഞ്ഞാൽ ആ ഊന്നൊക്കെ 2 ചീറ്റൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് പിടിച്ചോളൂ. തറ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കമ്പൊക്കെ എടുത്തിട്ടോട് ഏത് മരമായാലും പിടിക്കത്തില്ലെന്ന് വെച്ച് 2 അടിയൊക്കെ തറയിലായി ഇപ്പോൾ നോക്കിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പിടിച്ചോളും. പിന്നെ ആളിയെ ഒരു കുഴപ്പമില്ല. എത്ര നാളുണ്ടായിരുന്നു മുരുകനാനയ്ക്ക്? മുരുകനാനയ്ക്കാണ്ട് 10-12 വർഷം. 12 വർഷം. ഈ 12 വർഷം എന്താ പറയണ്ടേ, ഏറ്റവും കൂടുതൽ തടിപ്പണിയായിരുന്നു അല്ലെങ്കിൽ ഉത്സവമായിരുന്നു? തടിപ്പണി ഉണ്ടായിരുന്നു, ഉത്സവം ഉണ്ടായിരുന്നു. എഴുന്നള്ളിപ്പാനയും കൂടെ ആയിരുന്നു. എഴുന്നള്ളിപ്പാനും. അത് കൂപ്പ് ഈ സൂര്യൻ എന്ന് പറഞ്ഞ വർക്കലക്കാരനാണ്. അയാൾ കൂപ്പിൽ സമ്പെടുക്കും. സമ്പെടുത്തിട്ട് പണിയില്ല, വേറെ ആന കിട്ടത്തില്ല. ഇയാൾക്ക 3 ആനയുണ്ടല്ലോ, 3 ആനയും കൂടെ പോയി പണിയും. അപ്പോൾ മുതലാളിക്ക് കൊടുക്കും, അയക്ക് കിട്ടും. അപ്പോൾ ആന മെനക്കെട്ട് നിൽക്കണ്ടല്ലോ, മുതലാളിക്കും കാശാവും, നമുക്ക് ജോലിക്കാരനും കാശാവും, അയക്കും കാശാവും. ആനയ്ക്ക് തീറ്റിയൊക്കെ ഇയാൾ തന്നെ വണ്ടിയിൽ ഇറക്കുന്നത് പോലെ വനക്കയൊക്കെ ഇറക്കും പുള്ളി. ആൾ നല്ല ക്ലിയറാണ്. സൂര്യൻ എന്ന് പറഞ്ഞ വർക്കുള്ളത്. ഏതാനയാണ് നമ്മൾ ആശാൻ കുട്ടിമാവൻ കെട്ടിപ്പഴക്കിയത്? അത് ഈ മാണിക്കാണ്. ഈ ഇടയ്ക്ക് ചരിഞ്ഞു പോയ മാണിക്കാണ്. പിന്നെ അതുപോലെ ഈ കോന്നിക്കാരൻ കോട്ടയം വാസുവിനും ഞാനും കൂടെയാണ് പണി പഠിപ്പിച്ച്. അതും തടുത്തുള്ള പ്രസാദാനാണ്. അതും വടക്കൊണ്ട് പോയി. അതിനെ പണി ഞാനും വാസുവിനും കൂടെ 1 മണിക്കൂർ കൊണ്ട് വക്ക പഠിപ്പിച്ചിരുന്നു. അതുപോലെ ഈ മാണിക്കാന് അതും 1 മണിക്കൂർ എടുത്തില്ല, അതിനുമ്പേ വക്ക പഠിച്ചു. പിന്നെ തൊട്ട് കുറച്ചൊക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ട് പോയി പണിഞ്ഞു. ഈ സൂതനും വന്നു. അന്ന് 4000 രൂപ കിട്ടി. 2000 രൂപ നമുക്കൊന്ന് 2000 കൊണ്ട് ഈ മാണിക്കാനെ വന്നിറങ്ങിയ സമയത്ത് അന്ന് മുതലാളി തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. ഞാൻ പറയും നിൽക്കട്ടെ മുതലാളി എന്ന് പറഞ്ഞു. കൊമ്പിന് അറ്റത്തൊരു കേടുണ്ടായിരുന്നു. അങ്ങനെ കൊടുക്കണ്ട. പിന്നെ അത് അവിടെ നിന്ന് പണി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ പണിയാണ്. എവിടെ ഒരുപാട് പേര് മോഹിച്ചാനയായി. ആ പണിയുണ്ട്. പണിയൊന്നും വഴക്കുമില്ല, ആർക്കും കൊണ്ടുപോകാം. നമ്മുടെ കാലത്ത് കമ്പ് വെച്ചാൽ നമ്മുടെ കൂടെ വരും.
പണിക്ക് പുറത്ത് കയറിയ ഏത് അക്കടിയിലും കയറി ഇപ്പോൾ പണിയും ഒരു കുഴപ്പമില്ല. ആനയായിരുന്നു അതും കുറച്ച് വിറ്റ് പോയിട്ടാൽ പിന്നെ ഈ കെട്ടിപ്പഴക്ക് എന്ന് പറയുന്നൊരു സംവിധാനം അത് എത്രത്തോളം ഒരു ദുഷ്കരമാണ്? ഈ കെട്ടിപ്പഴക്കെന്ന് പറഞ്ഞാൽ ഈ ഭാഷ അറിയാത്ത ബീഹാറിന് നാടനാനയ്ക്കൊക്കെ ഒരുവിധം പറഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ ഈ കോന്നിലൊക്കെ പണ്ട് ലേലം പിടിച്ചേ അവർ 3 മാസം കൂട്ടിനകത്ത് 3 മാസം വെളിയിൽ ഇറക്കിയിട്ട് 6ാമത്തെ മാസം ലേലമാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ ആനക്കാർ ഇടവും വലവും ഒക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവർ ലേലം ചെയ്യുന്നു. അപ്പോൾ ലേലം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വേറെ മുതലാളി ലേലം മേടിക്കില്ലേ, കൂട്ടി വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആനക്കാരെ വിളിച്ചാക്കുക. അവർ ഇതിനെ വക്ക കടിപ്പിക്കുകയോ വെള്ളത്തിൽ കിടത്താണെങ്കിൽ ഇവർ പഠിപ്പിക്കും, കോന്നിക്കാർ പഠിക്കും. ലാസ്റ്റിക്കാണോ നമ്മൾ പണിയൊക്കെ പഠിപ്പിച്ച് താത്ത് നീക്കാനും പഠിപ്പിച്ച് ഓല എടുക്കാനും പഠിപ്പിച്ച് ഇതെല്ലാം പഠിപ്പിക്കും. അത് കഴിയുമ്പോൾ പിന്നെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ആ ഉടമസ്ഥൻ വേറെ തന്നെ അയാളെ മാറ്റിയിട്ട് വേറെ തന്നെ കൊടുക്കും. ഈ പാരപ്പുണ്ടല്ലോ ഈ മലയാളിമാർക്ക്, ഈ ആനക്കാരുണ്ട്, ഭയങ്കര ഇഞ്ചക്ഷനാണ്. അപ്പോൾ അവൻ നല്ല വൃത്തിയായിട്ട് നോക്കുന്നവനായിരിക്കും, അവനെ തെറിപ്പിക്കും അടുത്തവനോട്. അവൻ കൊണ്ടിട്ട് ഇതിനെ ചാറ് ഊറ്റി കേടും കീടും ഒക്കെ ആക്കി അവനും മാറും. അങ്ങനെയൊക്കെ ഈ വരുന്ന ഒരുപാട് ആനയ്ക്ക് ഈ കുഴപ്പങ്ങൾ. ഈ ബീഹാറിൽ നിന്ന് വരുന്ന ആനകളുടെ ബീഹാറിൽ നിന്ന് വരുന്ന ആനകളെ വീട്ടിൽ അത് നമുക്ക് ഭാഷ അറിയത്തില്ലല്ലോ. അവർ ഈ മലയാളത്തിലും എഴുതിയേക്കും അവിടുത്തെ ഭാഷയിൽ. അത് നമ്മൾ നോക്കിയിട്ട് പറയും. അത് പറഞ്ഞിട്ട് ഇരിക്കത്തില്ല, ഒരടി കൊടുക്കുമ്പോൾ ചില ആന പിടിച്ചപ്പോൾ ചില ആന ചാടിക്കും, ഓടിക്കാനോ. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ 10 ദിവസമൊക്കെ നമ്മൾ വൈകിട്ട് കൂട്ടെന്നൊക്കെ പറഞ്ഞ് ഇരുത്തുകയും കിടത്തുകയൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മൾ അഴിച്ച് മാറ്റി തറി മാറ്റി കാര്യങ്ങളൊക്കെ നടക്കും. വെള്ളത്തിൽ കൊണ്ടേയിരിക്കും. അത് കിടക്കുമ്പോൾ ചാടി എണ്ണിക്കും, പിന്നെയും കിടത്തും. അങ്ങനെ പല ഒരുപാട് താകം എണ്ണിക്കും. ചിലപ്പോൾ കയ്യും കാലമൊക്കെ ഒടിഞ്ഞു പോകും. തലയിൽ കെട്ടി വെച്ച് കെട്ടണമെങ്കിൽ ഒരമ്പലത്തിൽ കൊണ്ടുപോകാൻ പടക്കം പൊട്ടിച്ച കടന്നു കളയും ചിലത്. അത് രണ്ട് കാലും കൈയും എല്ലാം കൂടെ കൂട്ടിക്കിട്ടിയത് കൊളുത്തി നിർത്തും. ചില ആന പടക്കം വീഴും വലിയ കിട്ടത്തില്ല. ഇപ്പോൾ ഒരുപാട് ആനയുണ്ട് പടക്കം പൊട്ടുമ്പോൾ കിടച്ചാടുന്ന ആനകളുണ്ട്. ചില ആനയ്ക്ക് ഒരു പേടിയില്ല, ആർപ്പം മാറും. അതുപോലെ ബീഹാറിൽ നിന്ന് വരുന്ന ആന ആദ്യമേ ഇവിടെ വരുമ്പം പമ്മി ആർക്ക് ശല്യമില്ലാതെ ഒരുത്തിനെ ഒന്നും ചെയ്യാതാക്കി. ഇവിടുത്തെ ഭാഷയൊക്കെ മനസ്സിലായി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പ്ലാൻ മാറും. പിന്നെ അത് വില്ലനാവും, നമ്മൾ തോറ്റു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ ബീഹാറിലെ ആസാമിൻ്റെ ആന ചില ആനയ്ക്ക് കുഴപ്പമില്ല, ചില ആനകളിലെ ക്ലിയർ ആയിരിക്കും. ഈ മുരുകനാനയുടെ രീതികൾ എങ്ങനെയായിരുന്നു? മുടിയനാട് മുരുകനാന പറയാൻ നാടനാനയായിരുന്നു. പ്രത്യേക ചിട്ടയാനയ്ക്ക് അത് വേറൊരു കൂട്ടാനെടുത്ത് അതിൻ്റെ തീറ്റി എടുക്കത്തില്ല, ഇതിൻ്റെ തീറ്റി എടുക്കാൻ അത് സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ വേറൊരു ആന കയറി അത് കുത്തത്തില്ല. പക്ഷേ അതിനെ തൊട്ട് കഴിഞ്ഞാൽ അത് മറിക്കും. അത് പിന്നെ വെളിവൊന്നുമില്ല. ആൾ പൊക്കെ കുറഞ്ഞാൽ ഏതാനും മറിച്ച് കളയുന്നു. അതിന് മേലുണ്ട്. അത് നമ്മളൊരു തറയുന്നൊരു അടിയടി ആ നടക്ക് നമ്മളെ അടിച്ചു കളയത്. തോട്ടിക്ക് നടക്കാക്കില്ല. തോട്ടിയൊക്കെ കുറേ അടി ഇവരെ കളയത്. പുറത്തേ നടക്കുന്നു, തോട്ടിക്ക് തറയൊന്നും നടക്കില്ല. നല്ല ഐശ്വര്യമുള്ള ആനയായത്. ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ വീട് നന്നാവും. ആനയായിരുന്നു. അത്രയും ലക്ഷണമുള്ള ഈ എഴുന്നള്ളിപ്പിച്ചിട്ടുള്ളതൊക്കെ എങ്ങനെയായിരുന്നു? അതും ഒരു 12 വർഷത്തോളം തല പൊക്കി പിടിക്കത്തില്ല, എന്നാലും നിൽക്കും. അത് ഇങ്ങനെ നിൽക്കും. അത് അല്ല തല പൊക്കി പിടിപ്പും ഉറപ്പൊന്നും വലുതായിട്ടില്ല, നടക്കത്തില്ല. അതൊരു മീഡിയം വരെ ഇങ്ങനെ നിന്നോളൂ, അല്ലാതെ കുത്തിപ്പോക്കാനൊന്നും നോക്കണ്ട, നടക്കത്തില്ല. അത് നമ്മുടെ പരിപാടി സാധിക്കും, അല്ലാതെ യാതൊരു ശല്യമില്ല. ഓടിപ്പോവുകയോ മറ്റേ ഒരു ശല്യമില്ല. ഒരു വഴക്കുണ്ടാക്കി മരം തള്ളുകയും യാതൊരു പ്രശ്നമില്ല. ഈ മുരുകനാനയെ സംബന്ധിച്ചിടത്തോളം മാമൻ മാത്രമാണോ കൈകാര്യം? വേറെ ഒരുപാട് പേര് കൈകാര്യം. മാമൻ നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കൈകാര്യം? എല്ലാവരും കൈകാര്യം. വേറെ പിള്ളേർ വരെ അടിച്ചോണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർക്കലുള്ള പിള്ളേർ സെറ്റൊക്കെ അടിച്ചോണ്ട് പോകും. നമ്മൾ പണിയാൻ കഴിയുമ്പോൾ അവരെ കുറിച്ച് അവന്മാരടിച്ചോണ്ടൊക്കെ പോകും. പിന്നെ പണിക്ക് മാത്രം ഈ പിള്ളേർ സെറ്റ് നടക്കത്തില്ല. അറിയാവുന്നവരാണെങ്കിൽ
ഈ കാലും ഒക്കെ അറിയാവുന്നവരാണെങ്കിലും കയറിയതായപ്പോൾ ഇല്ലെങ്കിൽ അത് പറയും നീ അവിടെ നിന്ന് അനക്കിക്കോ ഇതൊക്കെ നിൽക്കൂ. ചുമ്മാട്ട് അടിച്ചിട്ടും കഥയില്ല. വീത്തം ചെയ്താൽ നടക്കൂല. കൃത്യമായിട്ട് കാലറിയണം. കാലറിയുകയും അതിനെ കൂടുതൽ ഭേദ്യം ചെയ്യാതിരുന്ന 2 ചീത്തയൊക്കെ വിളിച്ച് പുറത്തിരുന്ന അങ്ങ് പണിഞ്ഞോളൂ. അതുപോലെ അടിച്ചിട്ട് വന്നു അത് അയാൾ വടപ്പിച്ച് നോക്കും. വാട പിടിച്ച് നോക്കും. വാട പിടിച്ചിട്ട് 2 കുലുക്കൊക്കെ കുലുക്കും. എല്ലാവരും വെള്ളം അടിച്ചിട്ട് എടുത്തിട്ട് അടിക്കും. അതായാൾക്ക് പേടി. അടിച്ചിട്ട് വരുമ്പോഴേ അടി അങ്ങ് വേണം ചിലവന്മാർ. അതാ പേടി. അടി നമ്മളടിക്കത്തില്ല. അടിയൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ കൂടെ വരും. കള്ളു കുടിക്കുന്നത് ഇഷ്ടമല്ല എന്നാണോ അതോ? അല്ല, കള്ളു കുടിച്ചിട്ട് ഇഷ്ടമാണ്. ചിലവന്മാർ കള്ളു കുടിച്ചിട്ട് അടിക്കും. അതിൽ ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് അവിടുത്തെ തന്നെ മാണിക്കനാൻ എത്ര നാളുണ്ടോ? മാണിക്കനാൻ അതും 3-4 വർഷമുണ്ടായി. മാറിയും തിരിഞ്ഞ ആ കമ്പനിയിലുണ്ടായിരുന്നു. അവർ വേറെ അച്ചുവാന, ഈ ചരിത്ര അച്ചുവാന, ഇതൊക്കെ അവരുടെ ആയിരുന്നു. അതൊക്കെ ഞാൻ കൊണ്ടുവരുന്നു. ഈ സുഖൻ്റെ ഉറപ്പിൽ ഞാൻ കൊണ്ടുവരുന്നു. ഈ കൂടുതലും അവിടെ എനിക്ക് തോന്നുന്നു ഈ നാടനാനകളായിരുന്നു. അല്ല, ഈ നാടനാന്ന് പറഞ്ഞാൽ ഉളിനാട് ഈ മുരുകനാനയും വേറെ ബാലകൃഷ്ണൻ എന്ന് പറയും. അത് തൃശ്ശൂർ കൂടി ചത്തുപോയി. അത് 2 നാടനാനായിരുന്നു. ബാക്കി എല്ലാം ബീഹാറും ആസാമുമായിരുന്നു. ബാലകൃഷ്ണനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പണി ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം വഴക്കുള്ള ആനയായിരുന്നു. വെള്ളത്തിലൊക്കെ ചാടിയായി മുരുകനാന പോകണം. വെള്ളത്തിൽ ചാടിയല്ലേ മുരുകനാനയും കൊണ്ട് ഞാൻ പുറത്ത് ഇങ്ങനെ പോയ കഴിയുമ്പോഴത്തേക്ക് സൈഡ് വീഴുന്നു. അടുത്തോട്ട് കൂടി നിന്നിട്ട് അതിന് പുറത്താറ്. എന്നിട്ട് മുരുകനാനെ പേടിയതിന്. മുരുകനാന ഇത് കയറി നീക്കി. മുരുകനാന ഇതിനെ മറിച്ചിട്ട് അത് പിന്നെ ഭയങ്കര പേടിയാ. അതെവിടെങ്കിലും ഉടക്കി മെതി എന്നാൽ പിന്നെ ചലിക്കൂല. അത് എതുക്കെ പോകുന്നത്. ആനയും കുറേ ആൾ പണി ചെയ്യും. സത്യൻ എന്ന് പറയും, ചട്ടൻ എന്ന് പറയും, കാല് വയ്യാത്തത്. അത് പത്തനാണ്ട് ഇപ്പോഴായിരുന്നു. നമ്മൾ സിലോട്ട് അവിടെ പണിയായിരുന്നു. അതുപോലെ അത് വെള്ളത്തിലൊക്കെ പിണക്കോ. പിന്നെ അത് കൂടെ തട്ടിയിട്ട് ഓടിക്കളയും. അത് വെള്ളത്തിൽ നിന്നൊക്കെ പിണങ്ങി പോയി കഴിയുമ്പോൾ മലയുടെ മോക്ക് പിടിച്ച് കെട്ടിയിട്ടേ ചെല്ലാവുക. അല്ല പിന്നെ അവിടെ നിന്ന് പോകും. അതാണ്. പക്ഷെ മലയാളി തള്ളിയിട്ടല്ല കൊടുത്തു. തള്ളിയിട്ട് പുള്ളിക്ക് ദേഷ്യം വന്നു. അങ്ങനെ പുള്ളി ഈ പുല്ല് വെച്ച കച്ചവടം നടന്നു. പത്തനാരം അത് കച്ചവടം നടത്തി. അങ്ങനെ ഇവർക്ക് കൊടുക്കുന്ന ഈ തൃശ്ശൂർക്കാർക്ക് ഒരു എന്തോ ഒരു പേര് വന്നു. അതിൻ്റെ ലാസ്റ്റ് അടിച്ചു പുല്ലുമായിരുന്നു. നല്ല ആനയായിരുന്നു. പിന്നെ കൊല്ലത്ത് 1ാമത്തെ ആനയില്ലായിരുന്നു. ടിക്കറ്റ് വെച്ച് കാണാമായിരുന്നു. അതെ. അപ്പം പിന്നീട് സുന്ദർ സിംഗ് ആന അവിടെ തന്നെ അതിനെ കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് ഒരു പാർട്ടി പറഞ്ഞ് അതിനെ പണിച്ചോണ്ടിരിക്കുക. അവൻ വേറെ ആർക്കും അതിനെ ഒരുക്കി കൊടുക്കത്തില്ല. അപ്പം അതിൽ ചുമതലക്കാരൻ സുഖാണ്ണം പറഞ്ഞ് എന്നെ വിളിച്ച്. ഞാൻ കർണാടകത്തിൽ നിന്ന് വന്നേ ഉള്ളൂ. മറ്റേ ആനയ്ക്ക് പണിയിപ്പ് കഴിഞ്ഞിട്ട് വീട്ടിൽ വിളിച്ചെന്നെ. നമ്മുടെ ചേട്ടച്ചാർ തമ്പര് വെച്ച് ചേട്ടച്ചാർ കൊടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ മുഴുവൻ കൂപ്പേര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആറാഴ്ച പോയി ചേട്ടൻ കമ്പ് കുറച്ചുകൊണ്ട് വെച്ചേക്കാണ്. അത് കമ്പൊക്കെ പറിച്ച് വെച്ച് മറ്റേനെ കൊണ്ട് അപ്പം ചായക്കടയുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് 6 പുറത്ത് ആന കെട്ടിച്ചിട്ട് അവർ പൊക്കോളാൻ പറഞ്ഞു. ഇന്നും പോകത്തില്ല. ഇന്നും മാറി പാത്തിരിക്കുക. പഴയ ചട്ടക്കരൻ നിന്നാൽ മറ്റേ ഒന്നുകൂടെ ഭേദം ചെയ്യേണ്ടി വരും. അവനെ പറഞ്ഞു വിട്ടു. പിന്നെ പറഞ്ഞു വിട്ടപ്പോൾ അതിൻ്റെ കൂടെ നിന്നവന് ഒരു നുണച്ചട്ടമുണ്ട്. അവനും പോകത്തില്ല. അവനും മാറി. അവനെയും പറഞ്ഞു വിട്ട് ഞാൻ ഈ സൂതൻ എന്ന് പറഞ്ഞാൽ അത് വാനക്കാരനാണ്. കയറി അടിയങ്ങ് പറഞ്ഞു. അടിച്ച് അത് വാറാക്കിയിട്ടുണ്ട്. ഒന്ന് വാറാക്കി മുളൊക്കെ ഉണ്ട്. അടിച്ച് ഇയാളുടെ കൈയെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ വേറെ 2 ആനക്കാരോട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇയാൾ ചോദിച്ച് ഞാൻ അഴിക്കാൻ കൂട്ടോട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് തട്ടി അഴിച്ച് വെള്ളത്തിൽ കൊണ്ട് ചോറും കൊടുത്ത് 20 മണിക്ക് എടുത്തു. അങ്ങനെ സൂതണ്ണെ ഞാൻ പുറത്തിരുന്നുകൊണ്ട് പോയി കൊടുത്തു. ഞാൻ പുറത്തിരിക്കുന്ന സൂതണ്ണെ കമ്പൊടിച്ചിട്ട് അഴിച്ചു വിടാൻ തോട്ടി തന്നെ ഇരിക്കില്ലേ മുള്ളുണ്ട്. അതോ കാണിച്ചാൽ മുള്ളിയിൽ പിടിച്ചാൽ പിടിക്കും. അപ്പം കുഴപ്പമില്ല. അങ്ങനെ അയാൾക്ക് പോയിരിക്കുന്നതാണ്. അങ്ങനെ പിന്നെ വിറ്റ് പോയി. വേറെ വടക്ക് പോയി. അത് നാശമൊക്കെ ഉണ്ട്. ഒരുപാട് നാശമുണ്ടായി. അങ്ങനെയാണ് ഏകദേശം ഒരു 12-13 വർഷത്തോളം ഉളിയനാൾ ഉണ്ടായിരുന്നു. മാറി തിരിഞ്ഞും എല്ലാ ആനയ്ക്കായിട്ട്.
അവരുടെ കമ്പനിയിലായിരുന്നു. ഈ ഇത് വിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പോയി മാറി. അവിടുന്ന് മൊത്തത്തോടെ ആനകളെല്ലാം മാറി മാറി ഈ യാനെല്ലാം വിറ്റ് കഴിഞ്ഞിട്ടും പിന്നെ മുരുകൻ ആനയ്ക്ക് വേറൊരിടത്ത് വിളിച്ചെന്നെ ഞാൻ പോയില്ല. പിന്നെ വേറൊരു പാർട്ടി വിളിച്ചിട്ട് ചോദിച്ചു, ഈ ആനയെ മേടിച്ചപ്പം അയാളെ മോൻ ഗൾഫില്ല, എന്നെ അവിടെ വരച്ച് വർക്കലക്കാരൻ മൃഗേശ്വരനെ അവിടെ ചെന്നു. അപ്പോൾ ഇയാൾ ചോദിക്കുക, എവിടെ വീട്? നമ്മുടെ വീടൊക്കെ എന്നെടുത്താണ് കഥകളൊക്കെ പറയും. അയാൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ മദ്യപിക്കുമോ? ഞാൻ പറയാം, ആനക്കാരെല്ലാം മദ്യപിക്കും, കഞ്ചാവ് അടിക്കുന്നവരും മദ്യപിക്കുന്നവരുണ്ട്, അത് പറയൊരു കഥയില്ലല്ലോ. ഇല്ല. അതിപ്പോൾ നമുക്കിപ്പം മറ്റേക്കത്തെ ആനക്കാരെ ചിലരെ കാണത്തുള്ളൂ. ഈ കഞ്ചാവും ബീഡിയും ഇതൊന്നും വലിക്കാത്ത കുറച്ച് ചുറ്റപ്പേര് കുറേ ഉണ്ട്. ബാക്കി എല്ലാം കഞ്ചാവും എല്ലാം അടിക്കുന്ന മാറ്റാം. ഇയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇയാളാനെ ആർക്കെ പോയി, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ പോയി. അതിന് പിള്ളേരെ ഏൽപ്പിച്ചത് പോയി. ഈ മുരുകനാണ് നല്ല ആനയായിരുന്നു. ഞാൻ പോയി. അവർ രണ്ടും പോയി. പാവപ്പെട്ടവരെ കൽപ്പിക്കണം കാശുണ്ടാക്കി പിടിച്ചത് രണ്ടും പോയി. ഈ പണ്ട് സൗകര്യങ്ങൾ കുറവായിരുന്ന സമയത്ത് ആനകൾക്ക് രോഗങ്ങൾ കുറവായിരുന്നു. ഇപ്പൊ സൗകര്യങ്ങൾ കൂടിയപ്പോൾ രോഗങ്ങളും പല രോഗങ്ങളായി. എന്താണ് ഇതിലെ സത്യാവസ്ഥ? എന്താണ്? അല്ലെങ്കിൽ ആ മാമന്റെ കാഴ്ചപ്പാടിൽ ഇത്രയും ഇപ്പം ഞാൻ പറയാം, അന്നൊക്കെ കൂപ്പുകളിൽ കൊണ്ട് ആന തടി പിടിക്കും, നടത്ത ശരീരത്തിനൊക്കെ വ്യായാമം കിട്ടും, രാവിലെ വൈകിട്ട് കുളിപ്പീരുണ്ട്. ഇപ്പോഴത്തെ ആനകളെന്ന് പറഞ്ഞാൽ തടി പിടിക്കത്തില്ല, ആഹാരം ഇഷ്ടം പോലെ കൊടുക്കുക, എവിടെയെങ്കിലും കെട്ടിയിട്ടേക്കുക, അങ്ങനെ വരുന്ന ആനയ്ക്ക് കൂടുതൽ അസുഖം വരുന്നുണ്ട്. അതുപോലെ തന്നെ പാതിരോഗം, ഒറ്റ തറി വയ്ക്കുമ്പം പാതിരോഗം വരും. പിന്നെ ചില ആനയ്ക്കൊക്കെ നടന്നൊക്കെ കഴിഞ്ഞ് കാട്ടിലൊക്കെ വിടുന്ന ആന പല മരുന്നില്ലേ, കാട്ടിൽ നിന്ന് പല മരുന്നിൻ്റെ ഇത് പറഞ്ഞു പല അതിനും അസുഖമില്ല അന്ന് നമ്മൾ പിന്നെ വേറെ മരുന്നുകളും കൊടുക്കും. ഇതിന് നോവ് അടിക്കുമ്പോഴത്തേക്ക് അതിന് വേറെ മരുന്നുണ്ട്, അത് കൊടുക്കും. പിന്നെ നോവ് വരുമ്പോൾ ചില ആന സ്തംഭിക്കും, അതിന് മരുന്ന് ചെയ്യും, കാച്ചടിക്കും. ഇരണ്ടക്കെട്ട് അന്നൊന്നും ഇരണ്ടക്കെട്ട് വരത്തില്ല, നോവ് വരും ചിലപ്പോൾ നോവ് വരും, ചില ആന സ്തംഭിക്കും. അതൊക്കെ അന്നേരം എന്നുവെച്ചാൽ ചില ആനയ്ക്ക് സ്തംഭിക്കുന്ന പറയാൻ, ചില ആന ഈ ശ്വാസം അടച്ചുള്ള മരം പിടുത്തം പിടിക്കും. കയറ്റം പിടിക്കുമ്പോഴേ മക്ക മേപ്പോട്ട് മെയ്ക്ക് പിടിച്ച് കയറിപ്പോയില്ലേ, ഇപ്പം ശ്വാസം അടയ്ക്കുകയാണ്. അപ്പം അതാ വായു. ചില ആന ഓന്നാക്കും വായു, ചില ആനയ്ക്ക് കാണത്തില്ല, ചില ആനയ്ക്ക് കാണും. അത് അറന്നൊക്കെ അത് അവർ മരുന്ന് അപ്പോഴേ ഉണ്ടാക്കും. ഇത് വരായി മാറും, മരുന്നുണ്ടാക്കുക, കൊടുക്കുക, മാറും. ഇപ്പോഴത്തെ ആനയ്ക്ക് അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ ആനയ്ക്കെന്ന് പറഞ്ഞാൽ അന്ന് ഒരാനയ്ക്ക് കോലില്ല. ഇന്ന് എവിടെ നോക്കിയാലും വടക്കോട്ട് പോയാൽ ആനയ്ക്ക് കോലില്ലേ ഉള്ളൂ. അന്ന് ചെറിയമ്പ് തോട്ടി, അല്ല വേറെ പ്രയോഗമില്ല. ഇന്ന് ഇപ്പം വടക്കോട്ട് ചെന്നാൽ എല്ലാവൻ്റെ ഓരോ കോല. അന്നൊക്കെ കോലുമില്ല, കീലുമില്ല, എല്ലാം കാട്ടിലെ പണിയാൻ കൂടി. ഇന്ന് തന്നെ വടക്കോട്ടുള്ള ആനക്കാർക്ക് ഒരാനെ പണിക്കാറിയിട്ടില്ല. ഒരാന കൂടുതൽ ഉത്സവങ്ങളും പണിക്കാറിയില്ല, ഒരു വക്കോട്ടാർ. പിന്നെ അപ്പം അറിയുന്നവരുണ്ട്, കുറേ പഴയ ആനക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അറിയാം. ആന പണിക്കാനറിയാം, വക്കോട്ടാനറിയാം, വക്ക ഇടാനും അറിയുന്നവരുണ്ട് വടക്കോട്ട്. അതായത് ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പം പഴയ ആനക്കാരിൽ ഒരുപാട് പേര് പോയി. ഇപ്പം അങ്ങനെ ആരും ഇല്ല പഴയ ആനക്കാരെന്ന് പറയാനായിട്ട്. ഇവിടെ കൊല്ലസൈഡി അങ്ങനെ ആരുമില്ല. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഒരു വക്ക ഇങ്ങനെ ഈ റോപ്പ് അടിച്ചിട്ട് മടക്കി ഉണ്ടാകും. മറ്റേ വക്കയുടെ അറിയാം. അത് ഒരു നോവ് വന്നാൽ അറിയത്തില്ല, ഇതൊന്നും അറിയാത്ത പിള്ളേർ. പിന്നെ ഇത് ഉടസന്മാരെ ചിലന്മാരെ കൊടുക്കും, കൊമ്പിൽ പിടിച്ച് പരിപാടി അയക്കാൻ വേണ്ടി. അപ്പോൾ പൈസ കുറച്ച് കൊടുത്താൽ ചില മുതലാളികാർ നല്ല തൊഴിലറിയാവുന്നവരും നല്ല ആന നോക്കുന്നവർക്കും കൊടുക്കത്തില്ല. അല്ലാത്തവർക്ക് ഈ ആനകളെ ഈ പിള്ളേർ സെറ്റിന് പൈസ കൊടുക്കണ്ടല്ലോ. 100, 300, 400 ചിലവാശി കൊടുത്താൽ ഉള്ള പനയും കൈയും കിട്ടും, മരത്തിലും കയറിക്കോളും, വന്ന് കിടന്നോളും. അതാ പരിപാടി. എവിടെല്ലാം ഉണ്ടെന്ന്. അങ്ങനെ തന്നെ ചില തടത്തവിടക്കാരെന്ന് അവരൊക്കെ ഡീസൻ്റ്, അവരൊക്കെ ആനക്കാർക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പം സായിയുടെ അവിടെ ഞാനും പോയിരുന്നു 2 കാലത്ത്. അവിടെ നോണയെ കോരി ഞാൻ കളഞ്ഞിട്ട്. സായി അമ്പലത്തും കുഴപ്പമില്ല, വലിയ കാര്യമായിരുന്നു.
സവാരിക്ക് പോയി ആ പിടിയാനെ കൊണ്ടിരുന്നു. അത് കണ്ണൊന്നും കാണില്ല, അങ്ങനെ പിടിച്ചോണ്ട് പോകണം. അവിടെ നിന്ന് 3 ആഴ്ച അവിടെ ശരി അപ്പോഴേ വെച്ച് കിട്ടി. പിന്നെ മാമ്പിയോട് വന്നു. ഇപ്പം ഈ എന്താ പറയണ്ടേ, ഇപ്പോഴത്തെ ഉത്സവങ്ങൾ എണ്ണം കൂടുതലാണ്. ഒരാന ഒരു സീസണിൽ ഒരു 100 പരിപാടി, ചില ആന 100 എടുക്കും, ചിലത് 80 പരിപാടി, 70 പരിപാടിയൊക്കെ എടുക്കുന്ന 40 എടുക്കുന്നവർ, 30 എടുക്കുന്നവരുണ്ട്. ചിലപ്പം 10 പരിപാടി എടുത്തിട്ടുണ്ട് കെട്ടുന്ന ആനയുണ്ട്. ഞാൻ 10 പരിപാടി കഴിയുമ്പം ചില ആനയ്ക്ക് ഒഴിക്കും, കൊണ്ട് കെട്ടും. പിന്നെന്താ ചെയ്യും, അവരെ കയറ്റില്ല, കൊണ്ട് കെട്ടും. ഈ ഉത്സവങ്ങളുടെ അല്ലെങ്കിൽ എഴുന്നള്ളിപ്പുകളുടെ എണ്ണം കൂടുന്നത് ആനകൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് ഒരു അഭിപ്രായം മാമനുണ്ടോ? ഉണ്ട്. ഈ ആനകൾ കൂടുന്നതേ ഈ പാരമുള്ള ആനകളും പാരമില്ലാത്ത ആനകളും എല്ലാം ഒരേ ഇതിലല്ലേ പോകുന്നത്. ഈ പാരമുള്ള ആനകൾ അത് ചവിട്ടുമ്പോൾ ഈ ആനയ്ക്ക് പാരം കൂടും, പാരമാകും. പാരമില്ലാത്ത ആനയും അത് അതിൻ്റെ പഴയ തറയിൽ കൊണ്ട് കിട്ടിയാലും പാരമാകും. അതാ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ചില ആനകൾക്ക് എങ്ങനെ നോക്കിയാലും പാരകം മാറത്തില്ല. ഒരുപാട് ആനയ്ക്കുണ്ട്. അത് മേപ്പോട്ട് കയറി ദേശം വന്നിട്ട് പഴുക്കും. അത് പഴുത്ത് മേപ്പോട്ട് കയറും. അങ്ങനെയൊക്കെയുള്ള ആനകൾ പോകുന്നു. അല്ല ഫസ്റ്റിനെ മരുന്ന് ചെയ്ത് റെഡിയാക്കണം. ചിലർ വിചാരിക്കും കുഴപ്പം. ചില ആനക്കാർ വൃത്തിയായിട്ട് നോക്കും, തേച്ച് കഴുകി മരുന്നും മന്ത്രമൊക്കെ വയ്ക്കും. ചില പോട്ടെ. ഈ ചില ആനക്കാർ നമുക്കെന്തുവാ, എവിടെയെങ്കിലും പോകണം, 10 രൂപ വേണം, കൊണ്ട് കെട്ടും. ചള്ളക്കകത്ത് എവിടെയെങ്കിലും കൊണ്ട് കെട്ടിട്ട് അമ്മമാർ പോകും. ഇപ്പോഴത്തെ ഈ തറി എന്ന് പറഞ്ഞ സംവിധാനത്തോട് മാമൻ എതിർപ്പാണോ യോജിപ്പാണോ? തറി എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ സിമെന്റ് ഇടുന്ന തറി ശരിയല്ല. അല്ലാത്ത മണ്ണിട്ടുള്ള തറി വേണം. തറിയാണ് വൃത്തി. വലിയ കല്ലിൽ കാണരുത്. അല്ലാതെയുള്ള മണ്ണിട്ട് മണലിട്ട് കൊടുക്കണം. മണൽ നിരത്തിയിട്ട് കൊടുക്കണം. അത് പിന്നെ ഭാര്യ അങ്ങോട്ട് ഇങ്ങനെ പിന്നെ തട്ടിക്കൂട്ടിയിരുന്നു. അധികം പിന്നെ ഈ ചപ്പുണ്ടല്ലോ, ഈ തിന്ന വേസ്റ്റൊക്കെ അല്ലിയെല്ലാം കൂടി ഇടും. തല വയ്ക്കാനും കാരണം ഒന്നും പറ്റാതിരിക്കാൻ, കിടക്കത്തഴുമ്പും പറ്റാതിരിക്കാൻ ചെയ്യും. നമ്മൾ കഴിക്കുന്ന വേസ്റ്റ് നമ്മൾ അതിൻ്റെ അല്ലിയെല്ലാം കൂടെ കൂടി ഈ ഓലയാലും ശരി ചീച്ചി ഇട്ടേക്കണം. അത് കുറച്ചാൾ കഴിയുമ്പോൾ വാരിക്കളയണം. അത് വാരിക്കളയാൻ പിന്നെ അത് അവിടെ ഇതാകും. ഒരു 2 ആഴ്ച ഇടാം, പിന്നെ വാരിക്കളയൻ്റെ അടുത്ത് അതുകൂടെ ചെയ്യണം. അത് ഈ ആനകളുടെ കണ്ണും ഈ പക്കത്തഴമ്പ്, ഈ കിടക്കത്തഴമ്പ് ഇതൊക്കെ പോയിരിക്കാൻ വേണ്ടി അത്. അല്ലാതെ സിമെന്റ് ഇടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ആനക്കാർക്ക് സിമെന്റിനെ കൊണ്ട് കെട്ടാം, മണ്ണ് വാരിയിടത്തില്ല, അവിടെ കിടക്കും. പക്ഷേ ചിലപ്പം കിടന്ന് നിരങ്ങുമ്പം ഇവിടുത്തെ തൊലി പോകും. ചിലപ്പോൾ കിടക്കത്തഴമ്പില്ല പോവും. അപ്പം ആനൻ്റെ ഉറക്കത്തിലൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അങ്ങനെ പോകും. പിന്നെ ചില ആനകളൊക്കെ എങ്ങനെയാലും പറ്റും. എന്നുവെച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് കെട്ടും. അവർ ചിലർ നോക്കത്തില്ല, നല്ല വൃത്തിയാന്ന് വിചാരിച്ച് കൊണ്ട് കിട്ടും. ചിലപ്പോൾ കല്ലൊക്കെ കാണും. ഞാനെല്ലാം ഉറക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അങ്ങ് കിടക്കും. അത് തന്നെ അപ്രധാനപ്പെട്ടായിരുന്നു. അത് കിടക്കും. കിടന്നു കഴിയുമ്പോഴത്തേക്കാണ് ഈ കൊണ്ട് കഴിയുമ്പം നിരങ്ങും. അങ്ങനെയൊക്കെ പറ്റും. പിന്നല്ലാതെ നമ്മളിപ്പം ഈ സിമെന്റ് ഇറന്ന് വെച്ചാൽ ഇപ്പം എളുപ്പമുണ്ട്, ആനക്കാർക്ക് എളുപ്പമുണ്ട്. ഓരോ പരിപാടിയാണെങ്കിൽ കൊണ്ട് കെട്ടാം. പക്ഷെ അതിനുള്ള ദോഷമുണ്ട്. ഈ പായറുള്ള ആന നിർത്താൻ പാടില്ല. സിമെന്റ് തറിയിൽ ഇന്നൂടെ കൂടും. ഇത് മണ്ണാ പറ്റിയത്. പായറുള്ള ആണെങ്കിൽ അത് മണ്ണ് ഇട്ട് കൊടുക്കണം. എല്ലാം ക്ലിയറാക്കിയിട്ട് മരുന്ന് വെച്ചിട്ട് നിർത്തിയേക്കാം. ഈ ആഹാര ശൃംഖലയിലേക്ക് വരുമ്പോൾ, ആനകളുടെ ആഹാര ശൃംഖലയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പനങ്കയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ദോഷമല്ലേ? പനങ്കൈ പണ്ടൊക്കെ പനങ്കൈ ഉടുപ്പില്ല. ഈ ഓല, ഈ കൈത ഉണ്ടല്ലോ, കൈത അത് അരങ്ങിട്ട് അതിൻ്റെ തണ്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കും. അത് നല്ല ഇതാണ്. പിന്നെ ഉണക്കാലത്ത് വാഴപ്പിണ്ടി ഇതൊക്കെ കൊടുക്കും. ഇപ്പോഴാ പനക്കൈ പോട്ട ഇറക്കി കൊടുക്കുക. അന്ന് പോട്ടയും കിട്ടൊന്നും ഇറക്കത്തില്ല. പനക്കൈ അന്ന് കണ്ടിട്ടില്ല. ഇപ്പോഴാ പനക്കൈയൊക്കെ കുറച്ചാൾ മുമ്പ് ഓട്ട ഇറക്കി വിട്ടും. അല്ല പനക്കൈ ഇല്ല. അന്നൊക്കെ വേറെ ഓല. അന്ന് കൂപ്പില്ല സ്ഥിരം.
പിന്നെ ഇങ്ങോട്ടായ പനം കയ്യും ഒക്കെ ആയി. പക്ഷെ അതിനേക്കാളും നല്ല ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ഒന്ന് പനയുടെ ചോറ്, തടിക്കാത്ത ചോറ് അത് കൊള്ളാം. അത് കൊള്ളാം. ഉം. തടിയുടെ ചെവിട് മണ്ട കൊടുക്കരുത്. ഉം. മണ്ട മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ ചെവിട് ഒരു ഭാഗം വരെ ഉണ്ട്, അത് കൊടുക്കാം. മണ്ട മേപ്പോട്ട് പോയാൽ എരണ്ടക്കെട്ടുണ്ടാവും, അടുത്ത കടിച്ചു പിടിച്ച് തിന്നുമ്പോഴേ അത് നാര് കണക്കിരിക്കുക. അത് ചില ആന വിഴുങ്ങും, 2 കടി കഴിക്കാൻ വിഴുങ്ങും. അത് എരണ്ടക്കെട്ടുണ്ടാവും. ഈ എരണ്ടക്കെട്ട് എന്ന് പറയുന്ന അസുഖം കൂടുതലും വരുന്നത് നമ്മുടെ ആഹാരം കൊടുക്കുന്നതിൽ വരുന്ന ആഹാരം കൊടുക്കുന്നതിലുണ്ടാവുന്ന. കാട്ടിക്കിടക്കുന്ന ആനയ്ക്ക് എരണ്ടക്കെട്ടില്ല. ഇല്ല ഇല്ല, അതെല്ലാ സാധനം നിന്ന് പോകും. അതിന് ഒരു എരണ്ടക്കെട്ടും ഇല്ല. അത് നമ്മൾ കൂപ്പി പണിക്ക് വന്നാണ് കാട്ടി വിടില്ല, അതിനും എരണ്ടക്കെട്ടില്ല. പല കാട്ടി വിടുകയില്ലേ. പിന്നെ ചിലയിടത്ത് ഓല ഇറക്കുക, വെച്ച് കെട്ടുക, പണം കയ്യില്ല. പിന്നെ ഈ തഴയുണ്ടല്ലോ, അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും, അവിടെ പണിയും പച്ചമുള ഇതാ. അല്ലാതെ ഇപ്പോഴായി പോട്ടയിറക്കി കൊടുപ്പും പനം കൈ ഉടുപ്പും ഒക്കെ. അന്നിതേ ഉള്ള പരിപാടി. ഉണക്ക കാലത്തൊക്കെ ആണെങ്കിൽ വാഴപ്പിണ്ടിയൊക്കെ ഉണ്ടാക്കി വെട്ടിയിട്ട് കൊടുക്കും, ചൂടാതെ അല്ല. പിന്നെ കൂപ്പിക്കുമ്പോൾ ഈ അതമ്പെന്നും പറഞ്ഞ സൈസ് വലിയുണ്ട്. അതമ്പ് അത് ഈ വണ്ണം കാണും, അത് ഇത്ര ചെയ്ത് നീളച്ച് മുറിച്ച് അങ്ങ് ഇട്ട് കൊടുക്കും. നല്ലത്. അത് വൃത്തിയായിട്ട് ചവച്ച് തിന്നും, നല്ല ഇതാത്. അത് ഗുണമുള്ളതാണ്. ഇപ്പം അതൊന്നും ഇവിടെ ഇത് കാണാൻ പോലില്ല. ഇപ്പോൾ ആണെങ്കിൽ അറിയത്തുമില്ല. നാടനാണിക്കൊക്കെ അറിയാം. എന്താ അറിയാം, സ്വന്തമായിട്ട് അത് പറിച്ച് കഴിക്കും. അത് ചെറിയ വള്ളിയൊക്കെ പറിച്ച് കടിച്ച് മുറിച്ച് അരച്ച് തിന്നു. പല്ലിനരോ ഇല്ലാതെ തിന്നതില്ല. ഈ കൂപ്പി പോകുമ്പോൾ ഈ വക്ക നാരാണെങ്കിൽ പല്ലിന് കേടില്ല. ഈ പ്ലാസ്റ്റിക് ആകുമ്പോഴേ എപ്പോഴും കേടാ പല്ല്, തേയ്മാന. അങ്ങനെ ഒരുപാട് ആനയ്ക്കിപ്പം വന്നിട്ടുണ്ട്. പല്ല് പണിയാനയ്ക്കും. പണിയാത്ത ആനയ്ക്കെന്ന് പറയാൻ ചില ആനയ്ക്കൊക്കെ പ്രായമാകുമ്പം പല്ലിന് അറിവാണ്, മനുഷ്യൻ്റെ കണക്ക്. ഇപ്പം നാണ്ട ഓമൻ്റെയൊക്കെ മണിയെണ്ണാനയ്ക്കും അതിനും വയസ്സത്തിലുണ്ട്. അതിനിപ്പോൾ എരണ്ടക്കെട്ടില്ലേ എന്ന് പറഞ്ഞാണ്ടൊക്കെ ഓരോ ആനയ്ക്ക് ഇങ്ങനെ വരും. ഇത് മുൻകെട്ടുണ്ട്, ഇടക്കെട്ടുണ്ട്, പുറക്കെട്ടുണ്ട്. മുൻകെട്ട് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ. അല്ല ഡോക്ടർ ചിലപ്പം ഡോക്ടർമാർ നോമിച്ചാൽ ചില നടക്കാൻ പാടാ. അന്നൊന്നും ഡോക്ടർമാരില്ല, ആനക്കാർ തന്നെ ചെയ്യുന്നത്. അന്ന് മുൻകെട്ട് വരത്തില്ല. അതോ വന്നാൽ പുറയിലുള്ള എരണ്ടക്കെട്ട് വരും. അത് കയ്യും ഒക്കെ ഇട്ട് വലിച്ച് കളഞ്ഞ് കൂട്ടിച്ചു കൊടുക്കും. ഇടയ്ക്ക് വന്നാലും പാടാ. അത് ഡോക്ടർമാരൊക്കെ വന്ന് ട്രിപ്പോ കയറ്റി ചിലപ്പം ചാടും, ചിലപ്പം ചാടത്തില്ല പോകും. അന്ന് ആനക്ക് ഇഞ്ചക്ഷൻ വെപ്പില്ല, ഇത് കുത്തിവെപ്പില്ല, ഒന്നുമില്ല. ഇപ്പം ട്രിപ്പ് കുത്തി വിടുക, എന്തെല്ലാം പരിപാടി. അന്നൊന്നും ഇല്ല. ഈ ആനകൾക്ക് ഓരോ പ്രായത്തിലും ഓരോ ആഹാരക്രമം വേണമെന്നുള്ള എന്നുവെച്ചാൽ ഈ പ്രായം കുറഞ്ഞ ആനക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഏത് കൊടുത്താലും തിന്നാൽ ദഹിക്കും. പ്രായം കൂടി വരുമ്പോൾ ദഹിക്കാൻ വരും. മനസ്സിലാണൊക്കെ ദഹിക്കാതെ അതൊക്കെ അനുസരിച്ചുള്ള തീറ്റ കൊടുക്കാവൂ. എന്നുവെച്ചാൽ വാരി വലിച്ചിട്ട് കൊടുക്കരുത്. ജില്ല വെപ്രാളത്തിന് വാരി വലിക്കുന്നു. ഇത് കുറേശ്ശെ ഇട്ടിടും, കുറേശ്ശെ ആകുമ്പോഴത്തേക്ക് ഇതാകും, ദഹനം വരും. ഇപ്പോഴാണെങ്കിൽ പൊടി, രസവർണം പൊടി എന്ന് പറഞ്ഞാൽ അത് ഈ പ്രായമുള്ള ആനക്കൊക്കെ വരുമ്പോഴത്തേക്ക് 2 ദിവസം കഴിയുമ്പോഴൊക്കെ കുറേശ്ശെ കൊടുക്കണം. എന്താ പറയാ, എപ്പോഴും ഇത് കേടില്ല. ഇതാ അഷ്ടവർണം പൊടി ചോറിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ചില ചോറില്ല, ചില വാട്ടി കൊടുത്താൽ അത് തിന്നോളൂ. ചില ആനയാണ്. ചില ചോറിനകത്ത് കൊണ്ട് കൊടുക്കും. പിന്നെ വിരക്ക്, അന്ന് വിരക്കൊന്നും മരുന്നില്ല. ഇപ്പോഴാണ് വിരക്ക് മരുന്ന്. അന്ന് വിരയെങ്കിലൊന്നും ഇല്ല, അങ്ങ് പോകും. ഇപ്പം വിര എന്തെല്ലാം മരുന്നുകളാണ്. ഈ നമ്മുടെ എന്താണ് കൂപ്പുകളിലെ കഥകൾ നമ്മൾ കുറേ പറഞ്ഞു. ഈ ഉത്സവപ്പറമ്പുകളിൽ എങ്ങനെയായിരുന്നു? നമ്മൾ ഏറ്റവും കൂടുതൽ പണിക്കാണ് മോളി കയറിയിട്ടുള്ളത്. ഉത്സവപ്പറമ്പുകളിലെ കുട്ടമാമന്റെ ആ ഒരു സാഹചര്യം. ഉത്സവപ്പറമ്പ് പോയാലേ ഇപ്പം ആനകളെല്ലാം ഓരോ നേർച്ചക്കാരായിരിക്കും, ചിലപ്പോൾ അമ്പലം വകയായിരിക്കും. അവർ ചിലയിടത്ത് ഇതിന് ആഹാരം ചോറ് കാണും, കരിപ്പൊട്ടി ചോറ്. പിന്നെ ആനയ്ക്ക് ഓലയെങ്കിൽ ഓല. അന്ന് ഇപ്പോഴും പനം കഴിയും,
അവർ വരട്ടെ 20-15 വരട്ടെ. ആനയ്ക്ക് ചിലർ അവിൽ വരട്ടെ, ചിലർ പറയും ചോറ് വേണ്ട. ചില ആനയ്ക്ക് ചോറ് കൊടുത്താൽ കുഴപ്പമാണ്. ഇപ്പോഴും ചെറിയ കോട് വീഴും, അതുകൊണ്ട് കൊടുക്കുന്നത്. പിന്നെ പഴം ഓവറായിട്ട് കൊടുക്കുക. ചോറിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഈ കൂട് കൊള്ളുക പറഞ്ഞാൽ? ചോറ് തിന്നുമ്പോഴത്തേക്കാണ് ഒന്നുകൂടെ ഇതാവില്ലേ, ചോറ് ഡെയിലി തിന്നോണ്ടിരിക്കുമ്പോൾ ഇതാവും. പിന്നെ ചിലർ അവില് കൊടുക്കും, ചിലർ അവില് കൊടുക്കുക. ഈ നല്ല ആരോഗ്യമുള്ളതാണെങ്കിലൊന്നും കൊടുക്കുന്നില്ല. ഇനി അവരെ പരിപാടി വായിക്കണ്ടേ? പരിപാടി മുടക്കി കഴിഞ്ഞാൽ പിന്നെ ഉടനെ പറയില്ല അവൻ അങ്ങനെ ഇങ്ങനെ. അവൻ പറയാം അവില് വേണ്ട, പഴം കൂടുതൽ കൊടുക്കുന്നില്ല, 2-3 പഴം കൊടുക്കും. പിന്നെ കൂടുതൽ കൊടുത്താൽ ഉറക്കൊഴിഞ്ഞാൽ ആനയ്ക്ക് ദഹിക്കാതെ വരും. ഇതെല്ലാം കൂടെ ചെല്ലുമ്പോൾ അങ്ങനെ നാട്ടിൻപുറത്തെ പരിപാടി കുഴപ്പമില്ല. പരിപാടി ചെയ്തെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരു അമ്പലത്തിൽ ചിലപ്പോൾ 20 ആന 15 ആന കാണും. 15 ആന എന്ന് പറഞ്ഞാൽ അത് പല ഇതല്ലേ, കമ്മിറ്റിക്കാരും അവിടെ എടുത്തമ്പറ അവിടെ എടുത്തും, ഇവിടെ എടുത്തമ്പറ ഇവിടെ എടുത്തും, അങ്ങോട്ട് പോകണവരെ അങ്ങോട്ട് പോകണം, പലയിടത്തും പോകണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിലപ്പം നമുക്ക് തന്നെ ഉറക്കൊഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, ആനയ്ക്കും വരും. ചില ആന ഉറക്കൊഴിഞ്ഞ് കഴിയും. അങ്ങനെ ചില ആനകൾ ഉറക്കൊഴിഞ്ഞ് കഴിക്കുമ്പോൾ ആനക്കാരൻ കയറി ചെല്ലുമ്പോൾ കൊമ്പിനടിയും തള്ളിയിടും കുത്തുന്നതൊക്കെ. അങ്ങനെ ഒരുപാട് അവസ്ഥകളുണ്ടാകും. ഈ പണിക്ക് വന്ന ആനയ്ക്ക് അങ്ങനെ വരത്തില്ല. ഈ പരിപാടിക്ക് വന്ന ആനയ്ക്കാണ് കൂടുതൽ സംഭവങ്ങൾ. ആന ഉറക്കൊഴിഞ്ഞ് കഴിക്കുക 10-15 ദിവസം ഒരുപോലെ നിൽക്കില്ലേ. അന്ന് നടത്തേ, ഇന്ന് വണ്ടിയിലാണ് പോകുന്നത്, ഇന്ന് വണ്ടിയിൽ അന്ന് നടക്കുമ്പോഴത്തേക്ക് ആനയ്ക്കെന്ന് ഉറക്കം. ചിലപ്പോൾ ആനക്കാരെ എവിടെയെങ്കിലും കിടത്തിയിട്ടൊക്കെ പോകും. ചിലപ്പം ചെല്ലുന്ന പോലീസിന് പറയെടുപ്പായിരിക്കും ചില ആനയ്ക്ക് വൈകിട്ട് കാണുന്നുള്ളൂ. ഇന്നിപ്പം അങ്ങനെയല്ല. ഇന്നിപ്പം എങ്ങോട്ട് ചെന്നാലും ഒരു 3 മണിക്ക് കെട്ടണം, 2 മണിക്ക് കെട്ടണം. ഇപ്പം നടക്കണം. പിന്നെ വൈകിട്ട് ചിലപ്പം 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആനേ അപ്പോൾ തലക്കെട്ടഴിക്കുക, അടുത്ത റൂട്ടിൽ പോകും. നമ്മൾ ഒരു ലിസ്റ്റ് തരും മലയാളിമാർ, ഇന്ന റൂട്ട് ഇന്നടുത്താണ്. നമുക്കറിയാം നമ്മൾ ആ റൂട്ട് തിരക്കി പിടിച്ചു 10, 40, 20 കിലോമീറ്റർ നടക്കാൻ കഴിയും. 40 കിലോമീറ്റർ നടന്നുണ്ട്. നടക്കാത്ത പാട് കിട്ടും നമ്മൾ. ചിലപ്പോൾ നേരം വെളുക്കുക അവിടെ ചെല്ലും, നമുക്ക് പോലും ഉറങ്ങാക്കൂല, അതിനും ഉറങ്ങാക്കൂല. ചില ആന പോയാൽ എവിടെയെങ്കിലും കെട്ടിയിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് വിട്ടുപോവാം. ചില ആനയ്ക്ക് കരയും, ചില ആനയ്ക്ക് കഴിഞ്ഞു കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര ആനക്കാരും അതുപോലെ. ഈ രാത്രി പോകുമ്പം ഈ റിഫ്ലക്റ്റ് ഇട്ട് പോയില്ലെങ്കിൽ വണ്ടിക്കാരെ പിടിക്കുന്നത്. വണ്ടി കൊണ്ട് ഇവനൊക്കെ ഉറക്കൊഴിഞ്ഞ് ഇടി തെറിപ്പിച്ചിട്ടൊക്കെ പോകും. ആനയ്ക്കും കിട്ടും. എത്ര ആന കടി വെച്ചിരിക്കുന്നു. എന്നെ അടിച്ചില്ലേ ഈ മുരുകൻ പാരിപ്പള്ളി വെച്ച്. ഈ മുരുകനാനെ കൊണ്ടുപോയപ്പോൾ പരിപാടി കഴിഞ്ഞ് വരുവാൻ മൈനായിട്ട് പോകണം. എനിക്ക് പാരിപ്പള്ളി ആകുമ്പോൾ ഒരു ജീപ്പ് കൊണ്ട് എന്നെ തട്ടി ആനയും തട്ടി. ഞാൻ തെറിച്ചു എണ്ണിക്കാൻ പോയത് ഈ സൈഡ് വരെ പമ്പർ രാത്രി പുറത്തൊരു ചെറുക്കം നിൽപ്പുണ്ട്. അവൻ കടന്ന് വിളിച്ചു പോയി. ഒരു ബൈക്കാരൻ വന്ന് അവനെ കൂടെ പിടിച്ച് അവനെ കൊണ്ടുവന്നു. അപ്പം മുതലാളി വരെയൊക്കെ വന്നു, ചെറുക്കാനെ കിട്ടി. പിന്നെ ഞാൻ ഒരാഴ്ചയോളം ആയി പിന്നെ എത്ര പേർക്ക് എത്ര ചത്ത്. ആ കൊല്ലസൈഡ് ഒരുപാട് ആനക്കടി എത്തുന്നുണ്ട് വണ്ടി ഇടിച്ച്. രാത്രി വരുന്ന വണ്ടി ഇടിച്ചിട്ടിടുക നമ്പർ പോലും കിട്ടത്തില്ല. അങ്ങ് പോവില്ലേ അവന്മാർ. അന്ന് ഇത് കൂട്ട് CCTV കാര്യങ്ങളോ ഒന്നും നമുക്ക് അന്ന് മൊബൈലൊന്നും ഇല്ല. അന്ന് മൊബൈലൊന്നും ഇല്ല. വലിയ മൊബൈലൊക്കെ ആയത്. ഇപ്പം എന്താ വേണോ എവിടെ നോക്കിയാലും TV ഇതുണ്ട്. എപ്പോൾ ക്യാമറയൊക്കെ ഉണ്ട്. അന്ന് ക്യാമറയൊന്നും ഇല്ല. അങ്ങ് പൊക്കോണം. അന്നൊക്കെ ഈ ഒരു പരിപാടിക്ക് പോയ ഉടമസ്ഥന്മാർക്കൊക്കെ തുച്ഛമായി അറിയുള്ളൂ. ഇപ്പോഴാ 60,000, 80,000, 1 ലക്ഷം, 3 ലക്ഷമൊക്കെ കിട്ടുന്നത്. അന്ന് 10, 15, 20 അതിൽ കൂടുതൽ ഇല്ല. 15 ഇല്ല, 10 രൂപയൊക്കെ ഉള്ളൂ. അന്ന് ആനക്കാർക്കൊക്കെ വാറ്റക്കാശ് 500 രൂപ, അന്ന് 300 രൂപ, 500 രൂപയൊക്കെ. ഇന്ന് 4,000, 5,000, 6,000, 7,000 ഒക്കെ ആയി. അതിൽ കൂടുതൽ മേടിക്കുന്നവരും. അതാ പിന്നെ 20,000, 25,000 മേടിക്കുന്നവരുണ്ട്. അതിനായിട്ട് ചില ആനക്കാർക്ക് ഒരു ബന്ധമുണ്ട്. എന്നുവെച്ചാൽ ഏത് പഴക്കമുള്ള ആനയാണ് ചില ആനക്കാർക്ക് പക്ക സീറ്റ്. ഏത് ആനെന്ന് പറയുന്നത് ചിലർ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് നിൽക്കുന്നത് മണ്ണ് വാരിച്ചു ചില ആന. ആ പരിസരത്ത് കയറത്തില്ല. ചില ആനകൾക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെ വാരിച്ചു. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആന അത് വഴിപാടാണ്. മാമനെ സംബന്ധിച്ചോളം മാമനെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യമുള്ള ആന എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആന ഓർമ്മയുണ്ടോ?
എന്നെ കാണുമ്പോൾ കലിയുള്ള ആനയുണ്ട്. ആ അത് പോയി ചത്തുപോയത്. ഏതായിരുന്നു ആന ഏതായിരുന്നു? അതുകൊണ്ടുള്ള പ്രകാശിൻ്റെ ഒരാനുണ്ടായിരുന്നു. അപ്പുവാന ഏഷ്യാടെ അപ്പു എന്ന് പറയും. അത് ഏഷ്യാടെ അപ്പു എന്ന് പറഞ്ഞാൽ മേക്ക് മുമ്പോട്ട് പോകാൻ മേക്ക് മുമ്പോട്ട് പോകാൻ ആ പുറകിലേക്ക് ചോറ് വാരി കൊടുക്കാൻ ഒക്കില്ല. ചോറ് വാരി കൊടുത്താൽ അപ്പോഴേ അടിച്ച് കളയും. ലാസ്റ്റ് ഉള്ളിലേക്ക് അടിച്ചാൽ കളയും അവന്. കൈ കെട്ടാ കൊല്ലും. ആളിച്ചിരി ഉള്ളാണ് ഏഷ്യാടെ അപ്പു എന്ന് പറയും. അതിനെ കൊടൈക്കനാലിട്ട് കുറേ പണി പണിഞ്ഞു. അത് പക്ഷേ ഞാൻ ലൈനിലൂടെ പോകുമ്പോൾ മണ്ണ് വാരി തിന്നത്. പുറത്തൊരു കുഴപ്പമില്ല. ഇല്ല, പുറത്ത് അലക്കും അടിച്ച് ഊരക്കളയും. എന്നെ കളഞ്ഞിട്ടില്ല. ഞാൻ കൂടുതൽ വേറ്റയും ചെയ്തില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ നോക്കും. ലൈനിൽ പോകുമ്പോൾ മണ്ണ് വാരിച്ച് ഭയങ്കര വിഷയം. അടുത്ത മരം കൊണ്ട് ചാടി കുത്തും. അത്ര കരിയ നമ്മളെ കാണുന്നിടത്ത് ദേഷ്യോ. പിന്നെ വേറൊരു ആന ഉണ്ടായിരുന്നു ഇവർക്കുള്ള കാട്ടാക്കട രഘുവാന. രഘു അത് നല്ല ക്ലിയറായിരുന്നു. അതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല കണ്ടീഷൻ. ഒരുമാതിരിപ്പെട്ട ആ സമയത്തുള്ള നാടനാനുള്ള മാവന് സീറ്റിംഗ് ഒരുപാട്. ഞാൻ എത്ര ആന പണി കൊല്ലം ജില്ല തിരകെ പറയും. ഞാൻ ആന പണിച്ചിട്ടുള്ള എത്ര ആന പണി എനിക്ക് തന്നെ അറിയാൻ പറ്റും. എത്ര ആന പണിക്കുന്നു പണിച്ച് പറയാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ അന്നൊക്കെ വെയിലെന്ന് പറഞ്ഞാൽ പൊളിയുന്ന വെയിലാണ്. രാവിലെ കയറിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇറങ്ങാൻ നോക്കും. വെയിലുകൊണ്ട് പൊളിഞ്ഞു പോകും. പിന്നെ 1 മണിക്കൂർ റെസ്റ്റുണ്ട്. പിന്നെയും കയറിക്കണം. കൂപ്പ് മൊത്തം വെട്ടി തെളിക്കുകയും ഭയങ്കര വെയിലാണ്. മേളി വരെ കൊണ്ടുപോകും. ചില ആനക്കാരൊക്കെ മടുത്തു പോകും. ഈ തടിപ്പണിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതി എങ്ങനെയാണ്? നമ്മൾ തടിയെടുക്കുന്നു, രാട്ട് വെക്കുന്നു, അങ്ങനെയുള്ള ഉണ്ട്. അതിപ്പം കൂപ്പി നിറക്കി കൊണ്ടുവരുമ്പോഴേ നമ്മൾ ഒരു തടി ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് പൊക്കി വയ്ക്കും. ലോഡ് നിറക്കി വെച്ചാൽ അത് നിറച്ചെറിയാൻ വെച്ച് കൊടുക്കും. വെച്ചിട്ട് അത് പിന്നെ ലോഡ് കയറ്റും. വലിയ മരമൊക്കെ ആണെങ്കിൽ ആനയും കൂടെ സഹായിച്ചു ലോഡ് കയറും. ആ ഡിപ്പോ പോയാൽ ഈ ഡിപ്പോ എന്ന് പറയും ഈ സർക്കാരിന് അവിടെ വലിയ അടിയൊക്കെ അവിടെ കൊണ്ട് അട്ടിച്ച് കൊടുക്കണം. അതിടുമ്പം 10 സെക്കൻഡ് പ്രത്യേകം വയ്ക്കണം. പണം കണ്ടു വയ്ക്കണം. ഓവർ തടി വേറെ, അതിൻ്റെ വേറെ, അങ്ങനെ വേറെ വയ്ക്കണം. അത് ഇവിടെ ലാട്ടി വെച്ചാൽ അപ്പുറത്തായിരിക്കണം. അങ്ങനെ നിറച്ച് ഇങ്ങനെ ഡിപ്പോയിൽ അടുപ്പിച്ച് വെച്ചായിരിക്കും. അപ്പോൾ അത് വലിയ ഓവർ തടിയാണെങ്കിൽ നമ്മൾ നല്ല കട്ടിങ് സൈഡിൽ കയറ്റി വെച്ച് കൊടുക്കണം. എന്നാൽ ലോഡിങ്ങിന് കയറാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ഡിപ്പോയ്ക്ക് നമ്മൾ സഹായിച്ചു കൊടുക്കണം. പിന്നെ വീട്ടിൽ കയറ്റി കൊടുക്കണം. കൂപ്പിലായാലും വലിയ മരത്തിനൊക്കെ അന്ന് ക്രെയിനൊന്നുമില്ല. ഇന്നല്ലേ ക്രെയിനും അന്ന് ക്രെയിൻ ആന സഹായിച്ചു കൊടുക്കുന്നത്. വലിയ ഓവർ മരത്തിനൊക്കെ ആന ഒരു 7 ലോഡിങ്ങാരുമാണ്. പടങ്ങ് വയ്ക്കും, കയറിടും. ആന നടുക്ക് അങ്ങോട്ട് നീക്കും. കല്ല് ബക്കറ്റുകാർ വെച്ച് കൊടുക്കും, കയറും, വയ്ക്കും. ചില വണ്ടിയിലൊക്കെ 2 എണ്ണം ഇരിക്കും. തടി ചില വണ്ടിയിൽ 1 എണ്ണം ഇരിക്കും. അങ്ങനെയുള്ള അടിയാണ്. അങ്ങനെ കൂപ്പിലൊക്കെ ഭയങ്കര ഇതാണ്. കൂപ്പിലെ പരിപാടി അന്നൊക്കെ കാണണം. ഇന്നിപ്പോൾ ഇല്ലല്ലോ. ഇന്ന് കൂപ്പില്ല, ഒരു ഇതുമില്ല. ഇന്നിപ്പോൾ എല്ലാം നാട്ടിൻപുറത്ത് ആനകളെ പോത്തിനെ കൊണ്ടു നടക്കണം, അങ്ങോട്ട് ചെല്ലും പോവില്ലേ. നല്ല ആനകളൊക്കെ ചത്ത്. ഇപ്പം ഏതുണ്ട് ഒന്നുമില്ല. ഈ നമ്മൾ പണിയിച്ചതിനകത്ത് ഇപ്പം ഞാൻ ഈ പണിയുടെ കാര്യങ്ങൾ വെച്ച് കൂടുതൽ ചോദിക്കുക നിങ്ങൾ വേറെ ഒന്നും കൂടി വിചാരിക്കും. കാരണം മാമൻ ഏറ്റവും കൂടുതൽ പണിയാണ് ചെയ്തിട്ടുള്ളത് പുറത്ത്. ഈ പണിയിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മാമനുമായിട്ട് സഹകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മുകളിൽ നമ്മളോട്ട് യാതൊരു മൽപ്പിടുത്തത്തിനും നിൽക്കാതെ, യാതൊരു വഴക്കിനും നിൽക്കാതെ, നമ്മൾ കാല് കാണിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് പണി ഏറ്റവും ഇഷ്ടമുള്ള ആന, പണിയിക്കാത്ത അവൻ കൊള്ളാം, ഈ ആന കൊള്ളാം, എനിക്ക് ഇനിയും കയറിയാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ആന ആ കാലത്ത് കൊള്ളാമെന്ന് ഈ ഒരു ആന ഉണ്ടായിരുന്നു. നമ്മുടെ പൊന്നാലൻ രാമേന്ദ്രനാണ് കറ്റാനം ഗാനം തീർ. അത് ആദ്യമേ മൂന്നര വലിയ പാടാണ്. ഒതുങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്തും ചെയ്യാം, ചലിക്കത്തില്ല. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ നമ്മളെ പിന്നെ ചട്ടക്കാരൻ കൂടെ വേണം കയറ്റി വിടുന്നത്. പിന്നെ 10 മണിയാകുമ്പോൾ സീനിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ പണിക്കകത്തൊന്നും നമ്മളോട് യാതൊരു എതിർപ്പും കാണിച്ചിട്ടില്ല. ഏത് മരം പിടിക്കും, എങ്ങനെ
അതുപോലെ പുല്ലുകുളങ്ങര ഗണേശനാണ്. ഞാൻ മുരളിപ്പിള്ള എന്ന് പറയും. അവൻ്റെ കൂടെ നിന്ന് അതിനെയും കൊണ്ട് ഞാൻ കൊല്ലത്തെ പരിപാടിക്ക് വിട്ടുണ്ട്. ഗണേശനാണ് പുല്ലുകുളങ്ങര. അതിനെയും കൊണ്ട് പോയിട്ടുണ്ട്. അത് പർവ്വതത്തിലേക്കില്ല, ഒരു നാടിന്റെ മൊത്തം വികാരമായിരുന്നു. ഒരു പഞ്ചായത്ത് മൊത്തം ഉണ്ട്. അതിനെയും കൊണ്ട് പോയിട്ടുണ്ട് ഈ കൊല്ലത്ത് പരിപാടിക്ക് വിട്ടുണ്ട്. അല്ലാതെ വേറെ വിജയംപിള്ള എന്ന് പറയും, മുതുകുളം വിജയംപിള്ള, അടിയത്ത് പോയി. അയാൾ അതിനെ കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെടുത്തിയെടുക്കുന്നു. അയാൾ ഈ അക്ബറാനയുടെ പുറത്തുനിന്ന് പണി വെച്ചിട്ടുള്ള അയാൾ മാത്രമേ ഉള്ളൂ കർണാടകത്തിൽ. അക്ബറാനാണ് അയാൾ മാത്രമേ അതിൻ്റെ പുറത്ത് നേരിട്ടുള്ളൂ. ബാക്കികളെല്ലാം അടിച്ച് തെറിപ്പിച്ച് കൊല്ലുകയാണ്. എത്ര കൊന്നാനെന്നറിയത് അയാൾ മാത്രമേ നേരിട്ടുള്ളൂ. അതിന് ഇതൊക്കെ ഉണ്ട്, മൊബൈലിലൊക്കെ ഉണ്ട്. ഈ പുല്ലുകുളങ്ങര ഗണേശനെ സംബന്ധിച്ചിടത്തോളം അത് കെട്ടിയെടുപ്പില്ല. ഇല്ല, അത് കൂടെ ഒന്ന് ഉറപ്പിക്കണം. കെട്ടിയെടുപ്പ് പാടാ അറിയത്തില്ല കെട്ടിയടിക്കാൻ. പിന്നെ നമ്മൾ 10 ദിവസം നിന്ന് പുറത്തിരിക്കാൻ വെക്കും. നമ്മളൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കും, കാലൊക്കെ തലയിൽ വരും. ഞാൻ കാല് തല വരും. 10 ദിവസം നിൽക്കുമ്പോഴത്തേക്ക് അത് ചെയ്യണം. പിന്നെ എന്തും ചെയ്യാൻ മലപ്പാടിന് ഒരുത്തരം പോകില്ല, പറ്റത്തില്ല. മലപ്പാടിനെല്ലാം കടന്നോണം. പിന്നെ അവിടുത്തെ ഒരാളുണ്ട്, അയാൾ മാത്രമേ ഇല്ലാവൂ. ആനൊക്കെ അതുപോലെ മുരളിപ്പുള്ള മാർപ്പം കെട്ടിയടിച്ചതാണ് ചത്തുപോയത്. കെട്ടിയടിച്ചത് ആനാണ് കെട്ടിയടിച്ചാൽ പോയി. ചില ആന കെട്ടിയടിപ്പില്ലാത്ത ആനയ്ക്ക് എന്തോന്നും പറയും, അത് പയറ്റും. ബാക്കില്ല അടിയിടിയും പേടിക്കും. പടക്കര വന്ന് അഴിച്ചത് ഞങ്ങളുടെ കോലിലങ്ങനെ മുട്ടിക്കാണും, പോയി കാണും. നമുക്കിപ്പോൾ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആള്. ഈ വലിയ കോല് എന്ന് പറയുന്ന പ്രക്രിയ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾക്ക് മാമന് അറിയാവോ? അല്ലെങ്കിൽ ഉപയോഗങ്ങൾ കുറച്ചൊക്കെ അറിയാം. കാരണം എപ്പോഴും വടിക്കമ്പ്, ചെറിയ വടിക്കമ്പ് മാത്രം ആ കോലിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഗുണശീലനെ കോലിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതാണ് ഗുണശീലൻ എന്ന് പറഞ്ഞില്ലേ, തോട്ടേൻ്റെ ഗുണശീലൻ തൃശ്ശൂർ, അതിന് ചെയ്തിട്ടുണ്ട്. കോലിന് അതിനെ മേടിച്ചിട്ടുണ്ട്. അത് കോലിയാരി ഇട്ട് അവിടെ അപ്പം പണിയും കഴിഞ്ഞ് നമ്മൾ ഇവിടെ കൊണ്ട് കോലിയാരി ഇവിടെ അടിച്ചാൽ അവിടെ രണ്ട് ഓല ഇട്ടോട്ട് അവിടെ എങ്ങും പോകത്തില്ല. നമ്മളൊന്ന് കോലെടുക്കോ അടിച്ചു വിടുക. അങ്ങനെ അതിനെ വിട്ടിട്ടുണ്ട് ഞാൻ കോലി. അത് പെനാട് കാണിക്കാൻ കോലിനടിച്ചിട്ടുണ്ട്. അതിനെ കുറച്ചത് ഇടിക്കായി. അത് അച്ചൻകോലിട്ട് തന്നെ ഒറ്റ ഇടി ഇടിച്ചാൽ നടന്നു. അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ തെക്കനാട്ടിലെ ആനകളും വടക്കനാട്ടിലെ ആനകളും നമ്മൾ വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അമരം തെക്കനാട്ടിലെ ഒരുവിധപ്പെട്ട കോലിന് ഇടിയിട്ടാത്ത ആനകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമരം കറക്റ്റ് നേരെ തന്നെ. വടക്ക് സൈഡിലുള്ള ആനകളൊക്കെ വടക്ക് സൈഡിലുള്ള ആനകളൊക്കെ വന്നിട്ട് ഇങ്ങനൊരു ഇത് കാണും, കോലിന് മുട്ടുന്നതിൻ്റെ ആയിരിക്കാം. അത് സത്യം പറഞ്ഞാൽ അതൊരു ദോഷകരമായ കാര്യമല്ലേ? നടക്കെ തിരിഞ്ഞു പോയില്ലേ കോലിനടിയെന്ന് പറഞ്ഞാൽ ഇവിടൊക്കെ ഇടിച്ചല്ലേ തിരിഞ്ഞായിപ്പോ. അമരത്തിനിച്ചാലും ചില ഇതായിപ്പോ. സത്യം പറഞ്ഞാൽ വടിക്കമ്പ് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നമ്മുടെ തെക്കൻ ഏറിയയിലെല്ലാം വടിക്കമ്പ. കോലിൻ്റെ പരിപാടിയില്ല. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ എല്ലാം കോല. ആലപ്പുഴ ഒന്നും വലിയ കോലില്ല. 1-2 ആനക്കാരൊക്കെ ഉള്ളു, ബാക്കിയെല്ലാം. ഈ അക്ബറാനയുടെ കാര്യം പറഞ്ഞല്ലോ, മാമൻ പണിക്ക് ഇല്ല? കണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേറെ പാർത്ഥിവൻ്റെ ഒരു ഗണേശനാണ്, അതിനെ പണിയിച്ച്. അത് ഒറ്റച്ചട്ടത്. അത് കരുവാറ്റക്കാരൻ ഗോപാലകൃഷ്ണൻ ഞാനും കൂടെ ഒരു ഏരിയയിൽ പണിയുണ്ട്, ഉപ്പനങ്ങാടി. അക്ബറാനെ സംബന്ധിച്ചുള്ള ആനയുടെ രീതികൾ അത് തെറ്റിക്കഴിഞ്ഞാൽ ആ തടി അടിച്ചുരുട്ടിക്കൊണ്ട് പോകും. എത്ര അടിയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പണിയാൻ തുടങ്ങിയ ഒരു 2 പണി ഒറ്റ ദിവസം കൊണ്ട് പണി പിടിക്കാൻ തുടങ്ങി. അലമ്പായി കഴിഞ്ഞാൽ അലമ്പാകും. ആന വലിയ പൊക്കമൊന്നും ഇല്ല, ഇത്രയും പൊക്കമുള്ളൂ. അപ്പം പണി നിറയാൻ അമരം ഏത് മരം പിടിക്കും. തെറ്റിക്കഴിഞ്ഞാൽ പോയി. എനിക്ക് ആനക്കാരനെ കിട്ടിയാലും പോലും റോഡിൽ കൂടെ കുപ്പിച്ചില്ലെടുത്ത് തിന്നുന്നത്, കുപ്പിയെടുത്ത് കടിച്ചു കൂടി തിന്നും ആ സാധനം. ഞാൻ അങ്ങനെ ഒരു ഉപ്പനങ്ങാടി ഒരിടത്ത് പണിക്കുണ്ടായിരുന്നു. 2 പാർത്ഥിവൻ്റെ ഗണേശനാണ്, അതിനെ കൊണ്ട് ഞാൻ പണിക്കുണ്ടായിരുന്നു. അത് ഏതാണ്ട് 5-6 മാസം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തേക്ക് അക്ബറാനയുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? നമുക്കറിയാം, കണ്ടുപിടിച്ചത്. എന്നാന്ന് വെച്ചാൽ
ഈ ആനയെ അന്ന് വിജയപിള്ള ചേട്ടനായിരുന്നു ആന. അല്ല, അത് കഴിഞ്ഞിട്ട് വേറെ വിജയമ്പിള്ള മാറിക്കഴിഞ്ഞ് വേറെ ആനക്കാരുണ്ടായിരുന്നു. അവരുടെ കൂടെ നിന്നുണ്ട്. അവിടെ ഒരു ആനക്കാരനുണ്ടായിരുന്നു, അവനെ കൊന്നാന. അവന്ന് വെച്ചാൽ ഒരു 10-20 ദിവസം നിന്നുള്ളൂ. ഇനിയിപ്പോൾ അവനെ കാച്ചി കളഞ്ഞു. ചെല്ലി കയറി കൊടുത്തു, അവനെ കണ്ടീഷനാന്ന് പറഞ്ഞു. എടുത്ത് വെച്ച് വാരിയിട്ട് കുത്തി വരെ കൈക്ക് വാരി എടുക്കും. അങ്ങനെയൊക്കെ എത്ര പേരെ, ഒരുപാട് പേരെ കൊന്നത്. നാട്ടുപ്രസവത്താനില്ലേ, അത് അറപ്പില്ലേ, അങ്ങനെ എത്ര വേണം. ഈ അക്ബറാനെ സംബന്ധിച്ചിടത്തോളം ആനയുടെ സ്വഭാവം അതാണോ അല്ലെങ്കിൽ ആനക്കാരോടുള്ള വെറുപ്പായിരുന്നു കൂടുതൽ? അതിൻ്റെ സ്വഭാവം തന്നെ. അത് തന്നെ എൻ്റെ സ്വഭാവം തന്നെ. കൊച്ചിലെ അത് തന്നെ. എൻ്റെ സ്വഭാവം എങ്ങനെ നോക്കിയാലും മാറത്തില്ല. അത് ലാസ്റ്റ് പാല മേടിച്ചില്ലേ, പാലക്കാർ മേടിച്ച് അവിടെ കെട്ടിയിട്ട് ആനക്കാർ നമ്മൾ ചാടിച്ച്, അത് ചാടിച്ചിരിഞ്ഞ കുഴിയിലോട്ട് പോയി അവിടെ കിടന്നെത്തു. അവന്മാർ ഒറ്റാമൃത്തി കിട്ടിയിരുന്നു. ചാടി വീണു അവിടെ. അക്ബറിന് പ്രത്യേക സാധനം അത്. പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സ്വഭാവം. ഒരു പിടി പോലും പിടിക്കില്ല. അടിച്ചാലും പിടിക്കില്ല. അതിൻ്റെ മുഖത്തൊക്കെ ഒരു ഇതില്ല, പേടിയൊന്നും. അങ്ങനെ ഇരിക്കും. ഒരു പേടിയില്ല. മല ഇടിഞ്ഞു വന്നാലും അതിന് പേടിയില്ല. പിന്നെ പിണങ്ങും, പിടിക്കുമ്പം പിടിക്കും. ഇല്ലാതെ ഒരുപാട് ആനകൾ ഉണ്ട്. എല്ലാം പോയില്ല. നാടനാന അവിടെ ഇരിക്കുന്നു. അതെ, വളരെ കുറവാണ്. നാടനാന ഇല്ല ഇവിടെ. നാടനാന ഉണ്ടെന്ന് പറഞ്ഞാൽ തടത്ത അവിടെ ഒരു സുരേഷ് ആനയുണ്ട്. പിന്നെ ദിവസത്തിൽ കുറേ ആനയുണ്ട്. അല്ലാതെല്ലാം വളരെ ചുരുക്കം, വളരെ കുറവ് ആനകൾ, നാടൻ ആനകൾ. അതെ, മറ്റേ തോട്ടയ്ക്കാവ് ബാബുസാറിൻ്റെ ആന, ഒറ്റക്കൊമ്പൻ. അതെന്ന് പറഞ്ഞാൽ അതിന് കെട്ടിയിരിപ്പില്ല. അതും കൂടെ ഒന്ന് ഒതുക്കുക, പണിക്കയറുമ്പോൾ ഒതുക്കുള്ളൂ. പക്ഷേ ആർക്ക് ശല്യമൊന്നുമില്ല. അങ്ങനെ ശല്യം. പിന്നെ ഉള്ളാകുമ്പം ആന നോക്കിയാൽ മതി. നീരാകുമ്പം കൂട്ടി കെട്ടിക്കണം. ഉള്ളാകുമ്പോൾ നമുക്കറിയാൻ പറിച്ചാൽ പണിക്ക് പോകുമ്പോൾ തടിക്കിട്ട് കുത്തും. തടിക്കിട്ട് കുത്തിക്കഴിഞ്ഞാൽ ഇത്രയും കൊമ്പേ ഉള്ളു. ആ വക്കെടുത്ത് കടിച്ചിട്ട് വെച്ച് കറക്കി കുത്തിക്കഴിഞ്ഞ് വക്ക പോയില്ലെങ്കിൽ പിന്നെയും പയറ്റും. വക്ക പോയാൽ നേരെ തറകിപ്പോവും. അവിടെ ചെന്ന് ചങ്ങല അള്ളിയിടുക, കൊളുത്തുക, കാല് കാണിച്ച് ഇരുത്തുക, ബാറാക്കുക, പൊക്കോണം. പിന്നെ അവിടെ അഭ്യാസമില്ല. പിന്നെ പിറ്റേന്നോട്ട് ഒലിച്ചോളും. ഈ മോഹനൊക്കെ അങ്ങനെ മണ്ടയ്ക്ക് ഇരുന്ന് തന്നെ നമ്മൾ അല്ല, അതുവരെ ചലിക്കത്തില്ല. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊക്കോളാൻ പറയും. പിന്നെ അവിടെ നിൽക്കണ്ട. നമ്മൾ പനം കഴിച്ചാൽ പനം കൈ കൂടെ വരും. വേറെ ആരെങ്കിലും ഇട്ട് കൊടുക്കണം. അന്യവരും ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. നമ്മളിട്ടാൽ കൂടെ വരും. പണിയാണ്. ഏത് മരം എവിടെയും പിടിക്കുവാൻ. പിന്നെ ഇന്ന് കൊണ്ടുവന്ന കടവിൽ നാളെ പോയ തെറ്റും. അപ്പോഴേ പൊക്കളി. പുറത്താളിരുന്നാലും പോകും. അവിടെ ഇരിക്കത്തില്ല. അതാ നാടനാനില്ല. നല്ല എറണാകുളം നല്ലതാണ്. ഇവിടെ കൊണ്ട് കുറേ ഉണ്ട്. ഈ കുറേ അധികം പിടിയാനകൾ മാമൻ കയറിയിട്ടുണ്ടല്ലോ. പിടിയാന ഞാൻ കയറുന്ന പറഞ്ഞാൽ ഒന്ന് കല്ലാത്ത ശ്രീദേവി എന്ന് പറയുന്ന പിടിയാന ഉണ്ടായിരുന്നു. ബാലുശ്ശേരി ഇപ്പോൾ ഉണ്ട് പിടിയാന. അതിനെയും കുറേ പണി മേടിച്ച് അത് പുതിയതായിട്ട് ഒരുത്തം കയറുമ്പോൾ ഉണ്ടല്ലോ, കാല് കയറി കഴിയുമ്പോൾ കാലിൽ പിടിക്കരുത്. കാല് പിടിച്ച് വലിക്കും. പിന്നെ അതിൻ്റെ പുറത്ത് നേടുന്നവൻ രക്ഷപ്പെട്ടു. ഇടിക്കും എല്ലാം ചെയ്യും. അതിനെ വിട്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മായെന്നും പറഞ്ഞാണ്, അത് നാരങ്ങാനത്തുള്ള. അതിന് കുറേ ആൾ ഉണ്ടാകണം. അതിപ്പോൾ 3 ആൾ ഇപ്പോൾ ഉണ്ടത്. അതിനെ പണി തെളിച്ച ഞാന. പിന്നെ അതുപോലെ പിന്നെ ഇവിടെ ബാബുസാറിൻ്റെ പിടിയാന, 3-4 പിടിയാനുണ്ട്. മിന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കർണാടകത്തിൽ പണി ചെയ്തു. ഇവിടെ കുടയിലൊക്കെ ഞാൻ പണി ചെയ്തു. അത് നല്ല ആനകളായിരുന്നു. നല്ല പണിയാണില്ല. ഈ നമ്മൾ കൊമ്പനാനകളുടെ പണിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞു. മോഴാനകളുടെ കാര്യം പറഞ്ഞു. ഒറ്റക്കൊമ്പൻ. ഈ പിടിയാനകളെ സംബന്ധിച്ചിടത്തോളം പണിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് കൊമ്പനാന? കൊമ്പനാന പണിയാണ് ഡീസൻ്റായിട്ട് പിടിയാന. ഏത് മരം എവിടെയും പിടിക്കും. ചില പിടിയാന തോറ്റു, ചില ചെറുതൊക്കെ പിടിക്കും. ചില പിടിയാന വാശിയായിരിക്കും.
അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ അടിച്ച് തിരിച്ച് വലിച്ചു പറിച്ചുകൊണ്ട് പോകും. മടിയില്ല. ചിലതിന് അതിൻ്റെ പുറത്ത് നിന്ന് തള്ളിയ ഊപ്പാട് വരും. അടിച്ചാലും പിടിക്കില്ല. ചില ഭയങ്കര പാട്. ഇവിടുന്ന് അവിടെ ഒരു അരമണിക്കൂറാണ് ഒരു പീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ പിന്നാക്കം. ചില അങ്ങനെ എപ്രസാണൊക്കെ പോകും. പിന്നെ ചില പിടിയാനുള്ളുണ്ട് ഒരു രക്ഷയില്ല. ഭയങ്കര ലോഡ് കയറ്റും. വണ്ടി ടയർ ചവിട്ടിന് ലോഡ് കയറ്റും. വലിയ തടിയൊക്കെ ലോഡിഞ്ഞവർക്ക് സഹായിക്കാൻ വരുമ്പോഴേ വണ്ടിയിൽ എന്നിട്ട് ചവിട്ടും. ടയർ ചവിട്ടിട്ട് പോട്ട് അകത്തേക്ക് കാണിച്ചു തള്ളി വെച്ച് കൊടുക്കും. മറ്റേ കൊമ്പലെടുത്തോണ്ട് ഇത് മുഖത്തിനെല്ലാം നീക്കി കൊടുക്കും. നീളം വെക്കണം, പുറകെ നീളം തള്ളിയും എല്ലാം കറക്റ്റ് ചെയ്യും. ഇതിൽ എത്ര ആനകൾ മാമൻ ഇപ്പം നിലവിൽ ചുമതലകൾ ഓർമ്മയുള്ള ആനകൾ പറഞ്ഞാൽ മതി? ചുമതല എന്ന് പറയാൻ ഞാൻ ഒരുപാട് ചുമതല വരില്ല, എല്ലാം കൂലിക്കാ പോയിട്ടില്ല. ചുമതല പറയാൻ മായ ആന, പിന്നെ ഇല്ല ഉണ്ണിക്കുട്ടനാണ്. ഏതാ ലിബർട്ടി, ഇപ്പോഴത്തെ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ. അതെ. പിന്നെ ഗുണശീലനാന, പിന്നെ വേറൊരു പിടിയാണ് കുട്ടൻ്റെ പിടിയാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം. പിന്നെ ഈ ഗിരീശനാനൊക്കെ നമ്മുടെ ചുമതല പണിയിപ്പായിരുന്നു. ഗിരീശനാനെ ചെറുനാട്. അതുപോലെ തന്നെ പിന്നെ വേറെ കങ്കാണി പിടിയാനുണ്ടായിരുന്നു. അത് വടശ്ശേരിക്കരയുള്ള ചിറ്റാർ കങ്കാണി. അത് നല്ല പണിയാണ്. അതിനൊക്കെ പണിയിട്ടുണ്ട്. ഏത് മരവും പിടിക്കും. പണിക്കൊക്കെ നല്ല വലിയ പണിയാണ് അതൊക്കെ. നമ്മൾ ചെന്നിട്ട് മടിച്ചു പോകണ്ട, നാണം കണ്ട അവിടെ പിടിച്ച് കയറി വയ്ക്കുന്നത്. ഇത്രയും വർഷത്തിനൊക്കെ നമ്മൾ 4 ചുമതലാനകൾ കയറിയിട്ടുണ്ട്. 5 ചുമതലാന. ബാക്കിയെല്ലാം വർഷത്തിൻ്റെ കൂടെ പണിയിപ്പും കിണിയിപ്പും. പിന്നെ സൂര്യൻ്റെ കൂടെ ഇത്ര നാളെയുണ്ട് 11. എന്നാൽ നമ്മുടെ ചുമതല പോലെ തന്നെ അതിലൊന്നും ചോദിക്കത്തില്ല. നമ്മളെവിടെങ്കിലും പോയൊരു തടി പിടിച്ച് ഒരു പണി പണിഞ്ഞാൽ എത്ര എണ്ണം ചോദിക്കും, നമ്മൾ കൊടുക്കുന്ന മേടിക്കും. അത് ഡിപ്പോ പോയി ലോഡ് കയറ്റി കൊടുത്താലും 2500 രൂപ അന്ന് കിട്ടും. അത് അരി വയ്ക്കത്തില്ല, കൊടുത്താൽ മേടിക്കും. നമ്മൾ 10,000 500 കൊടുത്താൽ മേടിക്കും. അടിച്ചോട്ടെ, അമ്മ കഷ്ടപ്പെടി അടിച്ചോട്ടെ. ചില ആനക്കാർ കണക്ക് പറഞ്ഞു മേടിക്കും. ചില മുതലാളിമാരും കണക്ക് പറയും. അവിടെ പണിഞ്ഞ് ഇവിടെ പണിഞ്ഞ് പ്രമാണം എടുത്ത് അവിടെ ഇത്ര പണി ചില മുതലാളികൾ ചോദിക്കത്തില്ല. ആന നോക്കും, കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ചിലവാശിനും പോകത്തില്ല. ഇപ്പം ചിലവാശം കൊടുക്കണം, ശമ്പളവും കൊടുക്കണം. ശമ്പളമൊന്നും ഇല്ല. ആനക്കാരൻ്റെ ഇട്ടതിന് വിട്ടു കൊടുക്കില്ല. ഇന്നതാണ്. ഇന്നിപ്പം ഉടസം പറയും ഇത്ര ചിലവാശി, ഇത്ര ശമ്പളം. ചില ആനക്കാർ കിടക്കും, ചില ആനക്കാർ കിടക്കത്തില്ല. അവരോടെ വേറെ ജോലിയില്ല. ഈ ഇപ്പോഴത്തെ ലിബർട്ടി ഉണ്ണിക്കുട്ടനാന ഇവിടെ പത്തനംതിട്ട സമയത്ത് ഇവിടെ അച്ഛൻ്റെ ആനപ്പറ ചുമതല കയറിയിട്ടുണ്ട്. അതെങ്ങനെയുണ്ട്? ആനയുടെ ചെറുപ്പകാലമായിരുന്നു അത്. ആദ്യമേ വാസു എന്നും പറയൊരുത്തൻ അതിനെ കൊണ്ടാണ് അവിടെ കോന്നിലുള്ള വീക്കോട്ടത്തുള്ള അവൻ കൊണ്ടുവന്നപ്പോൾ അത് പണിയത്തില്ല. ഇത് വക്കെടുത്ത് കടിക്ക് ഇങ്ങനെയാകും. അങ്ങനെ എന്നെ ഓമല്ലൊരു ഉണ്ണിയും ഈ വാസുവിനെല്ലാം കൂടെ പറയാം കുട്ടണ്ണവരാണ് അടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയി അടിക്കാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ പറയും ഉണ്ണിയുടെ ഇതൊക്കെ പറഞ്ഞ് മലയാളിയൊക്കെ മാറ്റിക്കണം അച്ഛനോ. അയാൾ കാശ് കൊടുത്ത് ഓടി അടിച്ച് പായക്ക് നോക്കത്തില്ല. അയാൾ താഴെ കിട്ടിയിരുന്നു. ഞാൻ കയറി പയറ്റി അടിച്ച് ഒറ്റയ്ക്ക് മാറ്റി കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല, ക്ലിയറാണ്. അതിനെ പണിയൊക്കെ അടിച്ച് തെളിച്ചപ്പോഴാണ് കൊമ്പൊക്കെ പിറ്റ് ചെയ്യണം. അങ്ങനെ ഇതിനെ പാട്ടം കൊടുത്തൊരു പാർട്ടിക്ക് കൊടുത്തപ്പോഴത്തേക്ക് ഒരു വർഷം വരെ കയറി. അത് പാട്ടം കൊടുത്തു. പാട്ടം പുസ്തകം ഇവിടെ പരവക്കാർക്ക് കൊടുത്തു. കൊമ്പ് പിറ്റ് ചെയ്യണം. കൊമ്പ് പിറ്റാൽ ഒറ്റയ്ക്ക് വലിയ പാടാണ്. ഇതൊക്കെ വെച്ച് കിഴിച്ചൊക്കെ വെച്ച് ഈ കൊമ്പ് വാക്കിട്ട് ഊരിക്കളയും. അങ്ങനെ ഈ കൊമ്പ് ഊരിക്കളഞ്ഞു. കൊമ്പൂരിപ്പോൾ ഈ പാട്ടക്കാരന് ഞാനും കൂടെ തെറ്റി. അങ്ങനെ അതിന് കളഞ്ഞിട്ട് പോകുന്നത്. പ്രസാദനം ഒരുപാട് പണി പണിച്ചു. അത് പണിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് നിന്ന് പണിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ പണിയൊക്കെ മുഷിഞ്ഞ് കഴിയുമ്പോഴേ ഞാൻ അങ്ങോട്ട് ഉരുട്ടി ഒരടി അടിക്കും. കയറിന് കാലൊക്കെ പറഞ്ഞ് തെക്ക് ഉറക്കും. ഒന്നും ചെയ്തില്ല. അത് നോക്കിയിരിക്കും ഇവിടെ അടിച്ചു കളഞ്ഞിട്ട്. ഓടത്തിൻ്റെ അടുത്ത് അത് നോക്കി ഇങ്ങനെ ഇരിക്കും. അവ എവിടെ പോയി വേണം. അല്ല പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പണിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ ഒരു ദിവസം വന്നു. വന്നപ്പോൾ ചെറുക്ക ഓല പൊട്ടിക്കൊണ്ടിരിക്കുക. അവിടെ കുട്ടണ്ണ
അങ്ങോട്ട് നീക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഇട്ടിട്ട് എടുക്കാൻ പോയി. ഞാൻ നീങ്ങാനെന്ന് പറഞ്ഞു. എൻ്റെ പുറകെ വന്ന് ഞാൻ മതിൽ ചാടി പുറത്ത് കിടന്നു. അപ്പം അത് നോക്കുന്ന ആളെ കണ്ടില്ലെന്ന്. ആ ചെറുക്ക എളുപ്പം തെങ്ങിന്നിറങ്ങി വന്ന് പിടിച്ച് മാറ്റി ഒരു മരത്തെ കൊളുത്തി കിട്ടി. പിന്നെ ഞാൻ കയറി വന്ന് കൂടെ പറ്റുവാനാ ആനക്ക് ഉള്ളായി. ഒരാൾക്ക് പിന്നെ വിലാസം ഒരാൾക്ക് ഉള്ളൂ. ആ ചെറുക്കനെ തള്ളിയിട്ട് കൊനേജ്. പിന്നെ വാസവന് മാത്രമേ ഉള്ളൂ, ഈ കോട്ടം വാസവന് മാത്രം. പിന്നെ അങ്ങനെ വിറ്റ് ഇവിടെ വരുന്നു. ഇവിടെ ചെക്കട്ടെ സന്തോഷം. ഈ ചേന്നനാനയ്ക്ക് അത് അയ്യോ എൻ്റെ പൊന്ന് പോകുന്ന പോക്കിന് റോഡ് ചെല്ലുമ്പം ഒരു കൊല ഉണ്ട് അവിടെ ചുറ്റും. ഇതാ വലിയ റോഡ് നടക്കുന്നയാളെ അങ്ങോട്ട് പോകാൻ പറയാൻ പോകത്തില്ല, മുമ്പോട്ട് പോകാൻ പറയാൻ പുറത്തോട്ടും പോകത്തില്ല. അവിടെ ഇരിക്കുന്നത് പിന്നെ വടിയൊക്കെ കളഞ്ഞ് തള്ളി അപ്പുറത്താക്കണം. അവിടെ വടികൊണ്ടൊന്നും ഒരു പരിപാടി നടക്കത്തില്ല. അന്നേരം അവിടെ ടൗണിലേക്കൊന്നും ഒരു പരിപാടി നടക്കില്ല. ആൾക്കാർ അമ്മനെ വെച്ചിട്ട് കയറാം. അപ്പം തള്ളിയൊക്കെ ഒതുക്കി നിർത്തിയിട്ട് ലാസ്റ്റ് കാണാം. ഇതിനകത്ത് പിന്നെ റോപ്പ് നടയിൽ കൂട്ടിട്ട് മോളിയിട്ടിട്ടുണ്ട്. അടി അങ്ങോട്ട് തുടങ്ങി. പിന്നെ റോപ്പിലൊക്കെ കൊണ്ട് കെട്ടിയിട്ടിട്ട് അടിയാൻ തുടങ്ങി. നടക്കൂടെ കുറുക്കിയിട്ടിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് പിന്നെ പൂൻ്റെ ടൗണി ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് മണങ്ങി തുടങ്ങി. അവിടെ പിന്നെ അങ്ങോട്ടും ഇല്ലെങ്കിൽ പോലീസുകാരോ അടിച്ചോണ്ട് പോകണം അടിച്ചോണ്ട്. ഞാൻ പറഞ്ഞു സാറേ ഇത് അടിച്ചോണ്ടോ പോകണ്ടേ, പുറത്തേക്ക് പോകണം. കോഴിക്കാരൻ മോഹനമ്പിള്ള സാറേ ഇത് പോകണ്ടേ അങ്ങോട്ട്. അപ്പോൾ അവിടെ വേറെ ഒരുത്തൻ നോക്കിയിട്ടുണ്ട്. ഈ സാറന്മാർ ചീത്ത വിളിക്കാൻ വേർത്തം പറഞ്ഞാൽ സാറ് അടിച്ചോണ്ട് പോകും. അവർ നമുക്ക് പഴം കൊടുക്കുമ്പോൾ അവിടെ എത്തി പിടിക്കും. അങ്ങോട്ട് വരണ്ടേ, എത്തി പിടിക്കും. അങ്ങോട്ട് പോയില്ല. രാഷ്ട്രീയ കാണാം. അവിടുന്ന് കുറച്ചു നേരം ക്ഷമ ഇട്ട് ഞാൻ പറയാം മോഹനമ്പിള്ള കാഴ്ചയേക്കാൻ പറഞ്ഞു. മോഹനമ്പിള്ള നല്ല കയ്യിൽ നിന്നുള്ളൊന്നുമില്ല ആക്കുകൊണ്ടോ. ഞാൻ തറ എന്നിട്ട് ഞാൻ ആമരത്തിൻ്റെ 4 വെടിയിലങ്ങ് വിട്ടു. ഒരു കട്ടയൊക്കെ പറ്റിയിട്ടുണ്ട്. പറഞ്ഞായിരുന്നു. അപ്പോഴേ ഞാനവിടെ തെറിച്ചു. പിന്നെ ഞങ്ങൾ ഒരു കറൂർ കൊണ്ട ചെന്ന് അതിനെ തറ കാണിച്ചുള്ളൂ. അതുവരെ ഫൈറ്റായിരുന്നു. പിന്നെ തൊട്ട് പിന്നെ റോഡിൽ നിൽക്കണ്ട, അങ്ങനെ നിൽക്കണ്ട. പിന്നെ ആ റോപ്പിഞ്ഞിട്ട് മോനമ്പിള പറയാം അപ്പോഴേ പോകും. പണിക്ക് വരെ ശരി. മോനമ്പിള കുട്ടമെന്ന് വിളിച്ചാൽ മതി. ഞാൻ വരുന്നെന്ന് പറഞ്ഞ് ഒരു കല്ലൊക്കെ എടുക്കുമ്പോഴേ അക്കടെ കടിക്കുക കട്ടിങ്ങൊക്കെ ഞാൻ 2 മുഖത്തോടെ മടഞ്ഞ് കയറിപ്പോവും. ഏത് മരം പിടിക്കും ചേർന്ന്. അത് ആനയായിരുന്നു. മരത്തിൽ സ്ഥലം വിറ്റ് മേടിച്ച അയിരു. അതിൻ്റെ 10 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ട് 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ചത്. 9 ലക്ഷം. അത് കാരണം ഞാൻ കളഞ്ഞത്. അത് ഭയങ്കര കുഴപ്പമാണ്. അപ്പോൾ ആനക്കാരെ എല്ലാവരും അടിക്കും. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു തവണ എന്നെ ബാടിക്കൊരടി അനങ്ങിയില്ല. പുറത്തെടുത്തിരിപ്പുണ്ട് ഒഴുക്കമില്ലാത്തന. ആ തോട്ടിക്കൊണ്ട് അങ്ങോട്ടാക്കി ഇപ്പുറത്ത് കൊളുത്തി കയറി വലിയ അമ്മ കൊളുത്തി കയറിച്ചിട്ട് ഇരിക്കാൻ പാടാം. 1 മണിക്കൂർ പറ്റണം ഇരിക്കണം. ഞാൻ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഇയാൾ പറയാം പോയി തൊണ്ടെടുത്തുണ്ടോടാ. അപ്പോൾ എൻ്റെ ഷർട്ടും മുണ്ടൊക്കെ അവിടെ ഇവൻ്റെ ഈ കാർ റൂമിൽ ഷെഡിലിട്ടിരിക്കുക. അതിന് നേരെ പ്രകാശം എന്ന് പറയുന്ന ഒരു ആനക്കാരൻ, മലയാളിയാണ്. ആനക്കാരൻ തന്നെ, അവൻ്റെ അച്ഛനൊക്കെ ആനക്കാരന്. ഞാൻ ഇത് തന്നെ ആന വെള്ളത്തിൽ കിടക്കുക. മറ്റവനവിടെ ഇപ്പോണ്ട്, ഇയാളും ഇപ്പോണ്ട്. ഞാൻ പെതുക്കെ ഉടുപ്പെടുത്തിട്ട് മുണ്ടെടുത്ത് ഞാൻ അതിലൂടെ കുറുക്ക് കയറി അവിടെ ചെന്ന് മറ്റേ ആനക്കാരൻ്റെ മലയാളം പെണ്ണ് എന്തോ ഞാൻ പറയും 100 രൂപ വണ്ടി കിഴിക്കും. എന്താ ഞാൻ പറയുന്നത് അയ്യോ 100 രൂപ. ഞാൻ അതും കൊണ്ട് ഞാനും പോയി. ഇവന്മാരവിടെ തൂറി പിഴകിയാ പിടിച്ച് കിട്ടിയത്. അത് പിന്നെ മോഹനമ്പിള്ള വിളിച്ചു. മോഹനമ്പിള്ളയും കളഞ്ഞിട്ട് പോയി. ലാസ്റ്റ് പിന്നെ എന്നെ വന്ന് വിളിച്ച്. എന്നെ വിളിച്ച് ഞാൻ കുറച്ച് നേരം പിന്നെ മൂപ്പ്. എന്നിട്ട് ഈ 2 അണ്ടാവ് ചോറ് ആനയ്ക്ക് ഇത് വേവത്തില്ല. ഈ അമ്പലങ്ങളിൽ ഇരിക്കുന്ന ചോറല്ലേ അത് സദ്യക്ക് മുക്ക വേവമാണല്ലോ. ഈ 2 വേറെ ആനക്കാർ കുടിച്ചില്ല, അവർ കുത്തിയതാണ്. ഈ 2 എടുത്തും കൂടെ വാരി കൊടുത്ത്. ഈ മലയാളി വേറെ വാരി കുറവാണ്. വാരി കൊടുത്ത് ഈ ചോറൊന്നും ദഹിക്കാതെ വന്നു. കുറച്ചേരം നടന്നാന ഞെളിവരെയൊക്കെ കൊണ്ട് ഇടം മണ്ണ് ചെന്നപ്പോഴത്തേക്ക് താഴെ കുയിലൂടെ മറിഞ്ഞു. വേറെ ഒരു വീണ പിന്നെ വേറെ ഫുള്ളായില്ലേ. ഇല്ലെങ്കിൽ അതുപോലെ എന്തോരം പൊടിയോ കിടിയോ കൊടുക്കണമെന്ന് ഇമാർക്കറിയാം.
അടിച്ചോണ്ട് പോയി തറ വീണു. അപ്പോഴേ പോയി അവൻ്റെ കാശ് പോയേ. അത് സൂപ്പറാണ്. പിന്നെ നല്ല കണ്ടീഷനാണ് എനിക്ക്. പരിപാടിക്കൊന്നും ഒരു മുടക്കമില്ല, പരിപാടിക്കൊന്നും തെറ്റുന്നില്ല. ഇല്ല പരിപാടി നല്ല ഇതാണ്. പക്ഷേ അതും പോയി. ഒരാനയും കൊണ്ട് തിരക്കുന്നപ്പോഴും അമ്പലത്തിൽ നിന്നും തോട്ടപ്പള്ളി. അങ്ങനെ എനിക്ക് പരിചയമൊന്നുമില്ല. മാമ്പിങ്ങനെ എഴുതി വിളിക്കുന്നു. എല്ലാവരും പറയുന്നത് ഇതാ മാമ്പി ചേർത്തലക്കാരനാണ്. നമുക്കറിയാമായിട്ടാണ്. ഞാൻ എടുക്കാനൊന്നും പോയില്ല. ഞാൻ ധരിച്ചോ ഒരു പതിനഞ്ച് ഞാൻ കറങ്ങുന്നത് ഞാൻ പോയി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ മാമ്പിയെ പരിചയപ്പെട്ട് ഞാൻ കണ്ടുമുട്ടുന്നത്. ഇപ്പം ഞാൻ വന്നിടത്തോളം മാമ്പിക്ക് എന്ന് പറഞ്ഞാൽ പേരുണ്ടെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും മാമ്പി അറിയാത്ത ആൾക്കാരും ഇല്ല. മാമ്പിക്ക് പ്രത്യേക ഒരു വിലയുണ്ട്. മറ്റേ ഒരുപാട് നല്ല തൊഴിലറിയാവുന്നവരും നല്ല ഒരുപാട് ആനക്കാരുണ്ട്. ഇത് മാമ്പിയെ പോലെ ഇന്ന് ഒരുത്തിനും ഇല്ല. എവിടെ പോയാലും മാമ്പി എന്ന് പറയാനുണ്ട് ഇല്ലേ? അതുപോലെ മറ്റുള്ളവന്നെ പറയണ്ട ഇല്ല. അത് ഓരോരുത്തൻ്റെ ഒരു കഴിവാണ്. ഇപ്പം ഞാൻ തന്നെ ഒരാന കഴിക്കും, അത് അവൻ്റെ കഴിവുണ്ട് അല്ലേ? അല്ലാതെ ഓടിച്ചെന്നിട്ട് എനിക്ക് അങ്ങനെ ഞാനെന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഈ ആന ഇപ്പം നേരത്തെ ഒരുപാട് പേര് കയറിയതാണ് ഈ മാമ്പി. ഇപ്പം മാമ്പി വന്നപ്പോൾ ഈ ആന തെളിഞ്ഞ് ഇപ്പോൾ ഇച്ചിരി ഇതുണ്ടാണ്. മറ്റേത് ഇനിയൊന്നുമില്ലായിരുന്നു. കെട്ടി അവിടെ ഇടും. ഞാനൊരു 10-30 പരിപാടി എടുക്കും, അത് കിട്ടേക്കും. മലയാളി ആന അങ്ങനെ കാണിച്ച് ഇങ്ങനെ അത് ചാടിക്കും പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആയപ്പോഴത്തേക്കാണ് അവരെ കെട്ടിയിട്ട് അവിടെ കിടക്കും. ഇഷ്ടംപോലെ സാധനം ആനയ്ക്ക് കൊടുക്കാം. അതൊക്കെ അവിടെ ചെയ്യും. കൊടുക്കില്ല. ഇമാരവിടെ ചെന്ന് കുടിച്ചും കിടക്കും. അങ്ങനെ മാമ്പി വന്ന് വ്യത്യാസമായി. അങ്ങനെ ശ്രീകണ്ഠനാന വിവേകം മാറിക്കഴിഞ്ഞിട്ട് ഒരു പണി പോലും പണിഞ്ഞിട്ടില്ല. അത് നല്ല ഉപരാനതും പണിക്കൊക്കെ അല്ലാതെ. ഇപ്പോൾ ഒരുത്തരെ കൈ ഇപ്പോൾ ഓടിച്ച് പതിച്ചിട്ടിരിക്കുക. അത് തന്നെ വിവേക് ഇപ്പം ഞാൻ സൂര്യനാനെ അയച്ചു. അതിനുമ്പ് വേറത്തമാരവിടെ കയറിയിട്ട് പരിപാടി 10-15 പരിപാടികളും കൊണ്ട് കിട്ടും. പരിപാടിക്ക് എടുക്കില്ല നാശ. അപ്പം വിവേക് കുറേ പരിപാടി ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം പരിപാടിയൊക്കെ എടുക്കും. ആളൊന്നും കുഴപ്പമില്ല. പരിപാടിയൊക്കെ എടുക്കും. കൂടെ പൈസ കൊടുക്കും. അതൊന്നും കുഴപ്പമില്ല. ഇപ്പം ഈ അക്കൗളാനക്കുട്ടി എങ്ങനെയുണ്ട് മാവൻ? ഇന്നും കൂടെ പുറത്തുനിന്ന് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. പണിക്ക് ഒരു കള്ളമില്ല, ഒരു കാലിനും യാതൊരു മിസ്റ്റേക്കും ഇല്ല. ഞാൻ ഒരുപാട് ആന പഠിച്ചിട്ട് ഇതിനെ പഠിച്ചു. ഇതും കുഴപ്പമില്ല. കാലിലൊക്കെ ചുവ നിൽക്കുകയും എല്ലാം ചെയ്യും. ഒക്കെ കാലിനെ കാണിച്ചാൽ ഒക്കെ എടുക്കും. എല്ലാം ചെയ്യും. ഇടവമരം കാണിച്ചാൽ ചെയ്യും. പിന്നെ കൂടുതൽ വേദ്യം പറ്റത്തില്ല. അടിക്കാം. ഞാൻ കൊടുക്കും ചിലപ്പം ദേഷ്യം. മറ്റാനയ്ക്കൊക്കെ 2 എണ്ണമൊക്കെ വല്ലപ്പോഴും ദേഷ്യം വരും കൂടും. ആർക്ക് ഈ ശ്രീകണ്ഠന് പിടിച്ചിടവും വരും. അതുപോലെ ഇതിനൊക്കെ അങ്ങനെ അടിക്കേണ്ട കാര്യമില്ല. കൊച്ചാനക്കുട്ടിയല്ലേ, കാലിൽ പണിഞ്ഞു വിടും. പിന്നെ അടിക്കണം, വല്ലപ്പോഴൊക്കെ ഒരെണ്ണം ആരംഭിക്കണം അറിയാൻ വേണ്ടി. അല്ല ചുമ്മാ ഇട്ടടിച്ച ആനയ്ക്ക് തന്നെ ഇവൻ. പിന്നെ നമ്മൾ കയറുമ്പോഴാണ് അവൻ കുഴപ്പമില്ല, നമ്മൾ ചെയ്യാം. ചില കയറി കഴിയുമ്പോൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അതുമല്ല ചിലർക്ക് കാല് ശരിയാവില്ല. കാല് കാണിപ്പില്ല ആനകൾ പഠിക്കുന്നത് ചെയ്യുന്നത്. നമ്മൾ കാല് കാണിക്കുന്ന അങ്ങനെ ഇത് പഴയ ആനക്കാരുടെ കാല് അതിനറിയാം. അപ്പം നമുക്കറിയാം. അത് കണക്കാക്കി നമ്മൾ കാണിക്കും. അത് കണക്കാക്കി ചെയ്യും. അതുപോലെ ഈ പ്രസാദാനയും ഞാൻ കുറച്ചാൾ കഴിഞ്ഞ് പണിച്ചപ്പോഴത്തേക്കാണ് വേറെ ആൾക്കാർ പണിയാൻ പറയാം. ഊപ്പർ കാലാണ്. ഞാൻ കാല് പിടിപ്പിച്ചു. അത് മാണിക്കാന കാല് പിടിപ്പിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ഊപ്പർ കാലാണ്. ഈ മെഴുവേര് മുരളിയൊക്കെ കയറി അവരൊക്കെ ഊപ്പർ കാലാണ്. ഞാൻ കാല് പിടിപ്പിച്ചു. ഒരു കുഴപ്പമില്ല. അത് മായയാന ഇതൊക്കെ നല്ല ഇതുണ്ടാകാനുള്ള. ഈ കാല് പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് അത് സാധ്യമാക്കി എടുക്കുന്നത്? കാലിൻ്റെ ചിലർ
മൊത്തം കിടന്ന് അനക്കും. നമ്മുടെ ഈ കുഴയെ അനങ്ങത്തുള്ളൂ, ഇവിടെ ഇത്ര അനങ്ങത്തുള്ളൂ. ഈ തടിയൊക്കെ താത്തെടുക്കാനെ കൊണ്ട് ഈ വിരലുണ്ടല്ലോ താഴോട്ട് ഇങ്ങനിട്ട് കാണിക്കും. അപ്പം കുഞ്ഞിടും. ചില പുറത്തിന് ഏടാന കാത്തുന്നാ പറയും. ചില പറയണ്ട, ചില ആന കാണിക്കുമ്പോൾ ഇത് കാണിച്ചാൽ എടുക്കും. ചിലക്കൊന്ന് കൈ കുത്തിയിട്ട് കാണിക്കുമ്പോഴേ എടുക്കും. പിന്നെ നീക്കാനും അത് തന്നെ, നീക്കും. കൊമ്പ എടുക്കാനും എടുക്കും. ചില ആനകൾ ഈ ഇടം വലമൊക്കെ ഇടത്തോട്ട് കാണിക്കണമെങ്കിൽ നമ്മുടെ കാലിൻ്റെ ദർശനം ഇടത്തോട്ട് കാണിക്കുമ്പോൾ ഈ കാലിൽ ഇങ്ങോട്ട് പിടിക്കും, അത് കാണിക്കും അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് കാണിക്കണമെങ്കിൽ ഈ കാലിൽ ഇങ്ങോട്ട് കാണിക്കും, ഇത് പുറന്നോട്ട് പിടിച്ചിട്ട് ഇത് കാണിക്കും. അതുപോലെ പുറന്നോട്ട് രണ്ട് കാലിൻ്റെ ഉപ്പൂറ്റി പുറന്നോട്ട് പോകും. പിന്നെ മാറി നിൽക്കാനെ കൊണ്ട് ഇത് ഇടത്തെ കാല് മുമ്പോട്ട് കാണിക്കും, ഈ കാല് പുറന്നോട്ട് കാണിക്കും. തട്ടിക്കൊടുക്കും, ഇപ്പുറത്ത് മാറിയിരിക്കും തടിക്കും. അതുപോലെ അപ്പുറം മാറി. ഈ ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം പണിയാൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പണിയില്ല, ഇത് മരം പിടിക്കുക നല്ല പണിയാണ്. ഞാൻ കുറേ പണിയുണ്ട്. വിവേകൻ്റെ കൂടെ കുറേ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വിവേകൻ്റെ കൂടെ മുകളിൽ ഞാൻ ഇവിടെ എല്ലാം പണിന്ന് പണിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്താണ്ട് അവിടെ പണിഞ്ഞു, അപ്പുറത്തെ അവിടെ അത്ര പിന്നെ അവിടെ കുറേ പണി ഇവിടെ എല്ലാം പണിഞ്ഞിട്ടുണ്ട്. മണിവരെ വരെ പോയി പണിഞ്ഞിട്ടുണ്ട്. ഞാൻ ചാലാപ്പള്ളി ഇന്നലെ പോയില്ലേ നമ്മൾ, അവിടെ എല്ലാം പോയി പണിഞ്ഞ. അതുപോലെ തന്നെ ഈ അപ്പച്ചേട്ടന് മരം പിടിച്ചു. ഈ ആനയും കൊണ്ട് ആ ചെവിട് താഴെ കിടക്കുക, മണ്ട മുകളിൽ. അത് ഇറങ്ങിപ്പോകാൻ ഇപ്പോഴൊക്കെ പോസ്റ്റും ഇത്ര വീതിയുള്ളു. ഇറങ്ങിപ്പോകാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് റബ്ബർ നട്ടിട്ടുണ്ട്, താഴെ വീട്. ഈ ചെവിട് താഴോട്ടിരിക്കുക, മണ്ട കയറ്റി അങ്ങോട്ട് പിടിക്കാം. ആ വീട്ടുകാർ പറയുക എൻ്റെ റബ്ബർ എന്ന് പറയും. റബ്ബർ പോകരുത്, തടി കയറണം. ആന വക്ക വിട്ടാൽ താഴെ വീട്ടിൽ പോകും. ഞാനവിടെ കിടന്ന് കഷായം വിട്ടു പിടിച്ചത്. ഏതറിയിക്കുക, ഞാൻ പറഞ്ഞു ഒന്നും പിന്നണ്ട പിടിക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു പറഞ്ഞു, അത് ഒരു ചെടി റബ്ബർ പോലും പോയില്ല. ഞാൻ പിടിച്ചേറ്റ് കറക്കി കൊണ്ടുവച്ചു. അപ്പോഴത്തേക്ക് അവർക്കൊക്കെ ഭയങ്കര അങ്ങനെ പിടിക്കുന്ന കാലിൽ അതുപോലെ ചെയ്യാൻ കാലിൽ പക്കയാണ്. കൂടുതൽ വേദം ചെയ്തിട്ട് അടിക്കണം. ഒരെണ്ണം എന്തോ ചോദിച്ചിട്ട് വരട്ടെ അങ്ങ് പിടിച്ചോളും. പിന്നെ ചില ആണെണ്ണം അടിച്ച് തൂറിച്ചാലും പിടിക്കില്ല. ചില 4 കൂടെ മരണപ്പെടുത്തും പിടിക്കും. അയ്യോ പിടിച്ചോണ്ട് ആ മാണിക്കാനൊക്കെ അടിക്കണ്ട, അങ്ങ് പണിയുള്ളൂ. ഒരു വിരട്ടൊക്കെ അതൊക്കെ പണിയുള്ളൂ. രാജഗോപാലന്മാർ ചങ്ങനാശ്ശേരിക്കാരായിരുന്നു. അതിന് ഒരു പ്രായമുള്ള ആളെ കയറി. അയാൾക്ക് ഒരു കുഴപ്പമില്ല. അയാൾ എപ്പോൾ ചെന്നാലും ആന അറിയും. വേറെ തന്നെ ഒഴുക്കി കൊടുത്ത് അതിന് കുഴപ്പമില്ല. ഇയാൾ എപ്പോൾ ചെന്നാലും എന്താ പറയുള്ളൂ. അയാൾ എന്നാൽ വലിയ രോഗിയാണ്. ലാസ്റ്റിക്കാണ് അയാൾ മരിച്ചപ്പോൾ ഞാൻ വിറ്റു. അത് ഈ അക്കരെ നാരങ്ങാനത്ത് കൊച്ചുകൊണ്ടിൽ കുഞ്ഞാമച്ചെന്ന് പറയുന്ന പാറ്റ മേടിച്ച്. ഞാൻ ഈ മോലാന കാര്യം പറയില്ലേ പണ്ട് ഇവിടെ അതിൻ്റെ മോലാളി മേടിച്ചു. അതിൻ്റെ മോലാളി മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ താമരമ്പിള്ള എന്ന് പറയുന്ന ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അവിടെ അരിച്ചും വെള്ളമൊക്കെ കൊടുത്ത് ചോറൊക്കെ കൊടുക്കുമ്പോൾ എന്നെ വലിയ ശല്യമില്ലാണെങ്കിൽ ആശ പരിപാടിക്ക് പോയി. ഈ മങ്കൊമ്പി പണിക്ക്, കോട്ടയം മങ്കൊമ്പി. അന്ന് കായൽ നിന്ന് നോക്കറ് പഴയ ഇതൊക്കെ പാകാണ്. ചങ്ങലയൊക്കെ വളർത്തി തന്നിട്ട് ഇത് ഉപ്പുള്ളാണ്ട് തുരുമ്പ് പിടിക്കും. ചങ്ങലയൊക്കെ അന്ന് സ്റ്റീലും ഇല്ല. മറ്റേ വെള്ളത്തിലാക്കി അവിടെ അക്കരെ ചെന്ന് ആന അവിടെ അന്ന് മുട്ടൊന്നുമില്ല, മുട്ടിൻ്റെ ഇടയുള്ളൂ. മേയ്ച്ചങ്ങല. അപ്പോൾ ചങ്ങല കൊണ്ടുവന്ന് ചങ്ങല മറ്റേ ശ്രീരമ്പിളം എന്ന് പറയുന്നുണ്ടായിരുന്നു. അയാൾ കൊടുത്ത് ഞാനിവിടെ ചുറ്റി കെട്ടിയപ്പോൾ ഇയാൾ അങ്ങോട്ട് കയറിപ്പോയപ്പോഴേ ഇയാളെ ഒരു 3 മുക്ക് മുക്കിയാണ്. ആനയ്ക്ക് ഉള്ളായിരുന്നു. ആനയിട്ട് മുക്കി, ഇയാൾ മുക്കി. ആൾക്കാരെ കിങ്കറിനാ. അയാൾ മുക്കി അക്കരെ കയറി ചെന്ന് ആനെ അവിടെ കെട്ടിക്കഴിഞ്ഞിട്ട് വാ. അപ്പം വൈകിട്ട പരിപാടിയുള്ളൂ. ഇത് ഉച്ചയായി. അവിടെ ഷാപ്പുണ്ട്. ഷാപ്പിലോട്ട് ചെന്നപ്പോൾ എൻ്റെ വെള്ളം മേടിച്ച് കഴിച്ചു. ഞാൻ ഒരു കപ്പയും ഒരു കറിയൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിച്ചു. ഇയാളും മറ്റാളും കൂടെ അവിടെ നിന്ന് ഇതടിക്കുക,
കള്ള്. അവിടെയൊക്കെ ഒരുമാതിരിപ്പെട്ട 6 കപ്പ് അടിക്കത്തില്ല, 2 കപ്പ് 3 കപ്പ് കള്ളടിക്കില്ല. ഇയാളവിടെ നിന്ന് 7 കപ്പും അടിച്ചു. ആരോഗ്യമുണ്ടല്ലോ അടിച്ച്. അപ്പോൾ സാപ്പാട് നോക്കിയിട്ട് ഓരോ കപ്പ് ഫ്രീയും കൂടെ കൊടുത്തു. ഞാൻ കള്ളൊന്നും അടിക്കില്ല, ക്യാഷിൽ കാണാം ഇറങ്ങി ഫ്രീ ആക്കില്ല. വെള്ളത്തിൽ മുക്കിയതിൻ്റെ ദേഷ്യം എന്നിട്ട് മാറി ആ കമ്പൊക്കെ എടുത്തു, നല്ല കമ്പ കരുവള്ളിക്ക് മുമ്പാലക്കൂലൊക്കെ അടിയങ്ങ് മുടങ്ങി. അടിച്ചെന്ന് പറഞ്ഞാൽ ആന കറങ്ങി അടിക്കും, ഇയാളും അടിക്കും. ക്യാഷിൽ കാണാം അടിച്ചിരുത്തി അടിച്ച് നായർ പിന്നപ്പോൾ അങ്ങോട്ട് കയറി ചെന്ന് ഒരൊറ്റ അടിയാക്കും. പിന്നെ ഈ അടി കയറി കഴിഞ്ഞു മൂത്രത്തിന് തിരിച്ചങ്ങ് പോയാളൂ. അവരെ കൂടി ചെന്ന് വലിച്ച് മാറ്റി, ഞങ്ങൾ വലിച്ച് മാറ്റി കഴിഞ്ഞ് പിന്നെ അയാൾ 3 ദിവസമായി. അവിടെ കോട്ടയം ചെന്നപ്പോഴത്തെ അവർ പറഞ്ഞ് വളർത്ത കയറ്റി കയറുന്നു, പ്രതീക്ഷയില്ല, പിന്നെ നോക്കാമെന്ന് പറയും. 3 പുള്ളി പിന്നെ അതിനെ വേറെ ആറുമുളക്കാരൻ കോടനായർ വന്ന് ഞാനും കൂടെ പോയി. എന്നെ വളത്തിലിക്കരയാക്കി അയാളിക്കര വന്നു. അവിടെ അങ്ങോട്ട് ചങ്ങലയൊക്കെ എടുത്ത് മുകളിയിട്ട് എന്നെ പൊക്കി മണ്ടയ്ക്ക് വെച്ചു. പോകാൻ അവർ ഞാനും കൂടെ 2 നിന്നും നാരങ്ങാത്തുകൊണ്ട് കെട്ടിപ്പോയി. പിന്നെ വേറെ അവിടെ അടിച്ചാണ് അയച്ചത്, ഉത്തമനെന്ന് പറയും. അത് അയച്ചു കൊണ്ട് ചെന്ന് അവിടെ കണ്ട കൊണ്ട് ചെന്നിട്ട് പണിഞ്ഞ് വക്ക പറഞ്ഞ് വീണു. വക്കയുടെ തുളയെല്ലാം വട്ടം കെട്ടല്ലേ, തുളയുണ്ട് വേണാത്തുള്ള, അതിൽ കുടിച്ചിട്ടാൽ കെട്ടുന്നു. അത് പറഞ്ഞ് പോരുന്നു, പറഞ്ഞിട്ട് പിടിക്കല്ലേ. ഈ മൂട് വന്ന് പോയി കണപ്പാടാണ് അടിച്ചത്. കണപ്പാട് ഇട്ട് കണപ്പാട് നാക്കിയാണ്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഞാൻ പോയി. അങ്ങനെ അതിൻ്റെ കൂടെ കുറേ ആളിരുന്നു. അത് റീസൻ്റായിരുന്നൊക്കെ. പിന്നെ ഇങ്ങനെ കൂടി ഇവരോടൊക്കെ കൂടി വിവേക്, കലക്കോടൻ ഇവരൊക്കെ കൂടി നമുക്ക് വലിയ ജോലിപ്പാടൊന്നുമില്ല. പിന്നെ അതും ഇതൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളെ തള്ളയ്ക്ക് അരി മേടിക്കാനുള്ള ഗുളിക മേടിക്കാനും. കല്യാണം കഴിച്ചിട്ടില്ല? കല്യാണം അതൊക്കെ വിട്ടു, പണ്ടേ വിട്ടു. വർഷങ്ങളിപ്പം 26 വർഷമായി. അപ്പോഴേ കെട്ടിയത്. 2 പിള്ളേരും ഉണ്ട്, വള്ളം പറഞ്ഞാൽ 2 പിള്ളേരും ഉണ്ട്. പിള്ളേർ കാണും, ചിലപ്പം വേണ്ടി ചിലപ്പം വേണ്ടതിനാണ് പോകും. പിന്നെ ചായ കുടിക്കാൻ ഞാൻ പറയാം, വേണ്ട ചായ കുടിക്കാൻ. പിന്നെ പെങ്ങളുടെ വീടിനടുത്ത് അവിടെ പോകും, അമ്മയോടെ. പിന്നെ 2 അനിയന്മാർ വറക്കലുണ്ട്. ഒരു ചേട്ടച്ചാർ കൊടുത്തപ്പോൾ ഡ്രൈവറാണ്, അത് കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയി. അയാളുടെ മക്കളെല്ലാം ഗൾഫില്. അവിടെ ചെന്ന് നിൽക്കാൻ പറയും. ഞാൻ പറയും നമ്മളാരെയും കുട്ടിക്കുന്നു, നമ്മളിതുപോലെ ആനക്കാർ പിള്ളേരുടെ കൂടെ ഇങ്ങനെ കറങ്ങി ഒരു ദിവസം അടിച്ച് തമാശയും പറഞ്ഞു. അതിനെ കള്ളാ മോനെന്നൊക്കെ വിളിച്ച് 2 അങ്ങനെ കറങ്ങി നടക്കും. ആർക്കൊരു പിണക്കമില്ല, അതും ഇങ്ങനെ പൊക്കോളും. പിന്നെ നമ്മളായിട്ട് ആർക്ക് യാതൊരു ശല്യം ഉണ്ടാക്കാൻ പോവാ. ഞാൻ തമാശയൊക്കെ പറയാം, അല്ല ആർക്കും വഴക്കും. പിന്നെ ഇന്നാളൊരു മുതലാളി ഉടക്കി അയച്ചു വെച്ച് അയച്ചു കാണാൻ അയാൾ പറയാം, ഞാൻ ഇപ്പോൾ കേസ് കൊടുക്കും. കുറച്ചു നേരം മാമ്പി ഒരുത്തനെ ഓടിച്ചു, ഒരു ലിവർ എടുത്തുകൊണ്ട് വന്നു. അത് ഓടിക്കാന്ന് ഞാൻ പിന്നെ ലാസ്റ്റ് മനുഷ്യനെ ഓടിച്ചിട്ട്. ഇതുവരെ നമുക്കൊരുപാട് എന്താ പറയണ്ടേ, തെക്കും ഈ ഒരു മധ്യ കേരളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആനകൾ കയറിയിട്ടുണ്ട്. സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ഉണ്ടോ? പഴയ സുഹൃത്തുക്കൾ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. കുറച്ച് പേരുണ്ട്. ഒരാളുണ്ട്, മാധവൻ എന്ന് പറയുന്ന ആനക്കാരുണ്ട്. അത് ഏത് ആനപ്പുറത്ത് കയറ്റിട്ട് പണിയുള്ളൂ. ചടയമനത്തുള്ള എല്ലാവരും അവസരങ്ങളെ കണ്ടിട്ട് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു ആനക്കാരുണ്ട്, സൂമാന പാലോട്, അതൊക്കെ ഉണ്ട്. പിന്നെ വേറെ കുറേ ആനക്കാരൊക്കെ നിർത്തി ഇപ്പം പോകുന്നില്ല. അവരൊക്കെ വീട്ടിലൊക്കെ അവരുടെ മക്കളൊക്കെ. പിന്നെ വേറൊരു ആനക്കാരുണ്ട്, ശീലൻ, അത് ഇവിടെ ഉണ്ട്. അത് വാഴമുണ്ടുള്ള അയാളിവിടെ പട്ടാഴിലുണ്ട്. അയാളുടെ മോനൊക്കെ പട്ടാളക്കാരനാണ്. പിന്നെ വേറൊരു ആനക്കാരുണ്ട്, വാസവൻ, എടപ്പോണ് വാസവൻ. അത് ആനക്കാരനാണ്. ഇത് കണ്ടൂരാനക്കാരൻ്റെ ചേട്ടൻ, മുരളിയുടെ ചേട്ടൻ. മുരളിയൊക്കെ പിന്നെ ആനേറ്റം പഠിച്ചു. ഇവര് ഞാൻ ചിലപ്പോൾ ഇത്രയും ഒക്കെ ഉള്ളൂ മുരളിയൊക്കെ അവരെ പിടിച്ചിരുമ്പോൾ. സാറിൻ്റെ ഗണേശനാനെ കൂടി ചെല്ലുമ്പോൾ അന്നൊക്കെ മുരളിയൊക്കെ ഇച്ചിരി ഉള്ളൂ. പിന്നെ ആനേറ്റമ്പം ദേവത അന്ന് നമുക്ക് കിട്ടിയതാ, ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. നെയ്യാറ്റങ്കര കിട്ടിയത് അന്ന്. നെയ്യാറ്റങ്ങ അമ്പലത്തിലെ പടച്ചോറും നിന്നും തെങ്ങിക്കറി ഓലയും വെട്ടണം, അവിടെ ചുരുണ്ട് കിടക്കണം. അപ്പോൾ അവർ 3 മാസം കഴിഞ്ഞ് പേപ്പർ തരാമെന്ന് പറഞ്ഞു.
ഞാൻ 2 മാസം നിന്ന് അതിനുമ്പോൾ ഞാൻ ചാടി ചാടി പോയി. അങ്ങനെ ടീച്ചറൊരു വഴക്ക് പറഞ്ഞു. അങ്ങനെ എന്നൊക്കെ മുകളിലേക്ക് ഇച്ചിരി ഉള്ളു. ഇപ്പം അവർക്ക് ദേഹത്ത് ജോലിയായി. പിന്നെ അവൻ്റെ ചേട്ടൻ മരിച്ചു പാവം ക്യാൻസറായിട്ട്. പിന്നെ ഈ വാസവൻ എന്ന് പറയും ബീക്കോട്ടെ, വാസവനുണ്ട്. അവൻ്റെ അച്ഛനും ഉമ്മയും നമ്മളെ ആർക്കവിയാണെങ്കിൽ മറ്റേ അല്ല അടിക്കുന്നു. അവരോടെ നമ്മളെല്ലാം ഭയങ്കര ഇതായിരുന്നു. ഒരുപാട് ആനക്കരുണ്ട്, എല്ലാം പോയി. ഇപ്പം ഇല്ല. ഇപ്പോൾ എന്താ പറയുക, മാധവനുണ്ട്, സുകുമാരുണ്ട്, പിന്നെ വേറെ 1-2 പേരുണ്ട്. ബാക്കിയൊക്കെ പോയി. ഇറാനിലുണ്ട് കുറേ ആനക്കാർ. ഇവരൊക്കെ കാണാറുണ്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ? ഈ ഇന്നാൾ ഒരാളെ കണ്ട്, ഇറാനിലുള്ള ഒരാൾ. പിന്നെ പുല്ലൂരൊരാളുണ്ട്, അയാളെയും കണ്ടു. അല്ലാതെ പിന്നെ ബാക്കിയൊന്നും അങ്ങനെ കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങുമ്പോൾ പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട്. ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി ഇങ്ങനെ വന്നു. ഈ കുട്ടണോ അമ്രാന്നോ എന്നാണ്? അറിയാം. പിന്നെ ഇവിടെ പോയി ചായ കുടിച്ച് പിന്നെ പുള്ളിയെ പോയി. ഞാൻ അന്ന് കുറച്ചപ്പോഴേ പോയിട്ട് വന്നേ ഇവിടേക്ക് വന്നു. ഇപ്പോൾ ശിഷ്യന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ ഒരുപാടുണ്ട്, അതൊക്കെ പോയി. ആ കൂട്ടത്തിലുള്ളവരാണോ വിവേകും? വിവേകൊക്കെ പിന്നില്ലേ. വിവേകൊക്കെ പരിചയമുണ്ട്, കൊച്ചിൻ്റെ പരിചയമുണ്ട്. നമ്മളെ എന്നെ പരിചയമുണ്ട്. അന്നൊക്കെ ഒരു ആനയിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ്. അന്നൊക്കെ നമ്മൾ നല്ല പണിയിപ്പോറാണ്, പുലിനാട്ടാണ്. പിന്നെ ഇവർ ആനയുടെ കൂടെ പോയിട്ടൊക്കെ ഇതായത്. എന്നാലും കുഴപ്പമില്ല, അവർ ഇപ്പോഴും ഒരു ഇതുണ്ട് നമുക്ക്. വിവേക്, ചന്തു, ഈ കലക്കോടൻ വിഷ്ണു, പിന്നെ അഭിലാഷ കാണുമ്പോൾ കുട്ടണോ ചാടിയൊക്കെ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളാരെങ്കിലും തള്ളുക പിടിക്കുക ചെയ്താൽ അവൻ ചൂടാവും, അല്ല വേറെ കുഴപ്പം. പിന്നെ അവ അടിച്ച് കറങ്ങി നടന്നോളും, അല്ല കുഴപ്പമൊന്നുമില്ല. നല്ല തൊഴിൽക്കാരനാണ്. പക്ഷെ പറയേണ്ട കഥയുണ്ട്. ഇന്ന് നല്ല കൊല്ലം ജില്ലയിലൊക്കെ വടക്കൊക്കെ നല്ല ആനകാറാണ്. പക്ഷേ തിരിച്ച് ഈ കഥാനാനകാല വാസിങ്ങ നല്ല വാസിങ്ങ അവന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടമാമൻ്റെ ആനജീവിതം, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്, പണിയെടുത്തുള്ള എക്സ്പീരിയൻസ്. പിന്നെ ഭാര്യ മക്കളൊക്കെ വർഷങ്ങളായി പോയിട്ട് പിന്നെ തള്ളയുണ്ട്. സിംഗിൾ ലൈഫാണ്, ചില്ലി നടക്കുക. പിന്നെ പെങ്ങളുടെ കൂടെ പോവുക, ആഹാരം ചിലപ്പം കഴിക്കും, ചിലപ്പം കാശുണ്ടെങ്കിൽ കഴിക്കത്തില്ല. വീട്ടിൽ അമ്മയ്ക്ക് വല്ലതും ഗുളിയൊക്കെ മേടിച്ച് കൊടുക്കുക, കാശ് കൊടുക്കുക, ഡ്രസ്സ് മേടിച്ച് കൊടുക്കുക, അങ്ങനെ കറങ്ങി. പണിയില്ലെങ്കിൽ അവിടെ ഒരു കടയുണ്ട്, അവിടെ പോയി എല്ലാം മേടിച്ചിനും. വേറെ കടയുണ്ട്, അവിടെ പോയി കിടക്കും. ഞാൻ പെങ്ങളുടെ അവിടെ പോയി കിടക്കും. എല്ലാം കറങ്ങി അങ്ങ് നടക്കും. പിന്നെ കടപ്പുറ കഴിയില്ല, അതിൻ്റെ കൂടെ ഉള്ള വടക്കാരൊക്കെ കാണും, അവരുടെ കൂടെ ഇങ്ങനെ കറങ്ങി അങ്ങ് കാണും. പിന്നെ ഈ പൊങ്കുവെള്ളം, അവർ പൊങ്കുവെള്ളം അവരുടെ അടുത്തൊക്കെ പോയി കഥ പറഞ്ഞ് അവിടെ രസം അടിച്ച്, പിന്നെ ഒരു സ്മാളൊക്കെ മേടിച്ചടിച്ച് കറങ്ങി അങ്ങ് പോകും. നമ്മൾ പിന്നെ ഉള്ള കാര്യമുള്ളത് പറയും, നമ്മുടെ കാര്യമൊക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി, നമസ്കാരം. നമുക്ക് ഇനിയും കാണാം. ഇനിയും നമുക്ക് ഓരോ ആനകളുടെ കൂടെ നമുക്ക് പലയിടത്ത് വെച്ച് കാണാം. മരിച്ചില്ലേ, ദീർഘായുസ് നൽകട്ടെ ഭഗവാൻ. അപ്പോൾ എല്ലാവർക്കും ഇത്ര നാളും ഇപ്പം 3-4 വർഷമായി ആന പഠിച്ചിട്ട്. ഇന്നായി ആനയുടെ പുറത്ത് പണിയിപ്പിക്കുന്ന വർഷങ്ങളായി ഇപ്പോഴാണ് കയറുന്നത്. ഇപ്പോഴും അതിന് യാതൊരു മാറ്റമില്ല, പഴയ പവർ ഇന്ന് നമ്മൾ കണ്ടതാണ്. വേറെ കാര്യമുണ്ട്, ഇപ്പം പഴയ പവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കൂടുതൽ ഇതാവുന്നില്ല. ആദ്യമായിട്ട് ഇപ്പം കയറിയല്ലേ, അത് 2 ദിവസമൊക്കെ കഴിയുമ്പം സ്ഥിരമായിട്ടിരിക്കുമ്പം ഒരു ഉഷാറാവും. ആർക്കായാലും പിന്നെ അത് പിന്നെ നമ്മൾ വേറെ ജോലിക്ക് പോയി പോന്ന കുറച്ചാൾ പോയുമ്പോൾ ഇതില്ലേ. അതേപോലെ ആനയ്ക്കും അറിയാം, കാലറിയാം, കാല് കാണിക്കുന്നതിന് മനസ്സിലാവും എല്ലാം. ഞാൻ അങ്ങനെ അടിച്ചിട്ടില്ല, ഒരു കൂട്ടൊക്കെ കൂട്ടിയില്ല. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. അപ്പം മാമ ഒരുപാട് നന്ദി, നമസ്കാരം.